വിശുദ്ധ റമദാനിലെ 24 ദിവസം പൂർണ്ണമായും നമ്മിൽ നിന്ന് വിട പറയുകയും 25-ാം എന്ന് പറയുന്ന ഒറ്റരാവിനെ പ്രതീക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇരുത്തത്തിലാണ് ഞാനും നിങ്ങളും ഇപ്പോൾ ഉള്ളത്. പടച്ച റബ്ബ് അത് സ്വീകരിക്കുമാറാവട്ടെ. ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട വിരുന്നുകാരൻ അത്രയൊന്നും കാത്തിരിപ്പിന്റെ ദൈർഘ്യമില്ലാതെ തന്നെ നമ്മോട് വിട പറയാൻ വേണ്ടി നിൽക്കുകയാണ്. വിതുമ്പിയും തേങ്ങിയും പൊട്ടിക്കരഞ്ഞും കണ്ണുനീരിലൂടെ പാപങ്ങളെ ഒഴുക്കിക്കളഞ്ഞ് മനസ്സും ശരീരവും കഴുകി ശുദ്ധീകരിച്ച് കരുണാനിധിയായ ഉടയ തമ്പുരാന്റെ സാമീപ്യവും സാന്നിധ്യവും തേടി നരകമോചനം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ 25-ാമത്തെ ഒറ്റരാവിൽ അള്ളാഹുവിന്റെ ഭവനത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഇടം അത് അവന്റെ വീടാണ്, പള്ളിയാണ്. ആ അള്ളാഹുവിന്റെ വീട്ടിൽ തന്നെയാണ് നമ്മൾ ഉറക്കമൊഴിച്ചുകൊണ്ട് ഈ പാതിരാവിലും ഒരുമിച്ചിരിക്കുന്നത് എന്നത് നമ്മളെ സന്തോഷിപ്പിക്കുകയും നമുക്ക് പ്രതീക്ഷ നൽകുകയും ചെയ്യേണ്ടുന്ന കാര്യമാണ്. 2 കണ്ണുകൾ, കോടിക്കണക്കിന് കണ്ണുകളുടെ കൂട്ടത്തിൽ 2 കണ്ണുകൾ നരകത്തെ സ്പർശിക്കുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ. അതിലൊന്ന് ഈ കൂടിയിരിക്കുന്ന നമ്മുടേതാണ് എന്ന് പറഞ്ഞാൽ പടച്ചറബിന് വേണ്ടി ഉറക്കമൊഴിച്ചിരിക്കുന്ന കണ്ണുകൾ അത് നരകത്തെ സ്പർശിക്കുകയില്ല എന്ന കാരുണ്യവാനായ നാഥൻ നമ്മുടെ ഈ ഇരുത്തവും ഈ ഉറക്കമൊഴിക്കലുമൊക്കെ ആ അർത്ഥത്തിൽ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും വളരെ സുഖമായി സുന്ദരമായി കിടന്നുറങ്ങേണ്ടുന്ന ഒരു സമയം, വളരെ സുഖകരമായ ഉറക്കവും വീട്ടിലെ സംവിധാനങ്ങളും വേണ്ടെന്ന് വെച്ച് പ്രപഞ്ചനാഥന്റെ വീട്ടിൽ നമ്മൾ എന്തിനാണ് പ്രിയമുള്ളവരെ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്? പടച്ചറബിന്റെ പ്രീതിയും അവൻ നമുക്ക് നൽകാമെന്ന് പറഞ്ഞ ലൈലത്തുൽ ഖദർ എന്ന ആ വിശിഷ്ട രാവും, ആ ലൈലത്തുൽ ഖദറിലൂടെ പടച്ചറബിന്റെ സ്വർഗവും മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ്, അത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിലും റബ്ബ് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ വിശുദ്ധ റമദാനിലെ ദിനരാത്രങ്ങളിലെ നമ്മുടെ കർമ്മങ്ങൾ അത് മുഴുവൻ പടച്ചറബ് സ്വീകരിക്കുകയും സംഭവിച്ചു പോയ പിഴവുകളും അബദ്ധങ്ങളും കുറവുകളും പ്രപഞ്ചനാഥൻ നമുക്ക് പൊറത്തു തരികയും ചെയ്യുമാറാവട്ടെ. എണ്ണിയാൽ ഒടുങ്ങാത്ത വിശേഷങ്ങളുടെ കലവറയായ വിശുദ്ധ വസന്തം, ആ പ്രിയപ്പെട്ട വിരുന്നുകാരൻ ഇനി നമ്മിൽ നിന്ന് വിട പറയാൻ മണിക്കൂറുകൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. എന്ന് പറഞ്ഞാൽ 5 ദിവസം നമുക്ക് പൂർണ്ണമായും കിട്ടുകയാണെങ്കിൽ വെറും 120 മണിക്കൂർ. അല്ല, 4 ദിവസമാണ് കിട്ടുന്നതെങ്കിൽ ഇനി നമുക്ക് കിട്ടുമോ എന്ന് പോലും ഉറപ്പില്ലാത്ത ആ വിരുന്നുകാരനെ നമുക്ക് അനുഭവിക്കാൻ കഴിയുക വെറും 96 മണിക്കൂറുകൾ മാത്രമാണ്. പടച്ചറബിന്റെ കാരുണ്യ സ്പർശം, പടച്ചറബ് നമുക്ക് നൽകുന്ന പാപമോചനം, നരകമോചനം, സ്വർഗപ്രവേശനം, അങ്ങനെ ഒട്ടനവധി സമ്മാനങ്ങളുമായി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മിലേക്ക് കടന്നു വന്ന ആ വിരുന്നുകാരൻ എത്ര പെട്ടെന്നാണ് നമ്മോട് വിട പറഞ്ഞ് പടിയിറങ്ങാൻ കാത്തിരിക്കുന്നത്. സുഹൃത്തുക്കളുടെ ഈ പുണ്യമാസം എന്ന് പറഞ്ഞാൽ, വീണ്ടും ആവർത്തിക്കുന്നു, റമദാൻ എന്ന് പറയുന്ന വർഷത്തിൽ ഒരിക്കൽ മാത്രം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വിരുന്നുകാരൻ അതിന്റെ താളുകൾ മടക്കി വെച്ച്, സമയങ്ങൾ അഴിച്ചു വെച്ച് മടക്കയാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന തിരക്കിലാണ് പ്രിയമുള്ളവരെ ഇപ്പോൾ ഉള്ളത്. ആ റമദാനിന്റെ മടക്കയാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന
വേറുപാടിന്റെ ഈ സുദിനങ്ങളിൽ, ഈ സമയങ്ങളിൽ നമ്മുടെ മനസ്സും ശരിക്കും വേദനിക്കേണ്ടതുണ്ട്. വിശുദ്ധ റമദാൻ എന്ന വിരുന്നുകാരനെ യാത്രയാക്കുമ്പോൾ വിശ്വാസികളുടെ കണ്ണ് നിറയേണ്ടതുണ്ട്, ഹൃദയം പിടക്കേണ്ടതുണ്ട്. എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഒരു ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ പ്രിയപ്പെട്ടവർ വിദേശത്തേക്കൊക്കെ പോകുമ്പോ നമ്മൾ എയർപോർട്ടിലേക്ക് യാത്രയാക്കാൻ പോകാറുണ്ട് പലപ്പോഴും. ഇനി പോയിട്ടില്ലെങ്കിലും വീട്ടിൽ നിന്ന് അവരെ യാത്രയാക്കാറുണ്ടല്ലോ. ആ പടിയിറങ്ങുമ്പോ, ആ സിറ്റ് ഔട്ടിൽ നിന്നിട്ട് യാത്ര പറഞ്ഞ് സലാം പറഞ്ഞ് ഇറങ്ങിയിട്ട് ഗേറ്റ് കടന്നു പോകുമ്പോ, അല്ലെങ്കിൽ എയർപോർട്ടിൽ ചെന്നിട്ട് അവരെ യാത്രയാക്കാൻ പോകുന്ന സമയത്ത് അങ്ങനെ വിമാനം അങ്ങനെ റൺവേയിൽ നിന്നിട്ട് പൊങ്ങുമ്പോ ഒരു ഇരമ്പലുണ്ട്. ആ ഇരമ്പി പൊങ്ങുന്ന സമയത്ത് നമ്മുടെ ഹൃദയം ഒരു വിങ്ങലൊരു പൊട്ടലൊക്കെ ഉണ്ടാകും. അനുഭവിച്ചവർക്കറിയാം. വാക്കുകൾ പുറത്തു വരാതെ നമ്മുടെ കണ്ഠം ഇങ്ങനെ ഇടറിപ്പോകും. ശരിക്കും ഞാൻ ചോദിക്കുക എന്നോടുകൂടി, ആ അർത്ഥത്തിൽ വിശുദ്ധ റമദാൻ എന്ന് പറയുന്ന നമ്മൾ ഏറെ ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്ത് നീണ്ട 11 മാസത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന റമദാൻ എന്ന വിരുന്നുകാരൻ നമ്മൾ വിട്ടു പോകാനൊരുങ്ങുമ്പോ ആ അർത്ഥത്തിൽ ഒരു ഇടറലോ ഒരു പതർച്ചയോ ഒരു വേദനയോ ബേജാറോ അസ്വസ്ഥതയോ എനിക്കും നിങ്ങൾക്കും ഉണ്ടോ എന്ന് നമ്മൾ ഗൗരവത്തോടെ ആലോചിക്കേണ്ടതുണ്ട്. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, ജീവിതമാകുന്ന നമ്മുടെ കണക്ക് പുസ്തകത്തിൽ നിന്ന് ഇങ്ങനെ കൊഴിഞ്ഞുപോയ തിരിച്ചുപോയ റമദാനുകളുടെ എണ്ണം അത് നിരവധിയാണ്. ഞാനും നിങ്ങളും അനുഭവിച്ച ഓരോ റമദാനും നാളെ ഖബറിൽ വെളിച്ചവും പരലോകത്ത് സ്വർഗവും നേടിത്തരേണ്ട പുണ്യങ്ങളായിട്ട് മാറേണ്ടതുണ്ട്. നമ്മുടെ പിന്നിട്ട റമദാനുകൾ അത്തരത്തിലായിരുന്നോ എന്ന് ഒരു കണക്കെടുപ്പ് നമ്മൾ നടത്തണം, എപ്പോഴും നടത്തിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ വിശുദ്ധ റമദാനിലെ കഴിഞ്ഞുപോയ 24 വിശുദ്ധ ദിവസങ്ങളെ കുറിച്ച്, അത് നമ്മിലുണ്ടാക്കിയ മാറ്റങ്ങളെ കുറിച്ച്, ആ വിശുദ്ധ റമദാനിന്റെ വിരുന്നുകാരന്റെ സാന്നിധ്യത്തിൽ നമ്മൾ ഉണ്ടാക്കിയ നിർവഹിച്ചെടുത്ത കർമ്മങ്ങളുടെ സ്വീകാര്യതയെക്കുറിച്ച്, എന്ന് പറഞ്ഞാൽ ഈ നിമിഷം വരെയും നമ്മൾ ചെയ്തു കൂട്ടിയ ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും സ്വതക്കകളും തഹജ്ജുദും തറാവീഹും സുജൂദും അങ്ങനെ എല്ലാം ആ സൽക്കർമ്മങ്ങൾ പടച്ചറബ് സ്വീകരിച്ചോ ഇല്ലയോ എന്നതിനെ കുറിച്ച്, ഈ വിശിഷ്ട അതിഥിയോടുള്ള നമ്മുടെ സമീപനത്തെ കുറിച്ച്, ഒരുപക്ഷെ വിരുന്നുകാരനെ കുറിച്ച് നമ്മൾ തൃപ്തരായിരിക്കും. കാരണം 11 മാസം നമ്മൾ കാത്തിരിക്കുകയായിരുന്നു, റബ്ബേ ആ വിരുന്നുകാരൻ വരുന്നത് വരെ എനിക്ക് നീ ആയുസ് തരണേ എന്ന്. തന്നു റബ്ബ്. 24 ദിവസത്തെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്താനുള്ള ആയുസ് റബ്ബ് നമുക്ക് നൽകി. അതുകൊണ്ട് തന്നെ ആ റമദാൻ എന്ന വിരുന്നുകാരനെ കുറിച്ച് ഒരുപക്ഷെ ഞാനും നിങ്ങളും തൃപ്തരായിരിക്കും. പക്ഷേ അതല്ല ചോദ്യം. നാളെ മറ്റന്നാൾ നമ്മിൽ നിന്ന് വിട പറയാനിരിക്കുന്ന വിശുദ്ധ റമദാൻ എന്ന വിരുന്നുകാരൻ എന്നെയും നിങ്ങളെയും കുറിച്ച് തൃപ്തനായിട്ടാണോ തിരിച്ചു പോകുന്നത് എന്ന് ഈ വിശുദ്ധ റമദാനിലെ 25-ാം രാവിലെ ഒറ്റരാവുന്ന നിലക്ക് മനസ്സ് തുറന്നൊരു വിചാരണയ്ക്ക്, ഒരു വിലയിരുത്തലിന് നമ്മൾ തയ്യാറാകണം. ഒരുപക്ഷെ ഇനി ജീവിതത്തിൽ ഒരു 25-ാമത്തെ ഒറ്റരാവ് നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ഇനി 2 രാവുകൾ മാത്രമാണ് ആ അർത്ഥത്തിൽ ബാക്കിയുള്ളത്, 27ഉം 29ഉം. ഇനി അടുത്ത വർഷത്തെ റമദാനിൽ ഒരു 25-ാമത്തെ രാവിൽ ഇതുപോലെ പറയാനും കേൾക്കാനും ഒന്നിച്ചിരിക്കാനും നമ്മൾ എത്ര പേരുണ്ടാകുമെന്നത് അത് കണ്ടറിയേണ്ടതാണ്. എന്തായിരുന്നാലും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ആരോഗ്യവും ആയുസ്സും ഒക്കെ ഇനിയും നീട്ടി തെരുമാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ റമദാനും വിശുദ്ധ ഖുർആനും ഒക്കെയും അനുകൂലമായും പ്രതികൂലമായും സാക്ഷി പറയുന്ന വരാനിരിക്കുന്ന ഒരു വലിയ വിചാരണ ഉണ്ടല്ലോ നാളെ പരലോകത്ത്. ആ വരാനിരിക്കുന്ന ഒരു ഹിസാബിനും ഇഹ്തിസാബിനും മുമ്പ് ചെറിയ ഒരു തിരിഞ്ഞ നോട്ടവും ഒരു വിലയിരുത്തലുമായിട്ട് നമ്മൾ ഇതിനെ കാണണം. കഴിഞ്ഞൊരു ക്ലാസ് നമ്മൾ കേട്ടു, 1 മണിക്കൂറോളം. വളരെ നർമ്മത്തിൽ ചാലിച്ച രസകരമായ ഒരു ക്ലാസ് ആയിരുന്നു അത്. പക്ഷെ ഇപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ നമ്മളെ ചിരിപ്പിക്കാൻ പറ്റുന്ന ഒരു ക്ലാസിനെ കുറിച്ചല്ല. വിശുദ്ധ റമദാനിലെ 24 ദിവസങ്ങളെ പൂർത്തീകരിക്കുകയും
ഇനി 4 ദിവസത്തോളം നമ്മൾ 5 ദിവസത്തോളം നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയും ചെയ്യാനിരിക്കുമ്പോ ഈ കഴിഞ്ഞ 24 ദിവസങ്ങളെ കുറിച്ചുള്ള ഒരു തിരിഞ്ഞുനോട്ടവും ഒരു വിലയിരുത്തലും നമ്മൾ നടത്തണമെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ നിരന്തരമായ വിചാരണയും വിലയിരുത്തലും സ്വന്തത്തെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചു കൊണ്ടേയിരിക്കുക എന്ന് പറയുന്നത് അത് വിശ്വാസിയുടെ സ്വഭാവമാണ്, വിശ്വാസിയുടെ പ്രത്യേകതയാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അങ്ങനെ നിരന്തരമായി നിങ്ങൾക്ക് നിങ്ങളെ വിചാരണ ചെയ്യാൻ കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് വിജയിക്കുവാനും സ്വർഗം എന്ന് പറയുന്ന അന്തിമ ലക്ഷ്യത്തിൽ നിങ്ങൾക്ക് എത്താനും കഴിയൂ എന്ന് പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, മുൻഗാമികളൊക്കെയും അങ്ങനെയായിരുന്നു. നിരന്തരമായ ജീവിതത്തിൽ വിചാരണ നടത്തിക്കൊണ്ട് നിരന്തരമായി സ്വന്തത്തിലേക്ക് വിരൽ തിരിച്ചു വെച്ച് ചോദ്യങ്ങൾ സ്വന്തത്തോട് ചോദിച്ചുകൊണ്ട് ജീവിതത്തെ ശുദ്ധീകരിച്ചവരും ജീവിതത്തിൽ തിരുത്താനുള്ള തിരുത്തലുകൾക്ക് വിധേയരായവരുമായിരുന്നു മുൻഗാമികൾ എന്ന് പഠിക്കാൻ കഴിയും. ഇസ്ലാമിലെ നീതിമാനായ ഖലീഫ എന്ന് ചരിത്രം രേഖപ്പെടുത്തിയ രണ്ടാമത്തെ ഖലീഫയുണ്ടല്ലോ, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ കുറിച്ചുകൊണ്ട് ചരിത്രത്തിൽ പലതും വായിക്കാൻ കഴിയും. അതിലൊന്നെന്താണെന്നറിയോ? രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് ചാട്ടവാറ് കൊണ്ട് സ്വന്തം ശരീരത്തിലേക്ക് അടിച്ചിട്ട് സ്വന്തത്തെ വിചാരണ ചെയ്യുമായിരുന്നു. ഉമറേ, ആരാണ് നിന്നെ നാളെ പരലോകത്ത് രക്ഷപ്പെടുത്താൻ വരിക? അങ്ങനെ എല്ലാവരും ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോ തന്റെ കയ്യിലുള്ള ചാട്ടവാറ് കൊണ്ട് സ്വന്തം ശരീരത്തിലേക്ക് സ്വന്തം തല്ലി അടിച്ച് വേദനിപ്പിച്ചിട്ട് സ്വന്തത്തെ വിചാരണ നടത്തി സ്വന്തത്തെ ഫിൽട്ടർ ചെയ്തെടുത്തുകൊണ്ട് ജീവിതത്തെ നാളെ സ്വർഗത്തിന് വേണ്ടി പാകപ്പെടുത്തിയെടുക്കുന്ന ഒരു ഉമറിന്റെ ചരിത്രം നമുക്ക് വായിക്കാൻ കഴിയും. ഇദ്ദേഹത്തെ കുറിച്ച് നമുക്ക് വായിക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. രാത്രികളിൽ അദ്ദേഹം എണ്ണ വിളക്ക് കത്തിച്ചു വെക്കുമായിരുന്നു. അങ്ങനെ വിളക്ക് കത്തിച്ചു വെച്ചിട്ട് ആ വിളക്കിൽ അദ്ദേഹം തന്റെ കയ്യിലെ വിരൽ കൊണ്ടുപോയി വെക്കും. വിരൽ കൊണ്ടുപോയി വെച്ച് വിരൽ അങ്ങനെ തീ കൊണ്ടിട്ട് വേദനിച്ച് ചുട്ടുപൊള്ളിയിട്ട് സഹിക്കാൻ പറ്റാതെ ആ തീയിൽ നിന്ന് വേദന കൊണ്ട് വിരൽ സ്വയമേ പിൻവലിഞ്ഞു വരുമ്പോ അദ്ദേഹം കരഞ്ഞുകൊണ്ട് സ്വന്തത്തോട് ചോദിക്കുമായിരുന്നു, ഓ ഹത്താബിന്റെ മകനെ, നിനക്ക് ഈ ചെറിയ തീനാളത്തിന്റെ ചൂട് പോലും സഹിക്കാൻ കഴിയുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നരകത്തിലെ കത്തിയാളുന്ന നരകത്തിലെ തീയിനെ നിനക്ക് സഹിക്കാൻ കഴിയുക ഹത്താബിന്റെ മകനെ എന്ന് സ്വന്തം വിരൽ തീ കത്തിച്ചതിൽ മുട്ടിച്ചു വെച്ചിട്ട് ചൂട് സഹിക്കാൻ കഴിയാതെ സ്വമേധയാ വിരൽ അങ്ങോട്ട് പിറകോട്ട് വരുമ്പോ സ്വന്തത്തോട് ചോദിച്ചുകൊണ്ട് വിചാരണ നടത്തിക്കൊണ്ട് സ്വന്തം ജീവിതത്തെ സ്വർഗത്തിലേക്ക് എത്താൻ കഴിയുന്ന വിധത്തിൽ പാകപ്പെടുത്തിയെടുത്ത മഹാന്മാരുടെ ചരിത്രം നമുക്ക് ജീവിതത്തിൽ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ പഠിക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഹാസിബു ഖബല അൻ തുഹാസബു, ഹാസിബു അൻഫുസകും ഖബല അൻ തുഹാസബു വസ്നു അഅമാലകും ഖബല അൻ തുസനു. നിങ്ങളെ നാളെ വിചാരണ ചെയ്യുന്നതിന് മുമ്പ് സ്വയം നിങ്ങളൊന്ന് വിചാരണ ചെയ്യണം. നാളെ പടച്ചുറപ്പ് മഹ്ശറ ലോകത്ത് വെച്ച് നിങ്ങളുടെ കർമ്മങ്ങളൊക്കെയും തൂക്കി നോക്കുന്നതിന് മുമ്പ് ദുനിയാവിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങൾ സ്വയം തന്നെ തൂക്കി നോക്കണം. തീർന്നില്ല, പിന്നീട് അദ്ദേഹം പറയുന്നത്, ഇന്ന് ഭൂമി ലോകത്ത് വെച്ച് നിങ്ങളുടെ കഴിഞ്ഞു പോയ കാലത്തെ കുറിച്ച്, കഴിഞ്ഞ ഇന്നലകളെ കുറിച്ച്, കഴിഞ്ഞ പ്രവർത്തനങ്ങളെ കുറിച്ച് നിങ്ങൾ വിചാരണ ചെയ്യുകയാണെങ്കിൽ നാളെ നിങ്ങൾക്ക് നിങ്ങളെ വിചാരണ എളുപ്പമാക്കാൻ കഴിയും. വരാനിരിക്കുന്ന ഒന്നും മറച്ചു വെക്കാത്തൊരു പ്രദർശന ദിവസത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്ത മുഴുവൻ പ്രവർത്തനങ്ങളെയും പടച്ചിറപ്പ് കോടാനുകോടി മനുഷ്യരെ മുമ്പിൽ വെച്ചിട്ട് ഒരു വലിയ സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്ന ചില ആളുകളെ വഷളാക്കുന്ന രംഗം വരാനുണ്ട്. അത്തരം ഒരു ദിവസത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നിരന്തരമായ വിചാരണയിലൂടെ, ചോദ്യം ചെയ്യലിലൂടെ നിങ്ങൾ ഇവിടെ നിന്ന് തന്നെ അലങ്കാരമുള്ളതാക്കി മാറ്റുക എന്നൊക്കെ അദ്ദേഹത്തെ പോലുള്ള മഹാന്മാര് പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത്, സ്വന്തം ജീവിതത്തെ, കഴിഞ്ഞുപോയ ഇന്നലകളെ, സ്വന്തം ജീവിതത്തെ നിരന്തരമായി വിചാരണ നടത്തുക എന്ന് പറയുന്നത് വിശ്വാസിയുടെ സ്വഭാവമാണ്, പ്രകൃതമാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചു വരുന്നത്. പ്രിയമുള്ളവരെ, വിശുദ്ധ റമദാനിലെ 24 ദിനരാത്രങ്ങളെ പൂർത്തിയാക്കി ഇവിടെ സമ്മേളിച്ചെന്ന് നമ്മൾ, ഞാനും നിങ്ങളുമൊക്കെ വിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് മറുപടി കണ്ടെത്താൻ ഈ കഴിഞ്ഞ 24 ദിവസങ്ങളിലൂടെ കഴിഞ്ഞോ എന്ന് നമ്മൾ ആലോചിക്കണം. വിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്.
ആ പറഞ്ഞ ആയത്തിന്റെ തുടക്കവും ഒടുക്കവും പടച്ചറബ് പറഞ്ഞത് വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും പടച്ചറബ് അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ പറഞ്ഞ വർത്തമാനം എന്താ പറഞ്ഞത്? നിങ്ങൾ നാളേക്ക് വേണ്ടി എന്താണ് തയ്യാർ ചെയ്ത് വെച്ചിട്ടുള്ളത്? നാളെ വരാനിരിക്കുന്ന ഒരു ലോകത്തിന് വേണ്ടി നിങ്ങൾ എന്താണ് ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, ഒരുക്കൂട്ടി വെച്ചിട്ടുള്ളത് എന്ന ചോദ്യത്തിന്റെ തുടക്കവും ഒടുക്കവും അള്ളാഹ് സൂചിപ്പിച്ചത് എന്താണെന്ന് അറിയോ? വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ നമ്മൾ ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ട്, നമ്മൾ ഒരുപാട് ഒരുക്കൂട്ടി വെച്ചിട്ടുണ്ട്. നാളെയും മറ്റന്നാളും ഒരുപക്ഷെ നമ്മുടെ മക്കൾക്കും പേരക്കുട്ടികൾക്കുമൊക്കെ നമ്മൾ മരണപ്പെട്ടു പോയാലും അവർക്കൊക്കെയും ജീവിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള സമ്പത്ത് നമ്മൾ ദുനിയാവിൽ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. ഒരുപാട് ബാങ്കുകളിൽ നമ്മൾ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്, പല കച്ചവട സ്ഥാപനങ്ങളിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഖുർആന്റെ ചോദ്യം, വരാനിരിക്കുന്ന പരലോക ജീവിതത്തിന് വേണ്ടി, മഹ്ശറാലോകത്തിന് വേണ്ടി നിങ്ങൾ എന്താണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, നിങ്ങൾ എന്താണ് ഒരുക്കൂട്ടി വെച്ചിട്ടുള്ളത്? ഈ ചോദ്യത്തിന് കൃത്യമായി മറുപടി കണ്ടെത്താൻ കഴിഞ്ഞ 24 ദിവസങ്ങളെ കൊണ്ട് എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞോ എന്ന് ഞാനും നിങ്ങളും ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ 25ാമത്തെ ദിനത്തിലേക്ക് പ്രവേശിച്ച് ഇവിടെ ഒത്തുകൂടിയ നമ്മുടെ മാനസികാവസ്ഥ ഇപ്പോൾ എങ്ങനെയുള്ളതാണ്? പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കണം. തിരിഞ്ഞു നോക്കുമ്പോൾ, കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സുന്ദരമായ നിമിഷങ്ങളും നന്മകളെ കൊണ്ട് ധന്യമാക്കിയ സുന്ദരമായ മുഹൂർത്തങ്ങളും അനുഭവങ്ങളുമാണോ നമുക്കുള്ളത്? അതല്ല, കഴിഞ്ഞ ദിനരാത്രങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ, പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കുമ്പോ നിരാശയും കുറ്റബോധവും തളം കെട്ടി നിൽക്കുന്ന, വിറങ്ങലിച്ച തൊണ്ട വരണ്ടു പോകുന്ന മാനസികാവസ്ഥയാണോ ഈ ഇരിക്കമുള്ളത്? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. സമുദായത്തിനകത്ത് പ്രത്യേകിച്ച് ഇപ്പോ ചില ആളുകളെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. ചില ആളുകളെയൊക്കെ മുഖങ്ങൾ പ്രസന്നമായിരിക്കും, സന്തോഷകരമായിരിക്കും. കാരണം അവർ സംതൃപ്തരാണ്. ഇന്നലെ വരെ 24 ദിവസം റമദാൻ എന്ന് പറയുന്ന വിരുന്നുകാരനെ സ്വീകരിച്ചുകൊണ്ട് ഊട്ടിയത് സൽക്കർമ്മങ്ങളെ കൊണ്ടായിരുന്നു, ഇബാദത്തുകളെ കൊണ്ടായിരുന്നു. അതുകൊണ്ട് ചില മുഖങ്ങളൊക്കെ പ്രസന്നമാണ്. ചില മുഖങ്ങളൊക്കെ പ്രസന്നമാണ്, അവർ സന്തോഷത്തിലാണ്. കാരണം ഇന്നലെയല്ല, ഇന്ന് വൈകുന്നേരം വരെയും ചെയ്തു കൂട്ടിയ ആരാധനകളും ഇബാദത്തുകളും അതിന്റെയൊക്കെ കണക്ക് അവരെങ്ങനെ കൂട്ടി നിൽക്കുമ്പോ അവർക്ക് പ്രതീക്ഷയുണ്ട്, ആശ്വാസമുണ്ട്. ഞങ്ങളെയും കാത്തുകൊണ്ട് സ്വർഗമതാ അവിടെ കാത്തിരിക്കുകയാണ് എന്ന സന്തോഷമാണുള്ളത്. അതേസമയം വേറെ ചില മുഖങ്ങൾ അത് ദുഃഖം കൊണ്ട് തളം കെട്ടി നിൽക്കുകയാണ്, ദുഃഖം കൊണ്ട് വിഷമം കൊണ്ട് തളം കെട്ടി നിൽക്കുകയാണ്. എന്താണ് അവർ ചിന്തിക്കുന്നറിയോ? ചെയ്യാമായിരുന്നു, പോകാമായിരുന്നു, ഒരുപാട് സമയം ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഇങ്ങനെ പലതും ആലോചിച്ചുകൊണ്ട് വിഷമിച്ചിരിക്കുന്ന ആളുകളുമുണ്ട് സമുദായത്തിനകത്ത് ഈ നിമിഷത്തിൽ. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ ദിനങ്ങളെ വെച്ചുകൊണ്ട് ചില ചോദ്യങ്ങൾ നമ്മോട് ചോദിക്കണം. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്കറിയാമല്ലോ, നമ്മുടെ ശരീരത്തിൽ നിന്ന് ജീവൻ അവസാനിച്ചത് മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കേണ്ടുന്ന മറ്റൊരു ലോകമുണ്ട്. അതിനെയാണ് ബർസഖിയായ ജീവിതം എന്ന് പറയുക. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഖബർ ജീവിതം എന്ന് നമ്മൾ പറയും, ഖബർ ജീവിതം എന്ന് നമ്മൾ പറയും. അഥവാ ബർസഖിയായ ജീവിതം അതൊരു ലോകമാണ് പ്രിയമുള്ളവരെ. ഒരാളെ കബറടക്കിയിട്ട് പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി 6 അടി മണ്ണിൽ വെച്ച്, ആ മൂടുകല്ലിൽ വെച്ച് മണ്ണിട്ടിട്ട് അവിടെ നിന്ന് കൂടെയുള്ള ആളുകളൊക്കെ തിരിച്ചു നടക്കുമ്പോ 2 ആളുകൾ അവിടെ ആ കബറിൽ വരാറുണ്ട്. മുൻകർ നക്കീർ എന്ന് പറയുന്ന 2 മലക്കുകൾ വരും. അങ്ങനെ മയ്യത്തിനെ എഴുന്നേൽപ്പിച്ച് അവിടെ ഇരുത്തും. എന്നിട്ട് 3-4 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിന്റെ റബ്ബാരാണ്, നിന്റെ ഇമാമാരാണ്, നിന്റെ പ്രവാചകൻ നബി ആരാണ്, നിന്റെ ദീനേതാണ്, ഇങ്ങനെ ചില ചോദ്യങ്ങളൊക്കെ അവിടെ ചോദിക്കുമെന്നാണ്. അങ്ങനെ ചോദിക്കുമ്പോ എല്ലാത്തിനും കൃത്യമായിട്ട് മറുപടി കൊടുക്കും. ആരെന്നറിയോ? ചില ആളുകൾ. അഥവാ ഇത്തരത്തിൽ കിട്ടുന്ന അസുലഭ അവസരങ്ങളെ നന്മകളെ കൊണ്ട് അതിനെ ധന്യമാക്കിയ ആളുകളുണ്ടല്ലോ, അത്തരം ആളുകൾക്കൊക്കെ അവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മറുപടി കൊടുക്കാൻ കഴിയും.
അങ്ങനെ ഖബറിൽ വെച്ചിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഈ മനുഷ്യൻ മറുപടി കൊടുക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫയുനാദി മുനാദിൻ മിനസ് സമാ, ആകാശത്ത് നിന്ന് ഒരു വിളിയാളന്റെ വിളി വരും എന്ന് പറഞ്ഞാൽ പടച്ചിറപ്പ് വിളിച്ചു പറയുമത്രേ, സ്വദ്ദഖ അബ്ദി, എന്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു, ഫഫ്രിശൂഹു ഫിറാശൻ മിനൽ ജന്ന വൽബിസൂഹു ലിബാസൻ മിനൽ ജന്ന വഫ്തഹൂ ലഹു ബാബൻ മിനൽ ജന്ന, എന്റെ അടിമ സത്യം പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് സ്വർഗത്തിൽ നിന്നൊരു വാതിൽ നിങ്ങൾ തുറന്നു കൊടുക്കണം. എങ്ങോട്ട്? ഖബറിലേക്ക് നിങ്ങൾ തുറന്നു കൊടുക്കണം. മലക്കുകളോട് പറയുകയാണ്, സ്വർഗത്തിൽ നിന്നൊരു വാതിൽ തുറന്നു കൊടുക്കണം, സ്വർഗത്തിന്റെ വിരിപ്പ് നിങ്ങൾ അവന് വിരിച്ചു കൊടുക്കണം, സ്വർഗത്തിലെ വസ്ത്രങ്ങൾ നിങ്ങൾ അവന് ധരിപ്പിച്ചു കൊടുക്കണം. ഇങ്ങനെ അല്ലാഹു മാലാഖമാരോട് പറയുമെന്നാണ് ഹദീസുകളിൽ പഠിക്കാൻ കഴിയും. ഇങ്ങനെ അള്ളാഹുവിന്റെ ഈ ഒരു ഓർഡർ വരുന്നതോടുകൂടി പിന്നെ എന്താ അവിടെ സംഭവിക്കാന്നറിയോ? ആ ഇടുങ്ങുന്ന ഖബറുണ്ടല്ലോ, ആ ഖബറിൽ സ്വർഗത്തിന്റെ സുഗന്ധം, സ്വർഗത്തിന്റെ കുളിർമ അത് ആ ഖബറിലേക്ക് അങ്ങനെ വന്നുകൊണ്ടിരിക്കും. കണ്ണെത്താ ദൂരത്തോളം ആ ഖബർ അങ്ങനെ വിശാലമായി കൊണ്ടിരിക്കും. അവിടെ വെച്ചുകൊണ്ട് മനുഷ്യൻ ചെയ്ത സൽക്കർമ്മങ്ങൾ മുഴുവൻ ഒരു സുന്ദരനായ മനുഷ്യന്റെ രൂപത്തിൽ ഒരു കൂട്ടിന് വേണ്ടി ആ ഖബറിലേക്ക് കൂട്ടായിട്ട് വരുമെന്നാണ്. ഇത് നല്ല മനുഷ്യരെ കുറിച്ചാണ് ഈ പറഞ്ഞത്. ഈ റമദാൻ ഉൾപ്പെടെയുള്ള കിട്ടുന്ന അവസരങ്ങളെയും ആയുസ്സിനെയും ഒക്കെ നന്മ ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയ മനുഷ്യരെ കുറിച്ചാണ് ഈ പറഞ്ഞ ചിത്രീകരണം. പടച്ചിറപ്പ് നമ്മളെ അത്തരം ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കണം, നരകം സ്വർഗം എന്നൊക്കെ പറയുന്നത് എവിടെയോ ഒരു കാലത്തും ഒരു ലോകത്തും അനുഭവിക്കാനുള്ളതല്ല. നമ്മുടെ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് റൂഹിനെ പിടിക്കുന്ന അവസ്ഥ മുതൽ തന്നെ അതിന്റെ തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതാണ് ഖബറിലും അനുഭവിക്കാൻ കഴിയുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, മറ്റൊരു വിഭാഗമുണ്ട് ഖബറിൽ, അവരെ കുറിച്ച് കൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആരാണെങ്കിലും ആരായാലും ശരി, നമ്മളെ ഖബറിൽ കൊണ്ടുപോയി വെച്ചിട്ട് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകുമല്ലോ അവിടെ ആളുകൾ. എത്ര പ്രിയപ്പെട്ടവനാണെങ്കിലും എത്ര വേണ്ടപ്പെട്ടവനാണെങ്കിലും ആ ഖബറിൽ കൊണ്ടുപോയി വെച്ച് 6 അടി മണ്ണിൽ വെച്ചിട്ട് മുഖത്തേക്ക് 3 വീട് മണ്ണ് വാരിയിടുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഈ 25-ാം രാവിലെ പാതിരാത്രിക്ക് പടച്ചിറപ്പിന്റെ ഭവനത്തിൽ അള്ളാന്റെ സ്വർഗം ആഗ്രഹിച്ചിട്ട്, ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ കിട്ടണേ എന്ന് ആഗ്രഹിച്ചിട്ട്, നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് കൊതിച്ചിട്ട് ഉറക്കമൊഴിച്ചിരിക്കുന്ന നമ്മുടെ മനസ്സിലേക്ക് അതൊക്കെ കടന്നു വരണം. മിൻഹാ ഖലഖനാകും, ഈ മണ്ണിൽ നിന്നാ നീ വന്നത്, വഫീഹാ നുഈദുകും, അങ്ങോട്ടാ നീ തിരിച്ചു പോകേണ്ടത്, വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ, ഇനി ഒരിക്കൽ കൂടെ നിന്നതിൽ നിന്ന് പടച്ചിറപ്പ് പുറത്തേക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുഖത്തേക്ക് പ്രിയപ്പെട്ടവർ 3 പിടി മണ്ണ് വാരിയിടുന്ന രംഗങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ 3 പിടി മണ്ണും വാരിയിട്ടിട്ട് തസ്ബീഹ് ചൊല്ലി കൊടുക്കുന്നുണ്ട്. എന്താ തസ്ബീഹ്? അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, പടച്ചിറപ്പേ ആ കൊണ്ടുപോയി വെച്ചവൻ അവൻ എങ്ങനെയുള്ളവനാവട്ടെ, ഒരു പക്ഷേ ഭൂമി ലോകത്ത് ഭൂമിക്ക് മുകളിൽ മണ്ണിന് മുകളിൽ തോന്നിയതുപോലെ ജീവിച്ചവനാകാം. പടച്ചിറപ്പേ സബ്ബിതുഹു ഇൻദ സുആൽ, ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സ്ഥിരത കൊടുക്കണേ റബ്ബേ. അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫദ്, എല്ലാ ഭയപ്പാടിൽ നിന്നും നീ നിർഭയത്വം കൊടുക്കണേ അല്ലാഹ്. ഗഫിർ ലഹു വർഹമു, കാരുണ്യം കാണിക്കണേ റബ്ബേ, പുറത്തു കൊടുക്കണേ അല്ലാഹ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തസ്ബീഹും ചൊല്ലിയിട്ട് അവിടെ നമ്മളൊക്കെ തിരിച്ചു വരുമല്ലോ. ഹദീസുകളിൽ കാണാൻ കഴിയും. അങ്ങനെ തിരിച്ചു വന്നിട്ട് കുറച്ച് കാലടി ഇങ്ങോട്ട് വെക്കുന്നതോടുകൂടി അവിടെ വരുന്നു മലക്കുകൾ. നേരത്തെ പറഞ്ഞതുപോലെ മലക്കുകൾ അവിടെ വരുന്നു, വന്നിട്ട് അവനെ എഴുന്നേൽപ്പിച്ചിരുത്തിയിട്ട് വീണ്ടും നേരത്തെ ചോദിച്ച അതേ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ചോദിക്കുമ്പോ മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ് എന്ന് ചോദിക്കുമ്പോ അവൻ ഉത്തരം പറയാൻ കഴിയുന്നില്ല. അവൻ പറയുന്ന മറുപടി ഹാ ഹാ ലാ അദ്രി, ഹാ, അവൻ അട്ടഹസിക്കുകയാണ്, എനിക്കറിയില്ല. ലോകത്ത് കാലങ്ങളോളം ജീവിച്ചിട്ടും റബ്ബിന്റെ അടിമയായിട്ട് ജീവിച്ചിട്ടും ആരാണ് എന്റെ റബ്ബെന്ന് പറയാൻ അവന്റെ നാവ് കൊണ്ട് കഴിയുന്നില്ല. പ്രിയമുള്ളവരെ, ചോദിക്കുന്നു ആരാണ് നിന്റെ പ്രവാചകൻ, ആരാണ് നിന്റെ ദീൻ? ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഒരൊറ്റ മറുപടിയേ അവൻക്ക് പറയാനുള്ളൂ, ഹാ ഹാ ലാ അദ്രി, എനിക്കറിയില്ലല്ലോ എന്ന അട്ടഹാസം മാത്രമാണ്. ഹദീസുകൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും, അവൻ കേൾക്കുന്നുണ്ട് ഖബറിൽ കിടന്നിട്ട് തന്റെ പ്രിയപ്പെട്ടവർ തന്നെ മണ്ണിൽ വെച്ച് തിരിച്ചു പോകുന്ന ചെരുപ്പിന്റെ കാലടി ശബ്ദം അവൻ ഖബറിൽ കേൾക്കുന്നുണ്ട്. പക്ഷേ അവരാരും തന്നെ സഹായിക്കാൻ വരുന്നില്ല, അവരാരും തന്നെ
എന്നെ സഹായിക്കാൻ വരുന്നില്ല, അതിനോട്ട് പറ്റുകയുമില്ല. അങ്ങനെ ചെരുപ്പിന്റെ വാറടി ശബ്ദം കേൾക്കുമ്പോഴും അടുത്ത ചോദ്യം മലക്ക് ചോദിക്കുകയാണ്, ഉത്തരം കിട്ടുന്നില്ല. ആ സമയത്ത് ഹദീസുകൾ പഠിപ്പിക്കുന്നുണ്ട്, എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ മാലാഖമാർ ഇരുമ്പിന്റെ വലിയ ദണ്ടുപയോഗിച്ചുകൊണ്ട്, കമ്പി ഉപയോഗിച്ചുകൊണ്ട് ഇവന്റെ രണ്ട് ചെവിയുടെയും നടുക്കലടിക്കുകയാണ്. അടിക്കുന്ന സമയം ആ കബറിലേക്ക് അങ്ങനെ താന്നു പോകുമത്രേ. വീണ്ടും അവനെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു, അടുത്ത ചോദ്യം ചോദിക്കുന്നു. ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നാണ് പറയുന്നത്, ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഈ അടികൊള്ളാൻ കഴിയാതെ വരുമ്പോ അവൻ അട്ടഹസിക്കുകയാണ്. ഹദീസുകളിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. വീണ്ടും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് മനുഷ്യരും ജിന്നുകളുമല്ലാത്ത മുഴുവൻ ആളുകൾക്കും അവന്റെ അട്ടഹാസം കേൾക്കാൻ കഴിയുമെന്നാണ്. ആരുടെ അട്ടഹാസം? റബ്ബാരാണെന്ന് ചോദിക്കുമ്പോ, ഇമാം ആരാന്ന് ചോദിക്കുമ്പോ, ദീനേതാന്ന് ചോദിക്കുമ്പോ, ദീനേതാന്ന് ചോദിക്കുമ്പോ മറുപടി പറയാൻ കഴിയാത്ത ഇവന്റെ അട്ടഹാസമുണ്ടല്ലോ. മലക്കുകൾ അവനെ അടിച്ചും തൊഴിച്ചും വീണ്ടും ഉപദ്രവിക്കുമ്പോ അവൻ അനുഭവിക്കുന്ന യാതനയുടെയും വേദനയുടെയും ഒച്ചപ്പാടുണ്ടല്ലോ, അത് ലോകത്ത് രണ്ട് വിഭാഗത്തിനെ കേൾക്കാൻ പറ്റാത്തതുള്ളൂ. ഒന്ന് മനുഷ്യനാണ്, മറ്റൊന്ന് ജിന്നുകൾക്കാണ്. പക്ഷികൾ ഉൾപ്പെടെ, പ്രാണികൾ ഉൾപ്പെടെ, നാൽക്കാലികൾ ഉൾപ്പെടെ മുഴുവൻ സൃഷ്ടിചരാചരങ്ങൾക്കും ആ കബറിനകത്ത് അട്ടഹാസം കേൾക്കാൻ കഴിയുമെന്ന് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നുണ്ട്, മനുഷ്യർക്ക് ആ ശബ്ദം കേൾക്കാൻ കഴിയാത്തത് പടച്ചറബ്ബ് അവർക്ക് കൊടുക്കുന്ന കാരുണ്യമാണെന്നാണ് പറയുന്നത്. കാരണം ആ കബറിൽ കിടക്കുന്ന മനുഷ്യന്റെ നിലവിളി എങ്ങാനും ഒരു മനുഷ്യൻ ഭൂമിക്ക് മുകളിൽ നിന്ന് കേട്ടിരുന്നെങ്കിൽ ഒരു മയ്യത്തിനെ കൊണ്ടും ഒരാൾ പോലും പിന്നെ ആ പള്ളിക്കാട്ടിലേക്ക് പോകുമായിരുന്നില്ല, അവര് ബോധം കെട്ട് വീഴുമായിരുന്നു എന്നൊക്കെ അതിന് മഹാന്മാരായ പണ്ഡിതന്മാര് വിശദീകരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ കബറിൽ കിടത്തിയിട്ട് അള്ളാഹുവിന്റെ മാലാഖമാർ ചോദിക്കുകയാണ് ചോദ്യം. ഭൂമി ലോകത്തൊക്കെ ജീവിക്കുമ്പോ മുസ്ലിം നാമധാരിയായിരുന്നു അവൻ, പക്ഷെ അവൻക്ക് അവന്റെ ദീനേതാന്ന് പറയാൻ കിട്ടുന്നില്ല, പ്രവാചകന്റെ പേര് കിട്ടുന്നില്ല, ഇമാമ ഖുർആനാന്ന് പറയാൻ കിട്ടുന്നില്ല, എന്റെ റബ്ബ് റബ്ബാണ്, പടച്ചവനാണെന്ന് പറയാൻ അവൻക്ക് കിട്ടുന്നില്ല. ഈ സമയം പടച്ച റബ്ബ് മലക്കുകളോട് പറയുന്നൊരു വർത്തമാനമുണ്ട് പ്രിയമുള്ളവരെ. ഫനാദാ ഫയുനാദാ മുനാദിൻ മിനസ് സമാ, ആകാശ ലോകത്ത് നിന്ന് വിളിച്ചു പറയാണ്, കദ്ദബ, അവൻ കള്ളനാണവൻ, കള്ളമാണവൻ പറഞ്ഞിരിക്കുന്നത്. ഭൂമി ലോകത്ത് ഇസ്ലാമിന്റെ അടയാളങ്ങളിട്ട് മുസ്ലിം പേരിട്ട് നടന്ന കള്ളനാണവൻ. അതുകൊണ്ട് കള്ളനാണവൻ, കള്ളമാണവൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് വേണം? നരകത്തിലൊരു വിരിപ്പവന് വിരിച്ചു കൊടുക്കണം. നരകത്തിലെ തീ കൊണ്ടുള്ള വസ്ത്രം അവന് നിങ്ങൾ ധരിപ്പിച്ചു കൊടുക്കണം. നരകത്തിൽ നിന്ന് അവന്റെ ആ കബറിലേക്ക് നിങ്ങൾ ഒരു വാതിൽ തുറന്നു വെക്കണമെന്ന് അള്ളാഹുവിന്റെ മാലാഖമാരോട് പടച്ച റബ്ബ് വിളിച്ചു പറയുമെന്നാണ്. അങ്ങനെ പറയുന്നതോടുകൂടി പ്രിയമുള്ളവരെ, നരകത്തിലെ ആ കഠിനമായ ചൂടുണ്ടല്ലോ, അതിലെ വിഷവാതകങ്ങളുണ്ടല്ലോ, അതൊക്കെ ഈ കബറിലേക്ക് അങ്ങനെ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. കബർ കണ്ടിട്ടില്ലേ നമ്മൾ? ആകപ്പാടെ വീതിയില്ലാത്തൊരു കുഴി, അതാണല്ലോ കബർ. പക്ഷേ ഈ പറയുന്നതോട് കൂടിയിട്ട് ആ ഇടുങ്ങിപ്പിടിച്ച കബർ വീണ്ടും ഇടുങ്ങിയിട്ട് അവന്റെ വാരിയല്ലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോർത്തു പോകുന്ന തരത്തിൽ കബർ അവനെ ഞെരുക്കിക്കൊണ്ടിരിക്കുമെന്നാണ്. മാത്രമല്ല അവസാനം വിരൂപിയായൊരു മനുഷ്യൻ വരികയാണ്. കാണുമ്പോ തന്നെ വൃത്തികെട്ട അവസ്ഥയിലുള്ള, ദുർഗന്ധം വമിക്കുന്ന, കാണാൻ പോലും അറപ്പുളവാക്കുന്ന, നാറ്റം സഹിക്കാൻ വയ്യാത്തൊരു മനുഷ്യൻ അവിടെ വരുമ്പോ ഇവൻ ചോദിക്കുമത്രേ, കബറാളി ചോദിക്കുമത്രേ, ആരാണ് നീ, ആരാണ് നീ? അല്ലെങ്കിലോ പ്രയാസത്തിലാണ്, ദുരിതത്തിലാണ്, എടങ്ങേറിലാണ്, നിന്റെ നാറ്റം സഹിക്കാൻ കഴിയുന്നില്ല, എന്തിനാണ് നീ ഇങ്ങോട്ട് വന്നത്? നിന്നെ കൂടി ഞാൻ സഹിക്കണോ എന്ന് ചോദിക്കുമ്പോ ആ വന്ന മനുഷ്യൻ കബറാളിയോട് കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയോ? ഞാൻ തിരിച്ചു പോകാൻ വന്നവനല്ല, ഭൂമിയിൽ വെച്ചുകൊണ്ട് നീ ചെയ്ത തെമ്മാടിത്തരങ്ങളില്ലേ, നിന്റെ പ്രവർത്തനങ്ങളില്ലേ, റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് നീ കാട്ടിക്കൂട്ടിയ പ്രവർത്തനങ്ങളില്ലേ, ആ പ്രവർത്തനങ്ങളാണ് ഹബീസ, നിന്റെ മോശം പ്രവർത്തനങ്ങളാണ് ഞാൻ തിരിച്ചു പോകാൻ വന്നതല്ല, നിനക്ക് കൂട്ടിന് വന്നതാണ് എന്ന് പറഞ്ഞാൽ അത് കൂട്ടല്ല പ്രിയമുള്ളവരെ, അതൊരു ദുരന്തമാണ്.
രൂപമാണ്, അതൊരു ശിക്ഷയുടെ രൂപം കൂടിയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം അവസ്ഥകളിൽ നിന്നൊക്കെ നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അങ്ങനെ രക്ഷപ്പെടാനുള്ള വഴിയായി ഈ ഇരുത്തവും പറച്ചിലും ഒക്കെ റബ്ബേ ഞങ്ങളിൽ നീ സ്വീകരിക്കണേ തമ്പുരാനെ. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ആ 6 അടി മണ്ണെന്ന വീട്ടിൽ നമ്മുടെ കയ്യും കാലും കുഴിയുമ്പോ ഒഴിഞ്ഞു തരാൻ ആരും വരില്ല സഹോദരിമാരെ. അവിടെ നമ്മുടെ മക്കൾ ഉണ്ടാവൂല, നമ്മുടെ പേരക്കുട്ടികൾ ഉണ്ടാകില്ല, ഭർത്താവ് ഉണ്ടാവില്ല, ഭാര്യ ഉണ്ടാവില്ല, വേലക്കാരുണ്ടാകൂല, ആരും ഉണ്ടാകില്ല. പ്രിയമുള്ളവരെ, ആ ഖബറെന്ന് പറയുന്ന 6 അടി മണ്ണിലെ കൂരിരുട്ടിൽ മലക്കുകളുടെ അടികൊണ്ട് പേടിച്ച് വേദന അനുഭവിക്കുമ്പോ ശ്വാസം കിട്ടുന്നില്ല മോളെ, ഒന്ന് തടവിത്തരോ എന്ന് ചോദിക്കാൻ പ്രിയപ്പെട്ടവരാരും ഉണ്ടാകില്ല. പ്രിയമുള്ളവരെ, ആ 6 അടി മണ്ണിനകത്ത് നമുക്ക് വേണ്ടി സംസാരിക്കാൻ, നമുക്ക് വേണ്ടി ഒന്ന് ശബ്ദമുയർത്താൻ ഒരു ഉറുമ്പ് പോലും അവിടെ വരില്ല എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. ഞാൻ പറയുന്നത് പ്രിയമുള്ളവരെ, ആ 6 അടി മണ്ണിൽ കൂരിരുട്ടിൽ കിടക്കേണ്ടവരാണ് നമ്മൾ. പുഴുവിനും ചിതലുകൾക്കും തിന്നു തീർക്കേണ്ടവരാണ് നമ്മളെ എന്ന് മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, നമ്മളെയൊക്കെയും തനിച്ച് കിടക്കേണ്ടുന്ന ഈ ഖബർ ജീവിതത്തിൽ എന്റെ ചോദ്യം അതാണ്. ഞാൻ ഇത്രയും പറഞ്ഞത് ഈ ഒരു ചോദ്യത്തിന് വേണ്ടിയിട്ടാണ്. നമ്മളൊക്കെയും ഒറ്റക്കൊറ്റയ്ക്ക് തനിച്ച് കിടക്കേണ്ടുന്ന ഈ ഖബർ എന്ന ജീവിതം ഉണ്ടല്ലോ, ആ ഖബർ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ശാന്തിയും ലഭിക്കാൻ, സ്വർഗത്തിൽ നിന്നുള്ള വാതിൽ ആ ഖബറിലേക്ക് തുറന്നു കിട്ടാൻ, നരകത്തിൽ നിന്നുള്ള വാതിലും അതിന്റെ ചൂടും അതിന്റെ ശിക്ഷകളും ആ ഖബറിലേക്ക് തുറക്കാതിരിക്കാൻ ഈ കഴിഞ്ഞ 24 ദിവസങ്ങളിലൂടെ സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കാൻ, നന്മകൾ അധികരിപ്പിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞോ എന്നതാണ് ചോദ്യം. ഇല്ല എങ്കിൽ നമ്മൾ ഭയപ്പെടണം. നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ മഹ്ശറ ലോകത്ത് മാത്രമല്ല ഖബർ ജീവിതത്തിലും ഈ റമദാനും ഖുർആനും ഒക്കെ നമുക്കെതിരെ വിരൽ ചൂണ്ടിക്കൊണ്ടുവരും, എന്ന് സത്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പറയുന്നത്, ഇത്തരം ഒരു വിചാരണ കൂടി നമ്മൾ വിധേയരാകണം. കഴിഞ്ഞ ദിവസങ്ങളിലൂടെ ആ ഖബറിൽ അല്പം വെളിച്ചം കിട്ടാൻ, ആ ഖബറിൽ ഒരു മിന്നാമിരിങ്ങിന്റെ വെളിച്ചത്തിനുള്ള പണിയെങ്കിലും ഞാൻ എടുത്തിട്ടുണ്ടോ റബ്ബേ എന്ന് ചോദിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തണം. ഇല്ല എന്നാണ് മനസ്സ് പറയുന്നതെങ്കിൽ വരും ദിവസങ്ങളെയെങ്കിലും അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തണം എന്നതിനാണ് എന്നോടുകൂടി ഈ ഒരു വർത്തമാനം പറയുന്നത്. അതോടൊപ്പം പ്രിയമുള്ളവരെ മനസ്സിലാക്കണം, രണ്ടാമതായിട്ട് അങ്ങനെ ഖബറിൽ വെച്ച് കഴിഞ്ഞ് ഖിയാമത്ത് നാൾ സംഭവിക്കുമ്പോ സൂറെന്ന കാഹളത്തിൽ ഊതുമ്പോ ഖബറിൽ കിടക്കുന്നവരെല്ലാം എണിച്ചോടുന്നത് എങ്ങോട്ടാണ്? മഹ്ശറയിലേക്കാണല്ലോ ഓടുന്നത്. മഹ്ശറ എന്ന് പറയുന്ന ഒരു വലിയ മൈതാനം പടച്ചറബ് സജ്ജീകരിച്ചിട്ടുണ്ട്. അങ്ങോട്ട് എണിച്ചോടുകയാണ് എല്ലാവരും. വിശുദ്ധ ഖുർആൻ സൂറ യാസീനിലൂടെ അത് വിശദീകരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഞാനും നിങ്ങൾ നമുക്ക് ഓതിക്കൊണ്ടിരിക്കുന്ന സൂറത്താണ് യാസീൻ, നിരന്തരം ഓതിക്കൊണ്ടിരിക്കുന്ന സൂറത്താണ്. പക്ഷേ ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഖിയാമത്ത് നാൾ സംഭവിച്ച് ലോകം മുഴുവൻ തകർന്ന് തരിപ്പണമായി, ആകാശഭൂമിയെല്ലാം തകർന്നു വീണിട്ട് എല്ലാ നാശവും സംഭവിച്ച് തകർന്നു കഴിയുമ്പോ വീണ്ടും സൂറെന്ന കാഹളത്തിൽ ഒരു തവണ കൂടി ഊതും മാലാക. അങ്ങനെ ഊതുമ്പോ ഖബറിൽ കിടക്കുന്നവരൊക്കെ എണിച്ചോടുകയാണ്. ആ ഓടുന്ന രംഗമാണ് പറഞ്ഞത്. അങ്ങനെ ഓടുമ്പോ അവർ ചോദിക്കുന്നുണ്ട്, ഉറക്കത്തിൽ നിന്ന് എണിച്ചോടുന്നത് പോലെ, ഉറക്കച്ചടവിൽ എണിച്ചോടുന്നത് പോലെ എങ്ങട്ടാ ഓടുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. അങ്ങനെയാണല്ലോ ചില ചിത്രീകരണങ്ങളാണത്. നമ്മൾ വളരെ ഡീപ്പായി നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തോ ഒരു ബഹളം കേട്ടാൽ നമ്മളാകപ്പാടെ പേടിച്ചണിച്ചോടും, കിട്ടുന്ന വഴി ഓടൂലേ, എന്താ സംഭവിച്ചതെന്ന് പോലും അറിയൂല. ഇങ്ങനത്തെ ഒരു പശ്ചാത്തലമാണ് അവിടെ ഉള്ളത്. അങ്ങനെ ഈ ആളുകളൊക്കെപ്പാടെ ഖബറിൽ നിന്ന് എണിച്ചോടുമ്പോ ആളുകൾ പറയുന്നുണ്ട്, ആരാ ഞങ്ങളെ എഴുന്നേൽപ്പിച്ചത്, ആരാ ഞങ്ങളെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തിയത് എന്നൊക്കെ ചോദിച്ചിട്ട് അവരങ്ങനെ പരസ്പരം ചോദിച്ചുകൊണ്ട് അങ്ങനെ ഒരു ലക്ഷ്യമാക്കി ഓടുകയാണ്, മഹ്ശറയിലേക്ക് ഓടുകയാണ്. ഈ സമയം ചില ആളുകൾ പറയുന്നുണ്ട്, ഉറക്കത്തിൽ നിന്ന് വിളിച്ചതല്ല, ലോകത്ത് പ്രവാചകന്മാർ നിങ്ങളെ പഠിപ്പിച്ചില്ലേ ഒരു ലോകം വരാനുണ്ടെന്ന്, ഒരു മഹ്ശറ
മഹ്ശറാ ലോകമുണ്ടെന്ന് അനുഭവിക്കേണ്ടതുണ്ട് എന്ന് ആ ദിനമാണ് വന്നിരിക്കുന്നത്. ഇത് റബ്ബിന്റെ വാഗ്ദാനം പുലർന്നിരിക്കുകയാണ്. അങ്ങോട്ടാണ് ഈ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഖബറിൽ നിന്ന് മഹ്ശറയിലേക്ക് ഓടുന്ന രംഗം വിശുദ്ധ ഖുർആൻ ചിത്രീകരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയമുള്ളവരെ, സത്യവിശ്വാസികൾക്ക് പോലും അടിവരയിടണം. സ്വർഗമാണ് ലക്ഷ്യമാക്കി മുന്നോട്ട് പോയ സ്വർഗം ലഭിക്കുമെന്ന് അള്ളാഹു കൊടുത്തിട്ടുള്ള സ്വർഗാവകാശികൾക്ക് പോലും പ്രയാസം ഉണ്ടാക്കുന്ന ഒരു രംഗമാണ് മഹ്ശറ എന്ന് പറയുന്നത്. മഹ്ശറ എന്ന് പറയുന്നത് എന്താണ് മഹ്ശറ എന്ന്, അവിടുത്തെ അവസ്ഥകൾ എന്താ എന്നൊക്കെ നമ്മൾ വേറെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. നമ്മുടെ പ്രിയപ്പെട്ടവരെയും കൂട്ടുകാരെയും മാത്രമല്ല, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും പണയം തരാം, പകരം തരാം, എന്നെ രക്ഷപ്പെടുത്തോ റബ്ബേ എന്ന് ചോദിക്കുന്ന രംഗം മഹ്ശറയിൽ വരാനുണ്ട്. വലാ യസ്അലു ഹമീമുൻ ഹമീമാ യുബസ്റൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദീ മിൻ അദാബി യൗമഇദിൻ ബിബനീ വസ്വാഹിബതിഹി വഅഖീ വഫസീലതിഹി അല്ലതി തുഅവി വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജി. മഹ്ശറ ലോകത്തെ രംഗമാണത്. അവിടുത്തെ അവസ്ഥ സഹിക്കാൻ വയ്യാനിട്ട് മനുഷ്യര് പടച്ച റബ്ബിനോട് പോയിട്ട് കേഴുന്ന രംഗമാണ് ആ പറയുന്നത്. എന്താണെന്നറിയോ? പടച്ച റബ്ബേ, എന്റെ കുടുംബക്കാരെ തരാ, എന്നെ നീ വിട്ടുതരോ. നമ്മൾ ആലോചിക്കണം, ലോകത്ത് സ്നേഹത്തിലും ഐക്യത്തിലും ജീവിച്ച ആളുകളാ പോയിട്ട് പറയുന്നത്, പടച്ച റബ്ബേ, എന്റെ കുടുംബക്കാരെ ഞാൻ പകരം തരാം, എന്റെ വാപ്പാനെ ഞാൻ പകരം തരാം, എന്റെ ഉമ്മാനെ ഞാൻ പകരം തരാം, എന്റെ ഭാര്യയെ ഞാൻ പകരം തരാം, എന്റെ ജീവിതത്തിന്റെ പാതിയായിരുന്ന ഭർത്താവിനെ ഞാൻ പകരം തരാം, എന്റെ നെഞ്ചിലെ കരളിന്റെ കഷ്ണമായിരുന്ന എന്റെ മക്കളെ ഞാൻ പകരം തരാം. തീർന്നില്ല. പറ്റൂലെങ്കിൽ പടച്ചോനെ, ഭൂമി ലോകത്തുള്ള കോടി മനുഷ്യരെ എനിക്ക് പകരം ഞാൻ തരാം, പണയമായിട്ട് തരാം, എന്നെയൊന്ന് രക്ഷപ്പെടുത്തി തരോ പടച്ചോനെ എന്ന് മനുഷ്യൻ ചോദിക്കുന്ന രംഗമാണ് പ്രിയമുള്ളവരെ മഹ്ശറ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ മനസ്സിൽ കടന്നു വരണം. അവിടെ നടക്കുന്ന ചോദ്യങ്ങളുണ്ട്, വിചാരണകളുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരെയും മഹ്ശറിൽ ഒറ്റക്കൊറ്റക്ക് നിർത്തി പടച്ച റബ്ബ് ചോദ്യം ചെയ്യുന്ന രംഗം നമ്മളൊന്ന് മനസ്സിൽ കണ്ടു നോക്കൂ. ഈ സമയത്ത് നമ്മളൊക്കെയും നാളെ പരലോകത്ത് കുട്ടികളില്ല, മക്കളില്ല, കുടുംബമില്ല, അയൽവാസികളില്ല, പ്രിയപ്പെട്ടവരില്ല, ഇന്റിമേറ്റ് ഫ്രണ്ട്സ് ഇല്ല, ആരുമില്ലാതെ ഒറ്റക്കൊറ്റക്ക് ഖുർആൻ പറഞ്ഞല്ലോ, വലഖദ് ജിഅ്തുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ. എങ്ങനെയാണോ നിങ്ങളുടെ ഉമ്മമാരുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഭൂമി ലോകത്തേക്ക് നിങ്ങൾ പിറന്നു വീണത് എന്ന് പറഞ്ഞതുപോലെ, അതിന്റെ വിശദീകരണത്തിൽ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, ചെരുപ്പില്ലാതെ, ഉടുതുണിയില്ലാതെ, ചേലാകർമ്മം ചെയ്യാതെ, കുട്ടികളും മക്കളും ഭാര്യയും ഒരു സഹായിയുമില്ലാതെ തനിച്ചാണ് നാളെ വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരിക എന്നാണ്. ഒരു കാര്യം സാന്ദർഭികമായിട്ട് പറയാം. അപ്പോഴാണ് ചോദിക്കുന്നത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, അല്ല അല്ലാഹുവിന്റെ റസൂലേ, അങ്ങനെ മഹ്ശറ ലോകത്ത് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉടുതുണിയില്ലാതെ നിൽക്കുമ്പോ പരസ്പരം നോക്കൂല റസൂലേ എന്ന് ചോദിച്ചപ്പോ റസൂല് പറഞ്ഞ മറുപടി എന്താ അറിയോ? ആയിഷ, അവിടുത്തെ അവസ്ഥ പരിതാപകരമാണ്. ആയിഷ, പരിതാപകരമാണ്. അവനവന്റെ നഫ്സി എന്ന് പറഞ്ഞിട്ട് അവനവന്റെ ഗതി എന്താണെന്നറിയാതെ പേടിച്ച് ബേജാറായി കാൽമുട്ടുകൾ വിറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ ആരെ നോക്കാനാണ് ആയിഷ എന്നൊക്കെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചില രംഗങ്ങൾ മഹ്ശറയിലുണ്ട് എന്ന് മാത്രമല്ല, മനുഷ്യൻ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളൊക്കെയും എഴുതിയ ഗ്രന്ഥം അത് വായിക്കാൻ കൊടുക്കുന്ന വേറെയും ചില രംഗങ്ങളുണ്ടല്ലോ. ഖുർആൻ പറയുന്ന ചില വർത്തമാനങ്ങളുണ്ട്. ഈ ഭൂമി ലോകത്തൊരു മനുഷ്യൻ ചെയ്തു കൂട്ടിയ മുഴുവൻ കർമ്മങ്ങളും, അത് സൽക്കർമ്മങ്ങളാവട്ടെ ദുഷ്കർമ്മങ്ങളാവട്ടെ, അവന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും എഴുതി വെച്ച മാലാഖമാർ എഴുതി വെച്ച ആ ഗ്രന്ഥം അങ്ങോട്ട് കയ്യിൽ കൊടുക്കുന്ന രംഗമുണ്ട്. അത് കിട്ടുമ്പോ കണ്ണു തുറിച്ച് അന്താളിച്ചിട്ട് മനുഷ്യൻ അന്താളിച്ച് നോക്കിപ്പോകുന്ന കാരണം എന്താ അറിയോ? എന്താണ് അതിന്റെ കണ്ടന്റ് എന്ന് അവൻക്കറിയാം, എന്താണ് അതിലെ ഉള്ളടക്കം എന്ന് എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ഞാൻ ഭൂമി ലോകത്ത് വെച്ചുകൊണ്ട് ചെയ്തു കൂട്ടിയ എല്ലാ തെമ്മാടിത്തരങ്ങളും അതിൽ പച്ചയായിട്ട് ഒരു അക്ഷരം പോലും ഇടാതെ മാലാഖമാർ എഴുതി വെച്ചിട്ടുണ്ട് എന്ന ബോധ്യം എനിക്കുള്ളത് കൊണ്ട് മനുഷ്യൻ അവിടെ കണ്ണു തുറിച്ചുകൊണ്ട് അന്താളിച്ചുകൊണ്ട് നിൽക്കുകയാണെന്നാണ് ഖുർആനിൽ ചിത്രീകരിക്കുന്നുണ്ട്. എന്തൊരു നാശമാണ്, പടച്ച റബ്ബേ,
ഇതെന്തൊരു പുസ്തകമാണ് പടച്ചറബേ. ഒരുപാട് പുസ്തകം ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് നോട്ട് ബുക്കുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് കണക്ക് പുസ്തകങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ദുനിയാവിൽ വെച്ചിട്ട്. പക്ഷേ ഇത് എന്തൊരു പുസ്തകമാണ് റബ്ബേ, ഇങ്ങനത്തെ ഒരു പുസ്തകം ഞാൻ കണ്ടിട്ടില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു കൂട്ടിയ ചെറിയ ചെറിയ ഈച്ചക്കാര്യങ്ങളെ പോലും നീ വിട്ടുപോയിട്ടില്ലല്ലോ അല്ലാ എന്നൊക്കെ പറയുമ്പോ പടച്ചറബ് തിരിച്ചു കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. അതെ, നീ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങളുടെ കൂമ്പാരമാണിത്. ഒന്നും വിട്ടുപോയിട്ടില്ല. ഒന്നും വിട്ടുപോവാതെ എന്റെ മലക്കുകൾ അത് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ വായിച്ചോ, നീ തന്നെ മതി അത് വായിക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് കയ്യിൽ ഗ്രന്ഥം തരുന്ന രംഗം അത് കിട്ടുമ്പോ മനുഷ്യൻ കണ്ണു തെറിച്ച് അന്താളിച്ച് ബേജാറായിട്ട് പടച്ചറബേ മരിച്ചായിരുന്നെങ്കിൽ, മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്ന രംഗങ്ങൾ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ കുറെ രംഗങ്ങളിലൂടെ കടന്നു പോകേണ്ടവരാണ് നമ്മൾ. ഒരിക്കലും ഓടി രക്ഷപ്പെടാൻ പറ്റൂല കേട്ടോ. ഓടി രക്ഷപ്പെടാൻ പറ്റില്ല, ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഈ ഖബറും ഈ മഹ്ശറിയും ഒക്കെ അനുഭവിച്ചും താണ്ടിക്കടന്നും മാത്രമേ അതിനപ്പുറത്തുള്ള നരകമാണെങ്കിൽ നരകം, സ്വർഗമാണെങ്കിൽ സ്വർഗം അങ്ങോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അങ്ങനെ അതും കഴിഞ്ഞ് അള്ളാഹുവിന്റെ കൽപ്പനകൾ ധിക്കരിച്ച കുറ്റവാളികളായ ആളുകളെ ചോദ്യം ചെയ്യാൻ വേണ്ടി മാറ്റി നിർത്തുന്ന രംഗം വിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീനിൽ പഠിപ്പിക്കുന്നുണ്ട്. കുറ്റവാളികളെ നിങ്ങൾ അങ്ങോട്ട് ഇതൊക്കെ വല്ലാത്ത ചില ചിത്രീകരണങ്ങളാ. വിശുദ്ധ ഖുർആനിലെ പല ആയത്തുകളും നമ്മൾ അങ്ങനെ വായിച്ചു പോയാൽ പോരാ, ചിലതൊക്കെ മനസ്സിൽ നമ്മളിങ്ങനെ ഇമേജ് ചെയ്ത് കാണണം. എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് മനുഷ്യരിങ്ങനെ നിൽക്കുമ്പോ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ചില കർമ്മങ്ങളുടെ പേരിൽ ഇങ്ങനെ സ്വർഗം കിട്ടുന്ന പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുക. അപ്പൊ റബ്ബ് വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യാൻ വേണ്ടി വരികയാണ്. ചോദ്യം ചെയ്യാൻ വന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോ ചില ആളുകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അവർക്കൊന്നും ഇവിടെ നിൽക്കാൻ സ്ഥാനമല്ല. പ്രിയമുള്ളവർ, ആ ഗതികേട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ ഗതികേട് നമ്മളൊന്ന് മനസ്സിൽ കണ്ടു നോക്കൂ. നമ്മളെപ്പോഴൊക്കെ ചോദിച്ചത് ചില അല്ലറച്ചില്ലറ ഇബാദത്തുകളുടെ പേരിൽ എനിക്കിപ്പോ കിട്ടും സ്വർഗം എന്ന പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുമ്പോ പടച്ചറബ്, ലോകാധിരാജനായ റബ്ബ് ചോദ്യം ചെയ്യാൻ വന്നിട്ട് ഇങ്ങനെ നോക്കുക. മനുഷ്യരേക്ക് നോക്കിയിട്ട് പറയാണ്, കുറ്റവാളികളായ മനുഷ്യരെ, നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ യാതൊരു അർഹതയും ഇല്ലടോ. നിങ്ങൾ എന്തിനാണ് ഈ കൂട്ടത്തിൽ വന്ന് നിൽക്കുന്നത്? അങ്ങോട്ട് മാറി നിൽക്ക്. നിങ്ങളോട് ചിലതൊക്കെ എനിക്ക് ചോദിക്കാനുണ്ട്, എന്നിട്ട് മതി നിങ്ങളുടെ കാര്യങ്ങൾ എന്നൊക്കെ പറയുന്ന ചില രംഗങ്ങളൊക്കെ പ്രിയമുള്ളവരെ മഹ്ശറാലോകത്ത് വരാനുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഈ മഹ്ശറാലോകത്തെ ഖബർ ജീവിതത്തെ പോലെ തന്നെ ഈ മഹ്ശറാലോകത്തെ വിചാരണയുണ്ടല്ലോ, രക്ഷപ്പെടാൻ പറ്റൂല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ വിത്തിരിൽ പ്രാർത്ഥിക്കുന്നത്, പടച്ചോനെ ഞങ്ങളെ വിചാരണ എളുപ്പാക്കി തരണേ, ഞങ്ങളുടെ കാര്യങ്ങൾ എളുപ്പമാക്കി തരണേ. ഐഷാർദാന ചോദിക്കുന്നുണ്ടല്ലോ, റസൂലെ വിചാരണ കുടുങ്ങിപ്പോകോ റസൂലെ എന്ന രീതിയിൽ ഒരു ചോദ്യം ചോദിച്ചപ്പോ റസൂല് പറഞ്ഞു, ചില ആളുകളെയൊക്കെ അതിങ്ങനെ നോക്കിയിട്ട് വിടും, പക്ഷേ വല്ലവനെയും കാര്യഗൗരവത്തോടുകൂടി പടച്ചവനെന്ന് പിടിക്കാൻ തീരുമാനിച്ചാൽ അവന്റെ കാര്യം കഷ്ടത്തിലാണ് ആയിഷ എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മറുപടി കൊടുക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഈ മഹ്ശറിയിലെ വിചാരണയുണ്ടല്ലോ, ആ വിചാരണ എളുപ്പമാക്കി കിട്ടാൻ പറ്റുന്ന വിധത്തിലുള്ള വല്ല പ്രവർത്തനങ്ങളും, വിചാരണയില്ലാതെ സ്വർഗത്തിൽ പോകാൻ പറ്റുന്ന വല്ല പ്രവർത്തനങ്ങളും, വിചാരണയില്ലാതെ സ്വർഗം തരണേ എന്ന പ്രാർത്ഥനകൾ നിർവഹിക്കാൻ നമുക്ക് കഴിഞ്ഞോ? വിശുദ്ധ റമദാനിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന എണ്ണിച്ചുട്ട ദിവസങ്ങളാണല്ലോ മുമ്പിലൂടെ കടന്നുപോയത്. 24 ദിവസം എത്ര പെട്ടെന്നാ കഴിഞ്ഞു പോയത്. ഇബ്ലീസ് വന്നു, നമ്മൾ പലരും ഖുർആൻ എടുത്തപ്പോ ഇബ്ലീസ് വന്നു, നമ്മൾ പലരും നമസ്കരിക്കാൻ നിന്നപ്പോ ഇബ്ലീസ് വന്നു, പ്രാർത്ഥിക്കാൻ കൈവക്കിയപ്പോഴും ഇബ്ലീസ് പല കോലത്തിലും വന്നു. അങ്ങനെ വന്നിട്ട് നമ്മളെയൊക്കെ തട്ടിയും മാറ്റിയും മുട്ടിയും അതങ്ങനെ മാറ്റി കളഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, കഴിഞ്ഞ 24 ദിവസങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും നമ്മോട് ചോദിക്കണം, ആ മഹ്ശറാ ലോകത്ത് ഉടുതുണിയില്ലാതെ, ചെരുപ്പില്ലാതെ, ഒന്നുമില്ലാതെ ഉമ്മയുടെ വയറ്റിൽ നിന്ന് വന്ന പോലെ അങ്ങനെ ഗതിയില്ലാത്ത അവസ്ഥയിൽ മനുഷ്യന്മാർ അന്താളിച്ചു നിൽക്കുന്ന ലോകത്ത് രക്ഷപ്പെടാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ കർമ്മങ്ങൾ ഇന്നലകളിൽ അവസരം തന്നിട്ടും ഞാൻ ചെയ്യാതെ പോയോ എന്നൊരു ചോദ്യത്തിന് കൂടി നമ്മൾ സമയം കണ്ടെത്തണം. ആണ് എന്നാണ് ഉത്തരമെങ്കിൽ വരും ദിവസങ്ങളിൽ നമ്മളതിനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കണമെന്നാണ് പ്രിയമുള്ളവരെ സൂചിപ്പിച്ചു വരുന്നത്. മൂന്നാമതായിട്ട്, ഈ മഹ്ശറിലെ ചോദ്യവും വിചാരണയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തരുടെയും കർമ്മത്തിനനുസരിച്ച് സ്വർഗവും നരകവും ഒക്കെ ഉള്ളത്.
ഫരീഖും ഫിൽ ജന്ന ഫരീഖും ഫിസ് സഈർ. ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിൽ കൊണ്ടുവരണം. അങ്ങനെ മനുഷ്യരിൽ നമ്മളൊക്കെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞ് ചോദ്യങ്ങൾ കഴിഞ്ഞു, വിചാരണകൾ കഴിഞ്ഞു. അവസാനം അള്ളാന്റെ കൽപ്പനയോട് കൂടിയിട്ട് പറയാണ് ഫരീഖും ഫിൽ ജന്ന വഫരീഖും ഫിസ് സഈർ. ഒരു വിഭാഗം സ്വർഗത്തിലേക്ക് പോയിക്കോ, ദാ നിങ്ങളൊക്കെ നരകത്തിലേക്കാണ്. അങ്ങനെ രണ്ട് വിഭാഗത്തെയും രണ്ട് വഴിയിലേക്ക് മാറ്റിവിടുന്ന രംഗം പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിലൊന്ന് കടന്നു വരണം. അതൊക്കെ വന്നിട്ട് ഇങ്ങനെ അല്ലാഹുമ്മ അഅ്തിഖ്നാ മിനന്നാർ അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോ ഇത്തരം രംഗങ്ങളൊക്കെ മനസ്സിൽ വരുമ്പോഴാ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരങ്ങനെ ധാരധാരയായിട്ട് ഒഴുകുക. നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ, നരകമെന്ന് പറയുന്നത് അത് ഭീകരമാണ്, അത് ബീഭത്സമാണ്. ഒരുപക്ഷെ നമ്മുടെ കണക്കുകൂട്ടൽ പോലെയൊന്നുമല്ല നരകം, അതിനപ്പുറമാണ് നരകം. റബ്ബ് നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മൾ മനസ്സിലാക്കണം, 38-39 ഡിഗ്രി ചൂടായിപ്പോ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് 2016 എന്റെ ഓർമ്മ. കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ 41.9 വരെയൊക്കെ ചൂട് കയറി വന്നത്. ആ വെറും 41 ഡിഗ്രി പോലും ചൂട് സഹിക്കാൻ കഴിയാതെ നമുക്ക് എങ്ങനെയാണ് പ്രിയമുള്ളവരെ നരകത്തിന്റെ ഒരു ധൂളി പോലും സഹിക്കാൻ സാധിക്കുമോ? സാധ്യമല്ല, ഒരു സംശയ കാര്യത്തിലില്ല. അടുക്കളയിൽ പണിയെടുക്കുന്നവരല്ലേ നമ്മൾ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അറിയാതൊന്ന് കൈ പാത്രത്തിൽ മുട്ടിക്കഴിഞ്ഞാൽ, തിളച്ച വെള്ളമൊന്ന് ശരീരത്തിലേക്ക് തെറിച്ചു കഴിഞ്ഞാൽ, ഒരു തീപ്പൊരി എങ്ങാനും മേത്ത് തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന അസ്വസ്ഥത എന്താണ്? ഇതൊക്കെ വെച്ച് വേണം നമ്മൾ ആലോചിക്കാൻ. നാളെ പടച്ച റബ്ബിന്റെ കത്തിയാളുന്ന നരകണ്ടല്ലോ, ആ നരകം അനുഭവിക്കേണ്ടി വന്നാൽ അത് വല്ലാത്തൊരു ഗതികേടായിരിക്കും, വല്ലാത്തൊരു ദൗർഭാഗ്യമായിരിക്കും. വിശുദ്ധ ഖുർആൻ പലതരത്തിലും മുന്നറിയിപ്പ് നൽകിയ മഹാമാരിയാണ് നരകം എന്ന് പറയുന്നത്. എന്നൊരു ആയത്തിന്റെ വിശുദ്ധ ഖുർആനിൽ അതാ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന തീയിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ആളിക്കത്തുന്ന തരകാഗ്നിയെ കുറിച്ച് ഞാൻ നിങ്ങൾക്കിതാ മുന്നറിയിപ്പ് നൽകുന്നു. വളരെ ദൗർഭാഗ്യവാനല്ലാതെ അതിൽ കിടന്നരികയില്ല. ഈ അർത്ഥം വരുന്ന ഈ ആയത്തുണ്ടല്ലോ, ഈ ആയത്ത് അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഇരുന്നു കൊണ്ട് ആവർത്തിച്ചുകൊണ്ട് ഇങ്ങനെ ഓതുന്തോറും ശബ്ദം കൂടി വന്നു. നരകത്തിലെത്തി. അത് അതിമാരകമാണ്, അത് ഭീകരമാണ്, അത് കത്തിജ്വലിക്കുന്ന തീയാണ്. ഈ ആയത്തിങ്ങനെ ഓതി ശബ്ദം കൂടി വന്നപ്പോ മദീനയിലെ അങ്ങാടിയിൽ നിന്ന് ആളുകൾ ഇത് കേട്ട് പള്ളിയിലേക്ക് ഓടി വന്നു, പള്ളിയിൽ ഓടിക്കൂടി എന്ന് ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് പ്രിയമുള്ളവരെ, നരകമുണ്ടല്ലോ, അത് പറയുന്നത് പോലെയല്ല, നമ്മുടെ കണക്കുകൂട്ടലുകൾക്കും അപ്പുറത്തുള്ള സംവിധാനമാണ്. നരകത്തിന്റെ തീ അത് ഭീകരമാണ്. ഖുർആൻ പല തരത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. നാറുല്ലാഹിൽ മൂഖദ അല്ലതി തത്വലിഉ അലൽ അഫ്ഇദ. മനുഷ്യന്റെ ശരീരത്തിനകത്തിരിക്കുന്ന ഹൃദയങ്ങളിലേക്ക് വരെ പടർന്നു പിടിക്കുന്ന തീ, കറുകറുത്ത പാറക്കല്ലുകൾ വരെ. നമ്മൾ ആലോചിക്കണം, എപ്പോഴും കേൾക്കുന്ന ഒരു വർത്തമാനമാണിത്. കറുത്ത പാറക്കല്ലുകൾ. ഭൂമിലോകത്ത് എത്ര വലിയ തീപിടുത്തമുണ്ടായാലും മനുഷ്യർ വന്ന് കരിഞ്ഞു പോകും, പ്ലാസ്റ്റിക് കരിഞ്ഞു പോകും, ഇരുമ്പ് പോലും പഴുത്ത് ഇല്ലാതാകും ഒരു പക്ഷേ കറുത്ത പാറക്കല്ലുകൾ കത്താറുണ്ടോ? പലപ്പോഴും ഇല്ലല്ലോ. പക്ഷെ നരകത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മളെപ്പോലുള്ള പച്ച മനുഷ്യന്മാര് ഉണക്ക വിറക് കത്തുന്ന പോലെ കത്തുന്ന നരകം, അതാണ് അതിന്റെ തീ. അതോടൊപ്പം തന്നെ കറുത്ത പാറക്കല്ലുകൾ, കരിങ്കല്ലുകൾ പോലും, ഉറച്ച കരിങ്കല്ലുകൾ പോലും വിറക് കത്തുന്നത് പോലെ കത്തുന്ന നരകം എന്നൊക്കെ വിശുദ്ധ ഖുർആൻ ചിത്രീകരിച്ചത്. ദുനിയാവിലെ തീയിനേക്കാൾ 70 ഇരട്ടി പവറുള്ള തീ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ. കല്ലുകളും മനുഷ്യരും കത്തുന്ന തീ എന്ന് മാത്രമല്ല, തൊലിയും മാംസവും ഒക്കെ ഉരിച്ചു കളയുന്ന തീ എന്ന് ഹദീസുകളിലൂടെ കാണാൻ കഴിയും. മനുഷ്യന്റെ മാംസത്തെ മാത്രമല്ല, പല്ലുകളെ പോലും കരിച്ചു കളയുന്ന രംഗം നിങ്ങളത് ആലോചിച്ച് നോക്കൂ. ഒരു മനുഷ്യൻ തീ കത്തിപ്പിടിച്ച് ഉരുകി കിടക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവരുടെ പല്ലിനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ നരകത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ സഹോദരിമാരെ? ശരീരത്തിലെ അവയവങ്ങളെയും തൊലിയെയും മാംസത്തെയും എല്ലുകളെയും മാത്രമല്ല, മനുഷ്യന്റെ പല്ലുകളെ പോലും കരിച്ചു കളയുന്ന മാരകമായ തീയാണ് നരകത്തിലെ തീ എന്ന് പറയുന്നത്. എന്താ ചെറിയ ശിക്ഷ? തീ കൊണ്ടുള്ള ചെരുപ്പിട്ട് കൊടുക്കുന്നതാണ്. തീ കൊണ്ടുള്ളൊരു ചെരുപ്പിട്ട് കൊടുക്കും. ആ ചെരുപ്പിട്ടതിന്റെ പേരിൽ അടിമുതൽ മുടി വരെ വെള്ളം തിളച്ചു മറിയുന്ന പോലെ തിളച്ചുകൊണ്ടിരിക്കും. അയാളെ വിചാരിക്കുമത്രേ, ഞാനാണ് നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ അനുഭവിക്കുന്നത്, പടച്ചറപ്പേ ആർക്കും ഇത് കൊടുക്കല്ല നാഥാ എന്നാ മനുഷ്യൻ വിചാരിക്കുമെന്ന്. പക്ഷേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം
പഠിപ്പിക്കുന്നു. അതാണ് ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത്. നരകത്തെ കൊണ്ടുവരുന്ന രംഗം റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. 70,000 ചങ്ങല നരകത്തിന്, ഓരോ ചങ്ങലക്കും 70,000 മലക്കുകൾ, ഓരോ ചങ്ങലക്കും 70,000 മലക്കുകൾ. ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് പ്രിയമുള്ളവരെ ആ നരകവും സ്വർഗവും ഒക്കെ സ്വന്തം കണ്ടുകൊണ്ട് നേർക്കുനേരെ കണ്ടുവന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വർത്തമാനമുണ്ട്. ലൗ തഅലമൂന മാ അഅലം ലളഹിക്തും ഖലീല വലബകൈതും കസീറ. പലതരത്തിലും അത് പറയാറുണ്ട്. ലൗ റഅയ്തും മാ റഅയ്തു വലളഹിക്തും ഖലീല വബകൈതും കസീറ. ഞാൻ എന്തോ ഒരിക്കൽ സമയത്ത് സഹാബിമാരെന്തോ തമാശ പറഞ്ഞ് ചിരിച്ചിരുന്നൊരു സമയമാണത്രേ. അങ്ങനെ എന്തോ തമാശ പറഞ്ഞിട്ട് ചിരിച്ചൊരു സമയത്താണ് ഹബീബ് ഈ വർത്തമാനം പറഞ്ഞത് എന്നൊക്കെ റിപ്പോർട്ടിൽ കാണാൻ കഴിയും. എന്താ അതിന്റെ അർത്ഥം? ഞാൻ കണ്ടതെങ്ങാനും നിങ്ങൾ കാണുമായിരുന്നെങ്കിൽ നിങ്ങൾ കുറച്ചു മാത്രം ചിരിക്കുകയും ധാരാളം ധാരാളം കരയുകയും ചെയ്യുമായിരുന്നു. ധാരാളം ധാരാളം കരയുകയും കുറച്ചു മാത്രം നിങ്ങൾ ചിരിക്കുകയും ചെയ്യുമായിരുന്നു. അവ ചോദിക്കുന്നു, എന്താ റസൂലേ താങ്കൾ കണ്ടത്? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, റഅയ്തുൽ ജന്നത വന്നാർ. ഞാൻ കണ്ടത് നരകത്തെയും സ്വർഗത്തെയുമാണ് എന്ന് അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വർത്തമാനം പറഞ്ഞ രാത്രി ഉണ്ടല്ലോ, ആ രാത്രി അങ്ങനത്തെ ഒരു പ്രസംഗം ഞാൻ പിന്നെ വേറെ കേട്ടിട്ടില്ല. ഈ വാക്കുകൾ കേട്ടതും സ്വഹാബിമാർ തങ്ങളുടെ മുഖവസ്ത്രം കൊണ്ട് മറക്കാൻ തുടങ്ങി, വസ്ത്രം കൊണ്ട് മുഖം മറക്കാൻ തുടങ്ങി. അങ്ങനെ സ്വഹാബിമാർ ഒന്നിച്ച് തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങി എന്നൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും. ഞാൻ പറയുന്നത് പ്രിയമുള്ളവരെ, നരകം എന്ന് പറയുന്നത് അതൊരു പ്രതിസന്ധി തന്നെയാണ്, ഒരു തടസ്സം തന്നെയാണ്. മനുഷ്യന്റെ മുമ്പിൽ വരുന്ന ഒരു പ്രതിസന്ധിയാണ് നരകം എന്നതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ശ്രദ്ധിച്ചു കേൾക്കണേ, ഉത്ലുബുൽ ജന്നത ജുഹദക്കും. നിങ്ങൾ നിങ്ങളുടെ കഴിവിന്റെ പരമാവധി നിങ്ങൾ സ്വർഗത്തെ ചോദിക്കണം. വഹറബൂ മിനന്നാരി ജുഹദക്കും. നിങ്ങൾ കഴിവിന്റെ പരമാവധി നരകത്തിൽ നിന്ന് ഓടിയകലാൻ ശ്രമിക്കണം. ഫഇന്നൽ ജന്നത ലാ യനാമു ത്വാലിബുഹാ. സ്വർഗ്ഗം ആവശ്യമുള്ളവന് ഉറക്കം വരില്ല. ഫഇന്നൻ നാറ ലാ യനാമു ഹാരിബുഹാ. നരകാഗ്നിയിൽ നിന്ന് ഓടിയകലണം എന്ന് ശ്രമിക്കുന്ന, ഓടിയകലണം എന്ന് ആഗ്രഹിക്കുന്നവനും ഉറക്കം വരില്ല എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കണം. നരകത്തിൽ നിന്ന് ഓടിയകലണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ? നിങ്ങൾക്ക് ഉറക്കം വരില്ല, നമുക്ക് ഉറക്കം വരില്ല. നമുക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഈ രാത്രിയെ കുറിച്ചല്ല പറയുന്നത്. ജീവിതത്തിൽ നമ്മൾ ഉറക്കമാണ് കൂടുതലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കോളൂ, ബോധപൂർവം ഉറക്കത്തിനാണ് നമ്മൾ പരിഗണന കൊടുക്കണമെങ്കിൽ നിങ്ങൾ നരകത്തിൽ നിന്ന് ഓടിയകലാൻ ശ്രമിക്കുന്നില്ലെന്നാണ്. കാരണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉത്ലുബുൽ ജന്നത ജുഹദക്കും. നിങ്ങളുടെ കഴിവിന്റെ പരമാവധി നിങ്ങൾ സ്വർഗത്തെ ചോദിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെയുള്ളവന് ഉറങ്ങാൻ കഴിയില്ല. പരമാവധി നരകത്തിൽ നിന്ന് ഓടിയകലാൻ ശ്രമിക്കണം. അങ്ങനെയുള്ളവനും ഉറങ്ങാൻ കഴിയില്ല എന്നാണ്. പ്രിയമുള്ളവരെ, നരകത്തിന്റെ വ്യത്യസ്തങ്ങളായ രംഗങ്ങൾ കണ്ണിന്റെ മുമ്പിൽ ഇങ്ങനെ മാറി മിന്നി മിനിങ്ങനെ വരുമ്പോ എങ്ങനെയാണ് ഉറക്കം കിട്ടുക? എങ്ങനെയാണ് ഉറങ്ങാൻ കഴിയുക? അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബികളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് പറഞ്ഞല്ലോ, ഒരു കാരക്ക ചീന്ത് കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തിന് രക്ഷപ്പെടണം. ഒരു കാരക്ക ചീന്ത് കൊണ്ടെങ്കിലും നരകത്തിന് രക്ഷപ്പെടണം. എവിടെയാണ് പറയുന്നത് അറിയോ? വിലപിടിപ്പുള്ള മുന്തിയ ഈത്തപ്പഴങ്ങൾ സുലഭമായി കിട്ടുന്ന, ഈത്തപ്പന കായ്ക്കുന്ന എസ്റ്റേറ്റുകളുള്ള ഒരു നാട്ടിൽ നിന്നുകൊണ്ട് റസൂല് പറയാണ്, ഉണക്കക്കാരക്ക ഉണ്ടല്ലോ, ഉണക്കക്കാരക്ക, ആ കാരക്കയുടെ ഒരു ചീന്ത്, ഒരു കഷ്ണം കൊടുത്തിട്ടെങ്കിലും നിങ്ങൾ നരകത്തിൽ നിന്ന് തടയാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ ശ്രമിച്ചോ എന്നൊക്കെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നരകം എന്ന് പറയുന്നത് ഒരു വലിയ പ്രതിസന്ധിയാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ആ അർത്ഥത്തിലൊക്കെ അതിനെ കാണാനും മനസ്സിലാക്കാനൊക്കെ നമുക്ക് കഴിയണം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരാൾ 3 തവണ നരകത്തിൽ നിന്ന് മോചനം ചോദിച്ചാൽ, സ്വർഗം തരണമേ എന്ന് 3 തവണ ഒരാൾ അല്ലാഹുവിനോട് ചോദിച്ചാൽ, ആ നരകവും സ്വർഗവും ഒക്കെ പടച്ച റബ്ബിനോട് അവന് വേണ്ടി ശുപാർശ ചെയ്യുമെന്ന ഹദീസിൽ നമുക്ക് പ്രതീക്ഷയുടെ വർത്തമാനങ്ങളാണ്. നിരാശപ്പെടേണ്ടതില്ല, പ്രതീക്ഷയുടെ നാമ്പുകളാണത്. എന്താ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ആകാശ ലോകത്തേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് നിങ്ങൾ 3 തവണ അല്ലാഹുവോട് അജിർനാ മിനന്നാർ, റബ്ബേ കത്തിയാളുന്ന നരകം സഹിക്കാൻ കഴിയില്ല എനിക്ക്, നീ രക്ഷപ്പെടുത്തണേ എന്ന് നിങ്ങൾ 3 തവണ ചോദിച്ചാൽ ആ നരകം നിങ്ങൾക്ക് വേണ്ടി റബ്ബിനോട് റെക്കമെൻഡ് ചെയ്യുമെന്നാണ്. അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അല്ലാഹുവോട് കൈകൾ ഉയർത്തിയിട്ട് നിങ്ങൾ സ്വർഗത്തെ 3 തവണ ചോദിച്ചാൽ ആ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുമെന്ന് ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ ഇതൊന്നും നമ്മൾ മറന്നു പോകരുത് പ്രിയമുള്ളവരെ. ജീവിതത്തിന്റെ ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ, തിരക്കുകൾക്കിടയിൽ ഇതൊന്നും നമ്മൾ അവഗണിക്കരുതേ എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്.
സൂചിപ്പിക്കുന്നത് വരും ദിവസങ്ങളെയൊക്കെ ആ അർത്ഥത്തിൽ ഇതിനെ കാണാൻ കഴിയണം. ഇബ്നു അബ്ബാസ് പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് പഠിപ്പിക്കുന്നത് പോലെ, ഒരു അധ്യായം, ഒരു സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ ഞങ്ങളെ പഠിപ്പിക്കാറുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണെന്നറിയോ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം വ അഊദു ബിക മിൻ അദാബിൽ ഖബർ. ഈ പ്രാർത്ഥന അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ഖുർആനിൽ നിന്നൊരു ആയത്ത് പഠിപ്പിക്കുന്ന ഗൗരവത്തോടു കൂടി പഠിപ്പിക്കാറുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ വിശുദ്ധ റമദാനിലെ 25ാമത്തെ ഒറ്റരാവിൽ നരകമോചനം ആഗ്രഹിച്ചുകൊണ്ട്, സ്വർഗം കിട്ടണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരുമിച്ച് കൂടിയിരുന്ന സഹോദര സഹോദരിമാരെ, നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൻ നാർ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ. നരക ശിക്ഷയിൽ നിന്ന് കാക്കണേ അല്ലാഹ്, നരകത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്, ഖബർ ശിക്ഷയിൽ നിന്ന് കാക്കണേ അല്ലാഹ് എന്നൊക്കെയുള്ള പ്രാർത്ഥനയുണ്ടല്ലോ, അത് നിസ്സാരമായി കാണേണ്ടതല്ല. അത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടു കൂടി സ്വഹാബയെ കിറാമിനെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ഞാൻ ചോദിക്കുന്നത്, പ്രിയമുള്ളവരെ, വിശുദ്ധ റമദാനിലെ എല്ലാ രാത്രിയിലും എല്ലാ രാവിലും പടച്ചിറപ്പ് ചില ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്നല്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? ആ ലിസ്റ്റിൽ ഇടം പിടിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞോ? ഇന്നലെ വരെ 24 ദിവസങ്ങൾ നമുക്ക് കിട്ടിയിട്ട് പറയത്തക്ക പ്രയാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഈ 24 ദിവസം ജീവിക്കാനുള്ള ആയുസ് കിട്ടിയിട്ടും നോമ്പെടുക്കാൻ കഴിയാത്തവരുണ്ട്, നമസ്കരിക്കാൻ കഴിയാത്തവരുണ്ട്, ആശുപത്രി കിടക്കയിൽ രോഗത്തോട് മല്ലിട്ട് കിടക്കുന്ന, വേദനിച്ച് കിടക്കുന്ന സഹോദരങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളപ്പോഴും അല്ലാഹുവിന്റെ അനുഗ്രഹത്തോടു കൂടി അതിലൊന്നും നമ്മൾ അല്ലാഹ് പെടുത്തിയിട്ടില്ലല്ലോ സഹോദര സഹോദരിമാരെ. ആരോഗ്യം തന്നു, ആയുസ് നൽകി, ആഫിയത്ത് നൽകി. എന്നിട്ടും കഴിഞ്ഞ 24 ദിവസം പടച്ചറബ് ഓരോ ദിവസവും നരകത്തിൽ നിന്ന് കുറച്ച് ആളുകൾ അങ്ങനെ മോചിപ്പിക്കുമ്പോ, ആ കോടിക്കണക്കിന് മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് ചില ആളുകളെ രക്ഷപ്പെടുത്തുമ്പോ എനിക്കും നിങ്ങൾക്കും അതിൽ ഇടം പിടിക്കാൻ, ആ റബ്ബിന്റെ ലിസ്റ്റിൽ ചേരാൻ കഴിഞ്ഞോ എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രവർത്തനങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ചോദിക്കേണ്ടത്. തിരിഞ്ഞു നോക്കുമ്പോ, കഴിഞ്ഞ ദിവസങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോ, ഇല്ല, എന്റെ പ്രവർത്തനങ്ങൾ വെച്ച് നോക്കുമ്പോ, എന്റെ അമലുകൾ വെച്ച് നോക്കുമ്പോ, അങ്ങനെ റബ്ബ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന കോടിക്കണക്കിന് മനുഷ്യരുടെ കൂട്ടത്തിൽ വളരെ ചുരുക്കം ചില ആളുകളാണ്. അതിൽ എനിക്ക് ഇടം പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സ് പറയുന്നതെങ്കിൽ പിന്നെ എന്തെടുക്കുകയായിരുന്നു ഞാനും നിങ്ങളുമൊക്കെ? ഇങ്ങനത്തെ ഒരു സുവർണാവസരം നരകാഗ്നിയിൽ നിന്ന് മനസ്സിലാക്കണം നമ്മൾ. നരകം കെട്ടുകഥയല്ല, സ്വർഗം കെട്ടുകഥയല്ല, ഖബർ ജീവിതം കെട്ടുകഥയല്ല, അനുഭവിക്കേണ്ടുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അതിനാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആകാശലോകത്ത് കൊണ്ടുപോയിട്ട് നേർക്കുനേരെ കണ്ണുകൾ കൊണ്ട് കാണിച്ചു കൊടുത്ത് നമ്മളെ ബോധ്യപ്പെടുത്തി തന്നത്. എന്നിട്ടും എന്തേ പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിനരാത്രങ്ങളിലൂടെ ആ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ല എങ്കിൽ, ചോദിച്ചിട്ടില്ല എങ്കിൽ പിന്നെ എന്തെടുക്കുകയായിരുന്നു കഴിഞ്ഞ ദിനരാത്രങ്ങളിൽ? നാളെ എങ്ങാനും, നാളെ മറ്റന്നാൾ നമ്മൾ മരണപ്പെട്ടു പോയിട്ട് പടച്ചിറപ്പ് വിചാരണ ചെയ്യുമ്പോ, എടോ, ആ റമദാനിനെ, ഈ വിരുന്നുകാരനെ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടണമെന്നൊക്കെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്ന ഒരുപാട് ആളുകളെ അതിന് അവസരം കൊടുക്കാതെ ഞാൻ തിരിച്ചു വിളിച്ചപ്പോ, മരിച്ചു കൊണ്ടുപോയപ്പോ, റൂഹിനെ പിടിച്ചപ്പോ, നിന്നെ ഞാൻ ബാക്കി വെച്ചു എന്നിട്ട് എന്തായിരുന്നടോ നീ കാണിച്ചത്? എന്നിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് ആ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് ചോദിക്കാനുള്ള മനസ്സ് പോലും, സമയം പോലും നിനക്ക് കിട്ടിയില്ല അല്ലേ എന്ന് റബ്ബ് ചോദിക്കുമെങ്കിൽ, ആ ചോദ്യത്തിന്റെ ഇരകളായിട്ട് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും മാറുമോ എന്ന് ഈ പാതിരാ സമയത്ത് റബ്ബിന്റെ ഭവനത്തിൽ ഇരുന്നിട്ട് നമ്മൾ ചോദിക്കണം സ്വന്തം മനസ്സിനോട്. തിരുത്താനുണ്ടെങ്കിൽ തിരുത്തണം, നിരാശപ്പെടേണ്ട കേട്ടോ, നിരാശപ്പെടേണ്ട. ഇനിയുമുണ്ട് ആയുസ് തരികയാണെങ്കിൽ 4-5 ദിവസങ്ങളൊക്കെ ഇനിയും നമ്മുടെ മുമ്പിലുണ്ട്. നിരാശപ്പെടാതെ നഷ്ടപ്പെട്ടതൊക്കെയും ഞാൻ ഈ 4 ദിവസങ്ങളെ കൊണ്ട് തിരിച്ചെടുക്കും എന്ന് തീരുമാനിക്കാൻ, ഈ നിമിഷം നമുക്ക് തീരുമാനിക്കാൻ കഴിയണം. പ്രിയമുള്ളവരെ, നമ്മുടെ വല്ലാത്തൊരാഗ്രഹമാണ് സ്വർഗം എന്ന് പറയുന്നത്, സ്വർഗം ലഭിക്കണം എന്ന് പറയുന്നത്. ആ സ്വർഗത്തിലേക്ക് അടുക്കാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നതുപോലെ തന്നെ ചോദിക്കേണ്ട മറ്റൊരു ചോദ്യമാണ്, ആ സ്വർഗത്തിലേക്ക് നമ്മുടെ ലക്ഷ്യമതാണല്ലോ നമ്മൾ ഈ പറയുന്നത്, ഈ കേൾക്കുന്നത്. നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ എല്ലാം എന്തിനു വേണ്ടിയിട്ടാ? സ്വർഗത്തിന് വേണ്ടിയിട്ടല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രിയമുള്ളവരെ. ആ സ്വർഗമില്ലായിരുന്നു എങ്കിൽ, സ്വർഗം ഒരു അടഞ്ഞ വാതിലായിരുന്നെങ്കിൽ പിന്നെ എന്താ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുള്ളത്?
ലക്ഷ്യമുള്ളത്. അപ്പൊ സ്വർഗമാണ് ലക്ഷ്യം. ആ സ്വർഗത്തിൽ ഒരു ഇടം അല്ല, ചില ഹദീസുകളിൽ പറഞ്ഞതുപോലെ സ്വർഗത്തിന്റെ മണമുണ്ട്, സ്വർഗത്തിന്റെ വാസനയുണ്ട്. എത്രയോ ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറം വരെ ആ സ്വർഗത്തിന്റെ വാസന ഇങ്ങനെ അടിച്ചു വീശിക്കൊണ്ടിരിക്കുമെന്നാണ്. ആ സ്വർഗത്തിന്റെ വാസനയെങ്കിലും കിട്ടണേ എന്ന് കൊതിക്കുന്നവരല്ലേ നമ്മൾ, കൊതിക്കുന്നവരല്ലേ നമ്മൾ, പ്രാർത്ഥിക്കുന്നവരല്ലേ നമ്മൾ, ആഗ്രഹിക്കുന്നവരല്ലേ നമ്മൾ. അങ്ങനെയുള്ള സ്വർഗം കിട്ടാൻ, അത് കരസ്ഥമാക്കാൻ, അതിൽ ഇടം പിടിക്കാൻ, അതിൽ സീറ്റ് നേടാൻ, ആ സ്വർഗത്തിലേക്ക് റിസർവേഷൻ ചെയ്യാനുള്ള അസുലഭ അവസരം റബ്ബ് തന്നിട്ട് ആ സ്വർഗത്തിലേക്ക് എത്ര അടുക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞു എന്നത് നമ്മൾ ചോദിക്കേണ്ട മറ്റൊരു ചോദ്യമാണ്. ഒരിക്കലും മരണമില്ലാത്ത ആ ലോകത്ത് എന്റെ അവസ്ഥ എന്തായിരിക്കും? സ്വർഗം കിട്ടില്ല റബ്ബേ, ഇത് നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കണം. അങ്ങനത്തെ വല്ല ബേജാറുമുണ്ടോ നമുക്ക്? ദുനിയാവിൽ പലതും നഷ്ടപ്പെടുമ്പോ നമുക്ക് ടെൻഷൻ ഉണ്ട്, അസ്വസ്ഥത ഉണ്ട്, ബേജാറുണ്ട്, കരയാറുണ്ട്, നമ്മള് ചിന്തിക്കാറുണ്ട്, മാനസിക നില തെറ്റാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, വരാനിരിക്കുന്ന പരലോക ജീവിതത്തിൽ ശാശ്വതമായി കിട്ടേണ്ടുന്ന സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗം പടച്ച റബ്ബേ, മരണമില്ലാത്ത ആ ലോകത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ആ സ്വർഗം എനിക്ക് കിട്ടൂലേ റബ്ബേ എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടില്ലേ ഒരുപാട് തവണ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആരാണെന്നറിയോ? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബിയ. ആ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ അസ്വസ്ഥനായിരിക്കുകയാണ്, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ കരയുന്നത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം കൊടുത്ത മറുപടി എന്താണെന്നറിയോ? അള്ളാഹു അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ ഇമേജ് ചെയ്യാൻ. എന്താ ഇമേജ് ചെയ്യുന്നത്? നാളെ മഹ്ശറ ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യർ നിൽക്കുമ്പോ അള്ളാഹ് പറയാണ്, ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും സ്വർഗത്തിലേക്ക് പോയിക്കോ, ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും സ്വർഗത്തിലേക്ക് പോയിക്കോ എന്നെങ്ങാനും അള്ള പറഞ്ഞാൽ ആ ഒരാളെങ്ങാനും ഞാനായിരിക്കുമോ റബ്ബേ എന്ന ബേജാറ് കൊണ്ട് പൊട്ടിക്കരിയുന്ന ഉമറുൽ ഫാറൂഖ് എന്ന സഹാബി വര്യൻ. ഞാൻ ചോദിക്കട്ടെ, തമാശക്കെങ്കിലും നമ്മുടെ മനസ്സിൽ അത്തരം ഒരു ചിന്ത വന്നിട്ടുണ്ടോ? അവരുടെ ഇമേജുകൾ, അവരുടെ ചിന്തകൾ, അവരുടെ കാഴ്ചപ്പാടുകൾ, അവരുടെ ആലോചനകൾ അങ്ങനെയായിരുന്നു പ്രിയമുള്ളവരെ. സ്വർഗത്തിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട്, നരകത്തിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട്, മഹ്ശറയിലേക്കും പരലോക ജീവിതത്തിലേക്കും ബന്ധിപ്പിച്ചുകൊണ്ടായിരുന്നു അവരുടെ ചിന്തകളും അവരുടെ ആലോചനകളും ഒക്കെ. അതുകൊണ്ട് അദ്ദേഹം ചിന്തിക്കുകയാണ്, റബ്ബെങ്ങാനും നാളെ കോടിക്കണക്കിന്, ഞാൻ ആവർത്തിക്കുകയാണ്, കോടിക്കണക്കിന് മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹ് പറയാ, ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും സ്വർഗത്തിൽ പോയിക്കൊന്ന് പറഞ്ഞാൽ ആ ഒരാളെങ്ങാനും റബ്ബേ ഞാനായി പോകുമോ, ഞാനായിരിക്കുമോ എന്ന ബേജാറ് കൊണ്ട് പൊട്ടിക്കരയുന്നു. ആരാണെന്നറിയോ? സ്വർഗം ഗ്യാരണ്ടി കിട്ടിയ സഹാബിയാണ്. അത് നമ്മൾ മറന്നു പോകരുത്. ഇതൊക്കെ വെച്ചുകൊണ്ട് വേണം നമ്മൾ നമ്മളെ ആലോചിക്കാൻ, നമ്മൾ നമ്മളെ വിലയിരുത്താൻ. പ്രിയമുള്ളവരെ, ഒരു ദിവസം നമ്മുടെ ശരീരമൊക്കെ നിശ്ചലാകും. ഈ കാണുന്നൊന്നും ഉണ്ടാകൂല കേട്ടോ, ഈ ബോധമൊക്കെ നമ്മുടെ മനസ്സിൽ വേണം. ഒരു ദിവസം നമ്മുടെ ശരീരം നിശ്ചലമാകും, കൈകാലുകൾ അനങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും, നാവ് ചലിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ വരും, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത അവസ്ഥ വരും. നമ്മുടെ വസ്ത്രങ്ങളൊക്കെ ആരൊക്കെയോ അഴിച്ചു മാറ്റി എടുക്കും, കിട്ടൂലെങ്കിൽ കത്രിക വെച്ച് കീറിയെടുക്കും, നമ്മളെ കുളിപ്പിച്ച് വൃത്തിയാക്കും, കെട്ടിപ്പൊതിന് 3 കെട്ട്, തുണിയിലാക്കി 3 കെട്ട് കെട്ടും. അങ്ങനെ സുഗന്ധദ്രവ്യങ്ങളൊക്കെ പൂശിയിട്ട് 6 കാലുള്ള കട്ടിലിൽ കയറ്റി 6 അടി മണ്ണിൽ കൊണ്ടുപോയി വെക്കും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ ഓടുമ്പോ ഇതൊന്നും മറന്നു പോകരുത് കേട്ടോ. ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോ ഈ യാഥാർത്ഥ്യമൊന്നും മറന്നു പോകണ്ട. പ്രിയ സഹോദര സഹോദരി, ഞാനും നിങ്ങളൊക്കെ മരിച്ചാ പിന്നെ നമുക്കൊന്നും ആർക്കും വേണ്ടെന്ന് എത്രയും പെട്ടെന്ന് നമ്മളെ വീട്ടിൽ നിന്ന് മാറ്റാനല്ലേ ശ്രമിക്കുക. എന്താ ചിന്തിക്കാന്നറിയോ മക്കള്? സംഗതി ശരിയാ, വാപ്പയ്ക്ക് തന്നെയാ. എന്താ ഭർത്താവ് ചിന്തിക്കണമെന്നറിയോ? എന്റെ ജീവിതത്തിൽ താങ്ങും തണലുമായി നിന്ന് എന്റെ പ്രിയപ്പെട്ടവളാ മരിച്ചു കിടക്കുന്നത്, പക്ഷേ നിവൃത്തിയില്ലല്ലോ, കൊണ്ടുപോയല്ലേ പറ്റൂ, ഇവിടെ വെച്ചേക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ടാ ചോദിക്ക, എപ്പോഴാ എടുക്ക, എത്രയും പെട്ടെന്ന് എടുക്കണം എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്ന് ജീവൻ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ നമുക്കൊന്നൊരു വിലല്ല, ഒരു വിലയും നമുക്കില്ല. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. ഇങ്ങനെയൊക്കെ സംഭവിച്ച് ഇതെല്ലാം കഴിഞ്ഞ് അവസാനം പരലോകത്തെത്തുമ്പോ പ്രിയമുള്ളവരെ, ആർക്കും നമ്മളെ വേണ്ടെങ്കിലും പടച്ചോർക്ക് നമ്മളെ വേണ്ടേ? ആ ചിന്ത നമുക്കുണ്ടോ? ആ സ്വർഗം നമുക്ക് കിട്ടണ്ടേ? ആ സ്വർഗം നമുക്ക് ലഭിക്കേണ്ടതല്ലേ? അള്ളാഹുവിന്റെ ഹബീബ് ഇരിക്കുന്ന സ്വർഗത്തില് നമ്മളും ഇരിക്കണ്ടേ പ്രിയമുള്ളവരെ? അള്ളാഹിന്റെ ഹബീബിനെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ, കേട്ടുകേൾവി മാത്രമേ നമുക്കുള്ളൂ.
സ്വഹാബയെ കിറാം നമ്മൾ കണ്ടിട്ടില്ലല്ലോ, സ്വഹാബയെ കിറാമിനെ കുറിച്ച് കേട്ടേ ഉള്ളൂ നമ്മൾ. ആ സ്വഹാബയെ കിറാമിന്റെ കൂടെ വെറും കേൾവി മാത്രമുള്ള സ്വഹാബയെ കിറാമിന്റെ കൂട്ടത്തിൽ, സിദ്ദീഖീങ്ങളുടെ കൂട്ടത്തിൽ, അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂട്ടത്തിൽ ആ സ്വർഗത്തിൽ നമുക്കും പോകേണ്ടതില്ലേ? ഒരിടം അവിടെ നമുക്കും കിട്ടേണ്ടതില്ലേ? ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നിരന്തരം വരേണ്ട ആലോചനകളും ചിന്തകളും ഒക്കെയാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്നോടുകൂടി ആ സ്വർഗത്തിലേക്ക് ഒരു ചാണെങ്കിലും, ശ്രദ്ധിക്കണം, ഒരു ചാൺ, ഒരു മുഴമെങ്കിലും, ഒരു ചാണെങ്കിലും ഈ 24 ദിവസത്തിലൂടെ ആ സ്വർഗത്തിലേക്ക് നടന്നെടുക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞോ ഇബാദത്തുകളിലൂടെ എന്ന് ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കുകയും ചോദിക്കുകയും ഒക്കെ ചെയ്യണം. സാധാരണഗതിയിൽ മനുഷ്യന്റെ ഒരു പ്രകൃതം ഉണ്ടല്ലോ, നമ്മൾ ഏറ്റവും കൂടുതൽ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധനം കിട്ടാതെ പോകുമ്പോൾ നമ്മളെ മനസ്സ് ബേജാറാകും. കിട്ടൂലേ എന്നുള്ള ടെൻഷൻ വരും. സ്വർഗത്തെ കുറിച്ച് നമുക്ക് അങ്ങനത്തെ ടെൻഷൻ ഉണ്ടായിട്ടുണ്ടോ പ്രിയമുള്ളവരെ? എന്നാലോചിച്ച് നോക്കൂ. നമ്മൾ ജീവിതത്തിൽ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധനം കിട്ടൂലേ എന്നൊരു ബേജാറ് വരുമ്പോ ദുനിയാവിൽ നമ്മൾ കുറെ ടെൻഷൻ അടിച്ചിട്ടുണ്ട്, അസ്വസ്ഥനായിട്ടുണ്ട്, BP കമ്മിയായിട്ടുണ്ട്, BP കൂടി പോയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, സ്വർഗാണല്ലോ നമ്മുടെ ലക്ഷ്യം. ജീവിതത്തിൽ ഈ നിമിഷം വരെ, നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷം വരെ ഒരിക്കലെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ, പടച്ചോനെ ആ സ്വർഗം ഞാൻ എനിക്ക് കിട്ടാതെ പോകുമോ അല്ലാ, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും പടച്ചോനെ ആ സ്വർഗം ഞാൻ എനിക്ക് തരാതെ പോകുമോ റബ്ബേ, നഷ്ടപ്പെട്ടു പോകുമോ പടച്ചോനെ എന്നൊരു ബേജാറോ അസ്വസ്ഥതയോ ടെൻഷനോ നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ഗൗരവത്തോടെ ആലോചിക്കേണ്ടതാണ്. ഇനി അങ്ങനെയല്ല, ഞാനൊക്കെ ഉഷാറാണ്, എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ആർക്കാ സ്വർഗം കിട്ടാം, ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ നമ്മൾ ഇബ്ലീസിന്റെ കണിയിൽ പെട്ടുപോയെന്ന് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ, ഒരു പുരുഷായുസ് മുഴുവൻ ഇബാദത്ത് ചെയ്യാനുള്ള ആരോഗ്യവും ആയുസ്സൊന്നും നമുക്കില്ല എന്ന് നമുക്കറിയാം. ഒരു പുരുഷായുസ് മുഴുവൻ ഇബാദത്ത് ചെയ്യാനുള്ള കഴിവും ആരോഗ്യവും ഇല്ലാത്തവരാണ് നമ്മൾ. പക്ഷേ അതിന് സമാനമായ ചില അവസരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുക്കി തന്നു. ഒരൊറ്റ രാത്രിയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. എന്തിന്? ഒരു പുരുഷായുസ് മുഴുവൻ നമുക്ക് ചെയ്യാൻ കിട്ടാത്തത്ര നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സമയം അല്ലാഹു നമുക്ക് നേടി തന്നിട്ടുണ്ട്. സ്വന്തം വീട്ടിനകത്ത് സുഖസൗകര്യങ്ങളൊക്കെയും ഒഴിവാക്കി, അതൊന്നും വേണ്ടെന്ന് വെച്ച് റബ്ബിന്റെ ഭവനത്തിൽ വന്ന് ഭജനമിരുന്ന് ഇഅ്തികാഫിരുന്ന് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്ന് നമ്മൾ ആലോചിക്കണം. ലൈലത്തുൽ ഖദർ അവസാനത്തെ പത്തിലാണ്. ഇഅ്തികാഫ് എപ്പോഴും ഇരിക്കാമല്ലോ. കഴിഞ്ഞ ദിനരാത്രങ്ങളിൽ പറ്റുമ്പോഴൊക്കെയും അള്ളാഹുവിന്റെ ഭവനത്തിൽ വന്നിട്ട് അങ്ങനെ ഇഅ്തികാഫ് ഇരിക്കാൻ, അവസാനത്തെ പത്തിൽ പ്രത്യേകിച്ചും ആ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞോ എന്ന് കൂടി നമ്മൾ ആലോചിക്കണം. സൗകര്യമുണ്ടായിട്ടും വരാത്ത ചില ആളുകൾ പറഞ്ഞ കാരണങ്ങളുണ്ട്. ഞാൻ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ആലോചിക്കണം. അവസാനത്തെ പത്തിൽ പോലും ഇഅ്തികാഫിനെ കുറിച്ച് ചോദിച്ചപ്പോ ചില ആളുകളൊക്കെ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്നറിയോ? വീട്ടിലെ ഭാര്യ ഒറ്റക്കാണ്, ചൂട് കൂടുതലാണ്, പള്ളിയിൽ കൊതുക് ശല്യമാണ്, അങ്ങനെ പല പല കാരണങ്ങളുമാണ് പല ആളുകളും പറഞ്ഞത്. അങ്ങനെ ഒരുപാട് ആളുകൾ, പ്രായമുള്ളവർ പോലും അള്ളാഹുവിന്റെ ഭവനത്തിൽ വന്ന് ഇഅ്തികാഫിരുന്ന് നമസ്കാരവും ഖുർആൻ പാരായണവും സുജൂദും പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനകളും നിർവഹിക്കുമ്പോൾ തന്റെ ഇടമുള്ള ചുറുചുറുക്കുള്ള ആരോഗ്യമുള്ളവർ പോലും മറുഭാഗത്ത് സുന്ദരമായിട്ട് വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കണം. നീ പള്ളിയിലേക്ക് വരാതെ, ഇഅ്തികാഫിരിക്കാൻ വരാതെ, നീ കൂട്ടിരുന്ന നിന്റെ ഭാര്യയുണ്ടല്ലോ, നിന്റെ ഭർത്താവുണ്ടല്ലോ, അവനും അവളൊക്കെ നാളെ നിന്നെ കൈയൊഴിയുന്ന രംഗം വരാനുണ്ട്. മഹ്ശറിൽ നിന്നെ കാണുമ്പോ വഴിമാറി പോകുന്ന രംഗമുണ്ട്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി. അതങ്ങനെ വിശദീകരിക്കുന്നു, സമയമില്ലാത്തത് കൊണ്ട് ആയത്തുകൾ വിശദീകരിക്കുന്നില്ല. ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഉമ്മാനെ കാണുമ്പോൾ വാപ്പ വേറെ വഴിക്കോടും, മക്കളെ കാണുമ്പോൾ മാതാപിതാക്കൾ വേറെ വഴിക്ക് പോകും. ഉമ്മാനെയും വാപ്പാനെയും കാണുമ്പോൾ മക്കൾ വേറെ വഴിക്ക് പോകണോ, ഭർത്താവിനെ കാണുമ്പോൾ ഭാര്യ വേറെ വഴിക്ക് പോകുന്നു, സുഹൃത്തുക്കളെ കാണുമ്പോൾ സുഹൃത്തുക്കൾ ഓടി അകലുന്നു. അങ്ങനത്തെ ഒരു ദിവസം വരാനുണ്ട്. ഇതൊക്കെ നമ്മളെ മനസ്സിലുണ്ടാകണം. ആർക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ നമ്മുടെ ഇഅ്തികാഫ് മാറ്റിവെച്ചത്, നമ്മുടെ ഇബാദത്തുകൾ മാറ്റിവെച്ചത്, അവരൊന്നും നാളെ നമുക്ക് വേണ്ടിയിട്ട് പരലോകത്ത് വരൂല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി പള്ളിയിൽ ചൂട് കൂടുതലാണ്, കൊതുകിന്റെ ശല്യം കൂടുതലാണ് എന്നൊക്കെയായിരുന്നോ നിങ്ങളുടെ തടസ്സം? നിങ്ങൾ മനസ്സിലാക്കണം. നാളെ കബറെന്ന പച്ച മണ്ണിൽ കൊണ്ടുപോയി വെക്കുമ്പോ അവിടെ ചിതലുണ്ട്, പുഴുക്കളുണ്ട്, ഉറുമ്പുകളുണ്ട്, തേളും പാമ്പും ക്ഷുദ്രജീവികൾ അത് നിന്നെ കൂട്ടം കൂട്ടമായി കടന്നാക്രമിക്കുന്ന രംഗങ്ങളുണ്ട്. ഖബറിൽ വരുന്ന പാമ്പുകളെ കുറിച്ചൊക്കെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. ഇതൊന്നും അറിയാത്തവരാണോ നമ്മൾ? ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണം പ്രിയമുള്ളവരെ. ഒരുപാട് ആളുകൾ
റബ്ബിന്റെ ഭവനങ്ങളിൽ വന്നിരുന്നിട്ട് ഉറക്കമൊഴിച്ച് നമസ്കരിച്ച് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോ നമ്മളിൽ പലരും സുഖമായി വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു. നമ്മുടെ വീടും നമ്മുടെ റൂമും നമ്മുടെ മെത്തയും വിട്ടുപോകാൻ നമ്മുടെ മനസ്സ് നമ്മളെ സമ്മതിച്ചില്ല, അല്ലേ? നാളെ ഖബറിലും മനസ്സിലാക്കണം, അത്തരം ആളുകൾ ഞാനടക്കം എന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിലെ സുഖ സൗകര്യങ്ങൾ ഇത്തികാഫിൽ നിന്ന് നമ്മളെ തടഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നാളെ ഖബറിലും സ്വർഗത്തിലുമൊക്കെ ഇത്തികാഫിരുന്ന് പടച്ച റബ്ബിനോട് ഒറ്റയ്ക്കിരുന്ന് ഇബാദത്തിൽ ഏർപ്പെട്ട ആളുകളുണ്ടല്ലോ. കൊതുകിന്റെ കടി കൊണ്ടിട്ട് ചൂട് സഹിച്ചിട്ട് ഉറക്കമൊഴിച്ചിട്ട് റബ്ബിനോട് ഒറ്റപ്പെട്ടിരുന്ന ആളുകളുണ്ടല്ലോ. അവരൊക്കെ നാളെ സ്വർഗത്തിലും ഖബറിലും സുഖസുന്ദരമായിട്ട് കിടന്നുറങ്ങുമ്പോ നമ്മുടെയൊക്കെ ഉറക്കം നഷ്ടപ്പെടുന്ന ദിനങ്ങളായിട്ട് ഖബറിലെ ദിനങ്ങൾ മാറുമോ എന്ന് ഞാനും നിങ്ങളും ഗൗരവത്തോടുകൂടി ആലോചിക്കണം. അത്തരം ആലോചനകളിൽ നിന്ന് തിരുത്തലുകൾ ഉണ്ടാകണം. ഈ ദിവസം മുതൽ ആ തിരുത്തലുകൾക്ക് നമ്മൾ വിധേയരാകാൻ വേണ്ടിയിട്ടാണ് ഈ വർത്തമാനങ്ങൾ സൂചിപ്പിക്കുന്നത്. സ്വന്തത്തിന് വേണ്ടി ഉറക്കമൊഴിക്കാൻ നമുക്കൊരു തടസ്സവുമില്ല, പക്ഷേ റബ്ബിന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ഉറക്കമൊഴിക്കാൻ നമ്മൾക്ക് കണ്ണുകൾ ഉണ്ടായിരുന്നില്ല. വേറെ ചില ആളുകൾ എന്താ പറഞ്ഞെന്നറിയോ? സമയല്ല എന്നാ പറഞ്ഞത്. ഈത്തിക്കാഫിന് വിളിച്ചപ്പോ, പള്ളിയിൽ വന്ന് ഇരിക്കാൻ പറഞ്ഞപ്പോ, ഒരു ക്ലാസ്സിന് വിളിച്ചപ്പോ, ഒരു പരിപാടിക്ക് വിളിച്ചപ്പോ, തറാവീഹിന് വിളിച്ചപ്പോ ചില ആളുകളൊക്കെ പറഞ്ഞതെന്താ? ഒന്നിനും സമയമില്ല. ഇതൊക്കെ അനുഭവങ്ങളാണ് പങ്കുവെക്കുന്നത്. ഒന്നിനും സമയമില്ല എന്നാ പറഞ്ഞത്. നോക്കൂ പ്രിയമുള്ളവരെ, നാളെ എങ്ങാനും ഇന്ന് സമയമില്ല എന്ന് പറയുന്ന ഓടിക്കൊണ്ടിരിക്കുന്ന, ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരല്ലേ നമ്മൾ? നാളെ എങ്ങാനും നിന്നെ റബ്ബൊന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചിട്ട് ICUവിന്റെ മുന്നിൽ, വെന്റിലേറ്റർ റൂമിന്റെ മുമ്പിൽ താടിക്ക് കൈ കൊടുത്തിട്ട്, തലയ്ക്ക് കൈ കൊടുത്തിട്ട് ചുമരിൽ ചാരി നിൽക്കുന്ന രംഗം നീ എന്ന് ഓർത്തു നോക്കൂ. അപ്പോൾ ഇല്ലാത്ത സമയങ്ങൾ നിങ്ങൾ ഉണ്ടാക്കും. അപ്പൊ നിങ്ങളുടെ സ്ഥാപനം അവിടെ അടച്ചുപൂട്ടി കിടക്കേണ്ടി വരും. അപ്പൊ ഒരു ബേജാറും നിങ്ങൾക്ക് ഉണ്ടാകൂല. ആ പരീക്ഷണങ്ങൾക്കൊന്നും നമ്മൾ കാത്തിരിക്കരുതേ. പടച്ചറബ് നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഇതൊക്കെ ശ്രദ്ധയിൽ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ പാപികളായ അടിമകളായ നമുക്ക് തരാൻ എല്ലാം റബ്ബിന്റെ പക്കൽ ഉണ്ടായിരുന്നു. തരാൻ റബ്ബ് തയ്യാറായിരുന്നു. നമ്മൾ പഠിച്ചില്ലേ? രാവും പകലും റബ്ബ് നമ്മളെ കാത്തിരുന്നു, കൈനീട്ടിയിരുന്നു നമുക്ക് വേണ്ടിയിട്ട്. പക്ഷെ നമ്മളൊക്കെ തിരക്കിലായിരുന്നു. ശ്രദ്ധിക്കണേ, രാവും പകലും ഉടയതമ്പുരാനായ രാജാതിരാജനായ റബ്ബ് നമ്മളെ കാത്തിട്ട് നമ്മളെ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറയുന്നുണ്ടോ എന്ന് നോക്കിയിട്ട്, അങ്ങനെ പറയുന്നവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് റബ്ബ് അവന്റെ 2 കൈകളും നീട്ടിയിട്ട് രാവും പകലും ഇടതടവില്ലാതെ ഇരുന്ന സമയത്ത് നമ്മൾ തിരക്കിലായിരുന്നു, നമ്മൾ ഓട്ടത്തിലായിരുന്നു. ഒന്ന് കൈപൊക്കിയിട്ട് പടച്ച റബ്ബിനോട് ചോദിക്കാൻ പോലും നമുക്ക് കഴിയാതെ പോയില്ലേ? റബ്ബിനോട് കൈകൾ ഉയർത്തിക്കൊണ്ട്, പൊട്ടിക്കരഞ്ഞുകൊണ്ട്, ചുണ്ടുകൾ വിറച്ചുകൊണ്ട്, കൈകൾ ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ചിട്ട് ഇടറുന്ന ശബ്ദത്തോടുകൂടി, ഇടറുന്ന തൊണ്ടയോടുകൂടിയിട്ട് ഗഫൂറായ, വദൂദായ, റഹ്മാനായ റബ്ബിനോട് പാവങ്ങളൊക്കെയും ഏറ്റുപറയാൻ, അങ്ങനെ റബ്ബിന്റെ മുമ്പിൽ കണ്ണുനീരൊലിപ്പിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞോ? ചെയ്തുപോയ തെറ്റുകളൊക്കെയും ഒന്നും മറച്ചു വെക്കാതെ റബ്ബിനോട് ഏറ്റുപറയാൻ കഴിഞ്ഞ ദിനരാത്രങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തിയോ എന്നുകൂടി നമ്മൾ സ്വന്തത്തോട് ചോദിക്കണം. പ്രിയമുള്ളവരെ, നമ്മളാരും പാപസുരക്ഷിതരല്ല, മനുഷ്യരാണല്ലോ. തെറ്റുകൾ സംഭവിക്കും, തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നു, നമ്മളെല്ലാവരും വ്യഭിചാരികളാണ് എന്ന് ഞാൻ പറയില്ല. പക്ഷേ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ ഒരു തിന്മയിലേക്ക് അടുത്തവർ ഒരു പക്ഷേ നമ്മുടെ കൂട്ടത്തിലുണ്ടാകാം. നമ്മളെല്ലാവരും മദ്യപിക്കുന്നവരാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ മദ്യത്തിന്റെ രുചി ആസ്വദിച്ചവർ നമ്മുടെ കൂട്ടത്തിലുണ്ടാകാം. മൊബൈൽ ഫോണിലൂടെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ മൊബൈൽ സ്ക്രീനുകൾ ഒരുപക്ഷെ നാളെ പരലോകത്ത് നമുക്കെതിരെ വരുന്ന രംഗം ഓർത്തു നോക്കൂ നിങ്ങൾ. ആ മൊബൈൽ ഫോണുകൾ റബ്ബ് ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ ഉപയോഗപ്പെടുത്തിയവർ നമ്മുടെ കൂട്ടത്തിലുണ്ടാകാം. ഞാൻ ചോദിക്കുന്നത് പ്രിയമുള്ളവരെ, നമ്മൾ ആരും പാപസുരക്ഷിതരല്ല. പടച്ച റബ്ബിനോട് കൈകൾ ഉയർത്തിയിട്ട്, പടച്ച റബ്ബേ പൊറുക്കണേ റബ്ബേ, എന്നോട് നീ കോപിക്കല്ലേ അല്ലാ, എന്നോട് നീ മാപ്പ് കാണിക്കണേ അല്ലാ എന്ന് പറയാൻ നമുക്ക് കഴിഞ്ഞോ എന്ന് നമ്മൾ ആലോചിക്കണം. എന്തേ നമ്മുടെ കൈകൾ ഉയരാതെ പോയത്? എന്തേ നമ്മുടെ കണ്ണിൽ നിന്ന് ഒരിറ്റ് കണ്ണുനീര് വന്നില്ല? ഞാൻ ചോദിച്ചില്ലേ, പലതവണയും ചോദിച്ചതുപോലെ, നമ്മൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ജീവിതത്തിൽ നമ്മുടെ കണ്ണിൽ നിന്ന് ഒരുപാട് തവണ കണ്ണുനീര് വന്നിട്ടുണ്ട് പല സാഹചര്യങ്ങളിലും. അതൊക്കെ ദുനിയാവുമായി ബന്ധപ്പെട്ടായിരുന്നു. പക്ഷേ ആകാശ ലോകത്തേക്ക്
ആ റബ്ബിന്റെ വദൂദായ റഹ്മാനായ ഗഫാറായ പുറത്തു തരുന്ന റബ്ബിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് എപ്പോഴെങ്കിലും കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീരൊലിപ്പിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ടേ കണ്ണീര് വരാത്തത്? എന്തേ നമുക്ക് കരച്ചിൽ വരാത്തത്? ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതാ പ്രിയമുള്ളവരെ. ഇനി അതൊക്കെയും മറച്ചു വെക്കാം, എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെടാം എന്നാണോ നമ്മൾ ചിന്തിക്കുന്നത്? കഴിയൂല കൂട്ടരെ. കാരണം ശരീരത്തിലെ അവയവങ്ങൾ പോലും നമുക്കെതിരെ സാക്ഷി പറയുന്ന രംഗങ്ങളുണ്ട്. ഇനി അതല്ല, ഞാനൊക്കെ രക്ഷപ്പെടും, ഞാൻ രക്ഷപ്പെട്ടില്ലെങ്കിൽ പിന്നെ ആരാ രക്ഷപ്പെടുക എന്നതാണോ നമ്മുടെ ചിന്ത? ആ ചിന്തയാണോ തൗബയിൽ നിന്ന്, കൈകൾ ഉയർത്തുന്നതിൽ നിന്ന്, പൊട്ടിക്കരയുന്നതിൽ നിന്ന്, റബ്ബിനോട് ഏറ്റു പറയുന്നതിൽ നിന്ന് നമ്മളെ തടസ്സപ്പെടുത്തിയത്? ഞാനൊക്കെ രക്ഷപ്പെടുമെന്ന ചിന്തയാണോ? എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, അള്ളാന്റെ ഹബീബിന് പോലും അങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അള്ളാന്റെ ഹബീബ് മുത്ത് റസൂലിന് പോലും അങ്ങനെ നരകത്തെക്കുറിച്ചോർത്ത്, സ്വർഗത്തെക്കുറിച്ചോർത്ത് സ്വസ്ഥനായി ഇരിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ പല പ്രാവശ്യം. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ വിതുമ്പിക്കരഞ്ഞത് എന്തിനാ? തന്റെ ചാട്ടവാറിന്റെ വടി കുത്തിവെക്കാനുള്ള ഒരു ഇടമെങ്കിലും എനിക്ക് സ്വർഗത്തിൽ കിട്ടാതെ പോകുമോ റബ്ബേ എന്ന് ബേജാറ് കൊണ്ടാ അദ്ദേഹം പൊട്ടിക്കരഞ്ഞത്. അവരൊന്നും സ്വസ്ഥരായി ഇരുന്നിട്ടില്ല പ്രിയമുള്ളവരെ. നമ്മൾ സ്വസ്ഥരാണ്, നമുക്ക് ബേജാറില്ല, നമുക്ക് അസ്വസ്ഥതല്ല, നമുക്കൊരു ടെൻഷനില്ല, നമ്മൾ ഹാപ്പിയാണ്. എന്തേ ഇങ്ങനെ സംഭവിക്കണത്? എന്തേ പരലോകത്തെ കുറിച്ച് ഓർക്കുമ്പോ, സ്വർഗത്തെ കുറിച്ച് ഓർക്കുമ്പോ, നരകത്തെ കുറിച്ച് ഓർക്കുമ്പോ എന്തേ കണ്ണ് നനയാത്തത്? എന്തേ തൊണ്ട ഇടറാത്തത്? എന്തേ നെഞ്ച് വിങ്ങാത്തത്? നമ്മൾ ആലോചിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് കൊണ്ട് ബിലാൽ അല്ലാഹു പറയുന്നുണ്ട്, ഒരിക്കൽ സുബഹിക്ക് മുമ്പേ റസൂലിന്റെ വീട്ടിൽ ഞാൻ പോയി. അങ്ങനെ റസൂലിന്റെ വീട്ടിൽ പോയപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. ശരിക്കും ശ്രദ്ധിക്കണേ, അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹിക്ക് മുമ്പേ വീട്ടിൽ ഞാൻ പോയപ്പോ കാണുന്ന കാഴ്ച എന്താ? റസൂല് പ്രാർത്ഥിക്കുകയാണ്. റസൂലിന്റെ കവിളിലൂടെ ഇങ്ങനെ കണ്ണുനീര് ഒലിച്ചിറങ്ങുന്നുണ്ട്. എന്താ പ്രാർത്ഥന? വലാ തുഹ്സിനാ യൗമൽ ഖിയാമ. പടച്ച റബ്ബേ, വിശുദ്ധ ഖുർആനിലെ ഒരു വചനമാണ്, വലാ തുഹ്സിനാ യൗമൽ ഖിയാമ. പടച്ച റബ്ബേ, നാളെ പരലോകത്തിന്റെ ഇതാ റസൂൽ പ്രാർത്ഥിക്കുന്നത്. സഹോദര സഹോദരിമാർ ആലോചിക്കണം, എന്താ റസൂലിന് വശലാകാനുള്ളത്? റസൂൽ തെറ്റ് ചെയ്ത ആളാണോ? അല്ലല്ലോ, അല്ലല്ലോ. എന്നിട്ട് പോലും സുബ്ഹിക്ക് മുമ്പേ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അള്ളാന്റെ ഹബീബ് ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, റബ്ബനാ വലാ തുഖ്സിനാ യൗമൽ ഖിയാമ. പടച്ച റബ്ബേ, ലക്ഷോപലക്ഷം കോടിക്കണക്കിന് മനുഷ്യർ നിൽക്കുന്ന മഹ്ശറാ ലോകത്ത് വെച്ചിട്ട് എന്നെ നീ വശലാക്കല്ലേ അല്ലാ എന്നാണ് അള്ളാന്റെ ഹബീബ് പ്രാർത്ഥിക്കുന്നത് എന്നാണ്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ എത്ര ചോദിക്കണം. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് ശരിക്കും നമ്മൾ ആലോചിക്കണം. നമ്മളൊക്കെ എത്ര തവണ പടച്ചോനോട് പറയണം, പടച്ചോനെ പരലോകത്ത് വഷളാക്കല്ലേ അല്ലാ, കൊടുക്കല്ലേ അല്ലാ. എത്ര വട്ടം നമ്മൾ ചോദിക്കണം, എത്ര തവണ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാത്തവരുണ്ടാകും ഒരു പക്ഷേ നമ്മളെ കൂട്ടത്തിൽ. അറബി വേണ്ട, അറിയില്ലെങ്കിൽ പോകട്ടെ, മലയാളത്തിലെങ്കിലും അറിയുന്ന ഭാഷയിലെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ നിമിഷം മുതൽ റബ്ബിനോട് കൈകൾ ഉയർത്തി കരഞ്ഞുകൊണ്ട് ചോദിക്കണം, പടച്ച റബ്ബേ, നാളെ മനുഷ്യരാ ലോകത്ത് ഞാൻ മനുഷ്യനായിരുന്നു, പല അബദ്ധങ്ങളും സംഭവിച്ചിട്ടുണ്ട്, പിഴവുകൾ പലതും സംഭവിച്ചിട്ടുണ്ട്. എന്റെ മക്കളും എന്റെ കുട്ടികളും എന്റെ ഭാര്യയും എന്റെ ഭർത്താവും ഉമ്മയും ഉപ്പയും അയൽവാസികളും സഹപ്രവർത്തകരും നാട്ടുകാരും ഒക്കെ നിൽക്കുന്ന മനുഷ്യരാ ലോകത്ത് റബ്ബേ, ആ സ്ക്രീൻ കൊണ്ടുവന്ന് വെച്ചിട്ട് എന്റെ ജീവിതത്തെ പച്ചയായിട്ട് അതിൽ കാണിച്ചിട്ട് റബ്ബേ എന്നെ വഷളാക്കല്ലേ അല്ലാ എന്ന് കരഞ്ഞുകൊണ്ട് അള്ളാഹിനോട് പറയാൻ. പ്രിയമുള്ളവരെ, നമുക്ക് കഴിയണം. പോലീസും പട്ടാളവും ക്യാമറയും ഒന്നുമില്ലാതിരുന്നിട്ടും സംഭവിച്ച തെറ്റ് റസൂലിനോട് ഏറ്റുപറഞ്ഞിട്ട് അവസാനം എനിക്ക് സ്വർഗം കിട്ടൂലേ റസൂലേ എന്നൊക്കെ ചോദിച്ച ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ കേട്ടിട്ടും നമ്മുടെ ഹൃദയം പിടച്ചിട്ടില്ല, നമ്മുടെ കണ്ണ് നനഞ്ഞിട്ടില്ല, നമ്മുടെ ഹൃദയം വിങ്ങി പൊട്ടിയിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ ഒരു സംഭവം? അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നിട്ട് ഒരിക്കൽ ഒരു സഹാബി അദ്ദേഹത്തിന്റെ ജാഹിലിയ കാലഘട്ടത്തിലുള്ള ഒരു സംഭവം വന്നുകൊണ്ട് വിശദീകരിക്കുന്നുണ്ട്. എന്താ പറയുന്നറിയോ? തന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ണമായ പെൺകുട്ടിയെ കുഴിച്ചു മൂടിയ കഥയാണ് പറയുന്നത്. നമ്മൾ കേട്ട കഥയായിരിക്കാം, ചരിത്രമായിരിക്കാം. അള്ളാന്റെ ഹബീബിന്റെ മുമ്പിൽ വന്നിട്ട് സഹാബികളും റസൂലൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ കുറ്റബോധം കൊണ്ട് നമ്മൾ മുമ്പൊരു ക്ലാസ്സിൽ പറഞ്ഞല്ലോ, സംഭവിച്ചു പോയാൽ ഉള്ളിലൊരു മനക്കുത്തുണ്ടാകണം. എന്തിനത് ചെയ്തു, ചെയ്യേണ്ടിയിരുന്നില്ല, അങ്ങനെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കണം. അതാണ് വിശ്വാസിയുടെ അടയാളം. അങ്ങനെ ഉണ്ടാകുമ്പോഴാ റബ്ബിലേക്ക് കൈകൾ വെക്കാൻ കഴിയുക, അപ്പോഴാ കരച്ചിൽ വരിക. അങ്ങനെ റസൂലും സഹാബികളെ
സഹാബികളൊക്കെ കൂടിയിരിക്കുന്ന സമയത്ത് ഒരിക്കൽ ഒരാൾ വന്നിട്ട് റസൂലിനോട് പറയുന്ന ഒരു അനുഭവമുണ്ട്. റസൂലെ, അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഞാൻ ജാഹിലിയ്യ കാലഘട്ടത്തിലാണ് ചെയ്തത്, പക്ഷെ ഇപ്പോഴും എനിക്ക് പ്രശ്നം, എനിക്ക് ടെൻഷൻ, സ്വർഗം കിട്ടൂലേന്നാ. എന്നിട്ട് അദ്ദേഹം കഥ പറഞ്ഞു കൊടുക്കുകയാണ് അനുഭവം. റസൂലെ, എനിക്കൊരു കുട്ടി പിറന്നു, പെൺകുട്ടിയാണ് പിറന്നത്. എന്താ ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത? അറബിക്ക് അന്നത്തെ അറബിക്ക് ഒരു പെൺകുട്ടി ജനിച്ചു എന്ന സന്തോഷ വാർത്ത അറിയിച്ചാൽ, മനസ്സിലാക്കണം, ഖുർആന്റെ ചിത്രീകരണം പെൺകുട്ടി ജനിക്കുക എന്നത് സന്തോഷ വാർത്തയായിട്ടാ പറഞ്ഞത്. അങ്ങനെ സന്തോഷ വാർത്ത അറിയിച്ചാൽ അവന് മുഖമാകെ വിവരണമാകും. അവൻ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? ഞാനിതിനെ അപമാനഭാരവും പേറിയിട്ട് വളർത്തണോ, അതല്ല ജീവനോടെ കുഴിച്ചു മൂടണോ എന്നവൻ ചിന്തിക്കുകയാണ്. അവസാനം അതിനെ കുഴിച്ചു മൂടണം എന്നവൻ തീരുമാനിക്കുകയാണ്. ഖുർആൻ ചിത്രീകരിക്കുന്ന ചോദ്യമാണത്. അങ്ങനെ ഈ സഹാബി പറയുന്ന ചരിത്രം എന്താണെന്ന് അറിയോ? റസൂലെ, എനിക്കൊരു കുട്ടിയുണ്ടായി, പെൺകുട്ടിയുണ്ടായി. ഞാൻ കുറെ ആലോചിച്ചു, അപമാനവും സഹിച്ചിട്ട് ഞാനിതിനെ വളർത്തണോ അതല്ല കുഴിച്ചു മൂടണോ. പക്ഷെ റസൂലെ, എന്റെ മനസ്സാക്ഷി എന്നെ സമ്മതിച്ചില്ല. അതിനെ കുഴിച്ചു മൂടാൻ, അതിന് ജീവൻ കളയാൻ എന്റെ മനസ്സ് സമ്മതിച്ചില്ല. ഞാൻ അങ്ങനെ അതിനെ വളർത്തിക്കൊണ്ടുവന്ന് കുറച്ചു വലുതായി ആ കുട്ടി ഓടിച്ചാടി നടക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ പുറത്ത് നാട്ടുകാരൊക്കെ അറിയാൻ തുടങ്ങിയ ഒരു പ്രായത്തി എൻ്റെ വീട്ടിലൊരു പെൺകുട്ടിയുണ്ട് എന്ന് നാട്ടുകാരൊക്കെ അറിയാൻ തുടങ്ങുന്ന ഒരു സമയമെത്തിയപ്പോൾ വീണ്ടും എൻ്റെ മനസ്സ് പിടക്കാൻ തുടങ്ങി. ആളുകളൊക്കെ അറിയുന്നുണ്ടല്ലോ. കാരണം അറബികൾക്ക് ഒരു അപമാനമായിരുന്നു പെൺകുട്ടികൾ ജനിക്കുക എന്ന് പറയുന്നത്. സാന്ദർഭികമായിട്ട് പറയട്ടെ, അവിടെ നിന്നാണ് ഹബീബുന സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവനോടെ പെൺകുട്ടിയെ കുഴിച്ചു മൂടിയ കാലഘട്ടത്തിൽ നിന്നാണ് കൈപിടിച്ചുയർത്തിയിട്ട് അവൾ സഹോദരിയാണ്, ഇണയാണ്, ഉമ്മയാണ്, അവളുടെ കാലിനടിയിൽ ആ സ്വർഗം എന്നൊക്കെ പറഞ്ഞിട്ട് ഏത് ഫെമിനിസ്റ്റുകൾ എന്ത് പറഞ്ഞാലും ശരി, പ്രിയമുള്ളവരെ, ആ കുഴിച്ചു മൂടപ്പെട്ട കാലത്ത് നിന്നാണ് ലോകത്തിന്റെ നെറുകിലേക്ക് സഹോദരിമാരെ കൈപിടിച്ചുയർത്തിയ അഷറഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഓർക്കാതെ പോകരുത്. ഞാൻ പറഞ്ഞത്, അങ്ങനെ ആ സഹോദരൻ പറയാ, റസൂലേ, അങ്ങനെ ഓടിച്ചാടി നടക്കാൻ തുടങ്ങിയ സമയത്ത് എന്റെ മനസ്സ് പടക്കാൻ തുടങ്ങി. ആളുകൾ അറിയല്ലോ, അപമാനമാണല്ലോ, എന്തു ചെയ്യണം? വീണ്ടും ചിന്തിക്കാൻ തുടങ്ങി. വളർത്തണോ അതല്ല കുഴിച്ചു മൂടണോ? അവസാനം ഞാൻ തീരുമാനമെടുത്തു, എന്റെ മകളെ കുഴിച്ചു മൂടണം, എന്റെ കരളിന്റെ കഷ്ണത്തെ കുഴിച്ചു മൂടണം. അങ്ങനെ ഞാൻ തീരുമാനിച്ചു. പക്ഷേ അവൾക്ക് വേണ്ടിയിട്ട് ഒരു കുഴിവെട്ടാനുള്ള കെൽപ്പെനിക്കില്ല, കുഴിവെട്ടാനുള്ള മാനസികമായ കരുത്തെനിക്കുണ്ടായിരുന്നില്ല. ഞാൻ അവളെയും കൂട്ടി പോകാൻ തീരുമാനിച്ചത് നേരത്തെ കണ്ടുവച്ചിട്ടുള്ള ഒരു കുഴിയിലേക്കാണ് ഞാൻ അവളെ കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. അങ്ങനെ എൻ്റെ മകളെ ഞാൻ വീട്ടിൽ നിന്ന് നല്ല ഉടുപ്പൊക്കെ ഇട്ടുകൊടുത്ത് കുളിപ്പിച്ച് വൃത്തിയാക്കി നല്ല ഉടുപ്പൊക്കെ ഇട്ടുകൊടുത്തിട്ട് ഞാൻ അവളെ വീട്ടിൽ നിന്ന് കൊണ്ടുപോവുകയാണ്. അപ്പൊ ചോദിക്കുന്നുണ്ട്, വാപ്പാ നമ്മൾ എങ്ങോട്ടാ പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് പുന്നാരമോള്. പക്ഷെ റസൂലേ, എനിക്ക് കൊടുക്കാൻ മറുപടി ഉണ്ടായിരുന്നില്ല. ഞാൻ അവളെ കൈപിടിച്ച് അവളെ കൂട്ടിക്കൊണ്ടുപോയി. പോകുന്ന വഴിക്ക് അവൾ പലതും ചോദിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് കൊടുക്കാൻ മറുപടിയില്ല. ഞാൻ മൗനിയായിരുന്നു റസൂലേ. അങ്ങനെ പോയി ആ കുഴിയുടെ അടുത്തെത്തിയപ്പോ അവൾക്ക് ബോധ്യപ്പെട്ടു, പാപ്പ എന്നെ കൊല്ലാൻ കൊണ്ടുവന്നിരിക്കുകയാണെന്ന്. അവസാനം ഞാൻ എൻ്റെ പിഞ്ചു പൈതലിനെ അങ്ങോട്ട് തള്ളിയിടാൻ ശ്രമിക്കുമ്പോ അവൾ എൻ്റെ കൈക്ക് മുറുക്കെ പിടിച്ച റസൂലേ. പക്ഷെ അപ്പോ പോലും എൻ്റെ മനസ്സറിഞ്ഞില്ല. എൻ്റെ കരളിന്റെ കഷ്ണത്തെ ഞാൻ ആ പൊട്ടക്കുഴിയിലേക്ക് തള്ളിയിട്ടിട്ട് കൊന്നു റസൂലേ എന്ന് പറഞ്ഞിട്ട് ഇത് കേട്ടപ്പോൾ സഹാബിമാര് അള്ളാന്റെ ഹബീബിനെ കരയാൻ തുടങ്ങി, കൂടെയുള്ളവരും കരയാൻ തുടങ്ങി. ചോദ്യം അതല്ല, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം, റസൂലേ, എനിക്ക് സ്വർഗം കിട്ടൂലേ റസൂലേ, എനിക്ക് സ്വർഗം കിട്ടൂലേ റസൂലേ? താങ്കൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ഇസ്ലാമിന് ശേഷം അതിനു മുമ്പുള്ളതൊക്കെ പുറത്തു തരുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നാലും എന്റെ മനസ്സിൽ പടച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ കരളിന്റെ കഷ്ണത്തിനാൽ കുഴിച്ചു മൂടിയൊരു പാചകം ചെയ്തിട്ടുണ്ടല്ലോ റസൂലേ, എനിക്ക് അള്ള സ്വർഗം തരൂലേ റസൂലേ എന്ന് ചോദിച്ചപ്പോ അവിടെ കൂടിയിരുന്ന റസൂലും സഹാബാക്കളും പൊട്ടിക്കരഞ്ഞു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തൃപ്തരാണ്, സംതൃപ്തരാണ്. 2 ദിവസം ഇത്തിക്കാഫ് ഇരിക്കുമ്പോഴേക്ക്, 2 ദിവസം തറാവീഹിന് വരുമ്പോഴേക്ക്, ഒരു സ്വതക്ക ചെയ്യുമ്പോഴേക്ക്, 2 റക്അത്ത് നമസ്കരിക്കുമ്പോഴേക്ക് നമ്മളൊക്കെ എന്തെയോ നേടിയ പോലെയാണ്. അല്ല, പിശാച് അങ്ങനെ തോന്നിപ്പിക്കുകയാ കൂട്ടരെ. അത് തിരിച്ചറിയണം. അവർക്ക്
അങ്ങനെ തോന്നിയിട്ടില്ല. ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ മുമ്പുള്ളത് മുഴുവനും പുറത്തു കൊടുക്കുമെന്ന് റസൂല് പറഞ്ഞിട്ട് പോലും അദ്ദേഹത്തിന് ഒതുങ്ങിയിരിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം കരഞ്ഞുകൊണ്ട് ചോദിച്ചത്, റസൂലേ, എന്റെ സ്വർഗം എനിക്ക് നഷ്ടപ്പെടുമോ റസൂലേ? എന്റെ പുന്നാര മോള് നാളെ പരലോകത്ത് എനിക്കെതിരെ വരുമോ റസൂലേ എന്നാ ചോദിച്ചത്. എന്തേ സഹോദരന്മാരെ, ചെറുതോ വലുതോ ആയിട്ടുള്ള പാപങ്ങളുടെ മാറാപ്പുമായിട്ട് നടന്നിട്ടും എന്തേ ഇത്തരത്തിലുള്ള ചിന്തകളും ചോദ്യങ്ങളും നമ്മുടെ മനസ്സിൽ വരാതെ പോയത് എന്ന് കഴിഞ്ഞ 24 ദിവസങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് പോലെങ്കിലും ചോദിക്കാൻ നമുക്ക് സാധിക്കണം. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ. നേരത്തെ പറഞ്ഞു, ഒന്നുകിൽ അങ്ങനെ ചോദിക്കാതിരിക്കാനുള്ള കാരണം നമ്മുടെ ആത്മവിശ്വാസമായിരിക്കാം. എനിക്ക് കിട്ടൂലെങ്കിൽ പിന്നെ ആർക്കാണ് കിട്ടുക എന്നായിരിക്കാം. അതിന് മറുപടിയായി ഇപ്പൊ പറഞ്ഞത്, മുൻഗാമികൾക്കൊന്നല്ല, ഹബീബിന് പോലും അങ്ങനെ തോന്നിയിട്ടില്ല എന്ന്. രണ്ടാമത്തെ കാര്യം ഞാൻ ചോദിക്കട്ടെ, എന്താണ് അവിടെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാന്നാണോ വിചാരിക്കണത്? നടക്കൂല കൂട്ടരെ, മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, സൂറത്ത് യാസീനിൽ തന്നെ, അല്ലൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വനഷ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. നിങ്ങളുടെ കൈകാലുകൾ സാക്ഷി പറയും, ശരീരത്തിലെ അവയവങ്ങൾ സാക്ഷി പറയും, ശരീരത്തിലെ രോമങ്ങൾ പോലും നിങ്ങൾക്കെതിരെ നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ സത്യസന്ധമായി പച്ചയായി വിളിച്ചു പറയുന്ന രംഗം വരാറുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ? സൂറ ഫുസ്സിലത്തിലൂടെ ഷഹീദ അലൈഹിം സമഅഹും അബ്സാറുഹും, അവർക്കെതിരെ അവരുടെ ചെവി സാക്ഷി പറയും, കണ്ണ് സാക്ഷി പറയും, നാവ് സാക്ഷി പറയും, കൈകാലുകൾ സാക്ഷി പറയും. ഇങ്ങനെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും സാക്ഷി പറയുമ്പോൾ മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യം, എന്തിനാ ഞങ്ങൾക്കെതിരെ സാക്ഷി പറയുന്നത്? പടച്ചറബ് കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഒരുപക്ഷെ ഞാനും നിങ്ങളുമാണെന്ന് ചോദിക്കുക, എന്തിനാണ് കണ്ണേ ഇന്നാലിന്ന വൃത്തികേട് കണ്ടാസ്വദിച്ചപ്പോ നീയല്ലേ അത് അനുഭവിച്ചത്? ഇന്ന് നീ എന്തിനാ എനിക്കെതിരെ സാക്ഷി പറയണത്? ഇന്നാലിന്ന തമ്മാടത്തിരത്തിലേക്ക് നടന്നുപോയത് നീയല്ലേ കാലേ? നീ എന്തിനാ എനിക്കെതിരെ സാക്ഷി പറഞ്ഞത്? ഇന്നാലിന്ന വേണ്ടാത്ത അനുഭവിച്ചപ്പോ നീയല്ലേ അതിന്റെ സ്പർശന സുഖം അനുഭവിച്ചത് തോലെ? നീ എന്തിനാണെന്ന് എനിക്കെതിരെ സാക്ഷി പറയുന്നത് എന്ന് ചോദിക്കുമ്പോ നമ്മുടെ ശരീരത്തിലെ തോലുകൾ പോലും പറയുന്ന മറുപടി, കാലു എല്ലാത്തിനും സംസാരിക്കാനുള്ള കഴിവ് കൊടുത്ത പടച്ചോൻ ഞങ്ങൾക്കും കഴിവ് നൽകി, അതുകൊണ്ട് പറയാതിരിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് ഒറ്റരാവില നമ്മൾ ഇരിക്കുന്നത്. ഈ പ്രഭാഷണം കഴിഞ്ഞിട്ട് നമ്മളിനി ഉറക്കല്ലല്ലോ. അല്ല സ്വീകരിക്കട്ടെ. ഒറ്റക്കിരുന്ന് കൊണ്ട് ആലോചിക്കണം, പടച്ച റബ്ബേ, നാളെ മഹ്ശറ ലോകത്തെത്തുമ്പോ എന്റെ തോലും എന്റെ ശരീരത്തിലെ തോലടക്കം സ്കിന്നടക്കം എനിക്കെതിരെ സംസാരിക്കുന്ന രംഗമൊന്ന് മനസ്സിൽ നിങ്ങൾ കണ്ടു നോക്കണം. അങ്ങനെ തിരുത്താനുള്ളത് തിരുത്തണം, അങ്ങനെ റബ്ബിനോട് കൈവക്കാനുള്ള മനസ്സുണ്ടാകണം. അതിനാ ഞാൻ ഈ സൂചിപ്പിക്കുന്നത്, അതിനാണ് ഈ പറഞ്ഞു വരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മിമ്പറിൽ കയറുമ്പോ 3 പ്രാവശ്യം ആമീൻ പറഞ്ഞ കഥയൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടില്ലേ? 3 പ്രാവശ്യം ആമീൻ പറഞ്ഞു. സഹാബിമാര് ചോദിച്ചു, എന്തിനാ റസൂലെ അങ്ങനെ ആമീൻ പറഞ്ഞത്? പതിവില്ലാത്തതാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു കൊടുത്ത മറുപടി എന്താ അറിയോ? ഞാൻ അവിടെ കേറുമ്പോ ജിബ്രീൽ അവിടെ വന്നിരുന്നു. അങ്ങനെ ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു, റഹിമ അൻഫുൻ അബ്ദിൻ ദഖല അലൈഹി റമളാൻ ഫലം യുഗ്ഫർ ലഹു ഫഖുൽതു ആമീൻ. റമളാൻ വന്നിട്ട് പാപങ്ങൾ പൊറുക്കാനുള്ള അവസരം കിട്ടിയിട്ട് റബ്ബിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് ആ പാപങ്ങൾ പൊറുത്തു തരണേ എന്ന് പറയാൻ കഴിയാത്തവന്, എന്ന് പറഞ്ഞാൽ റമളാനെ കിട്ടിയിട്ടും തന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങൾ റബ്ബിനോട് ഏറ്റുപറഞ്ഞിട്ട് പൊരുത്തപ്പെടാൻ കഴിയാത്തവൻ നശിക്കട്ടെ, അവൻ പരാജയപ്പെടട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിച്ചതാണ്. ഞാൻ അതിന് ആമീൻ പറഞ്ഞതാണെന്ന് ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ. ആരാ പ്രാർത്ഥിക്കുന്നത്? ഞാനും നിങ്ങളല്ല. നമ്മൾ മനുഷ്യരുടെ പ്രാർത്ഥനകൾ പോലും ഭയപ്പെടുന്നവരാണ്, അല്ലേ? നമുക്കെതിരെ ഒരാൾ ശാപവാക്ക് പറഞ്ഞാൽ, നമുക്കെതിരെ ഒരാൾ പ്രാർത്ഥിച്ചാൽ നമ്മൾ പേടിക്കുന്നവരാ. ആരാ പ്രാർത്ഥിക്കണമെന്നറിയോ? കോടിക്കണക്കിന് മാലാഖമാരുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥനയിലെ ഒന്ന്? റമളാൻ മാസം കിട്ടിയിട്ട് പടച്ചറബ് നമുക്ക് വേണ്ടി കൈനീട്ടിയിരുന്നിട്ട് ആ റബ്ബിന്റെ മുമ്പിൽ, എടോ മനുഷ്യരെ, നിങ്ങൾ തന്നെ ചെയ്തു കൂട്ടിയ തെറ്റുകള് ആ റബ്ബിനോടൊന്ന് കൈവക്കിയിട്ട് പറയാൻ, അങ്ങനെ പൊറുക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് ആരാ? ജിബ്രീൽ അലൈഹിസ്സലാം. ആമീൻ, എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണേന്നാ ആമീൻ എന്ന് പറഞ്ഞാൽ. ആരാ ആമീൻ എന്ന് പറയുന്നത്? അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വരണം. കൈകൾ ഉയർത്തണം. ഇനിയുമുണ്ട് സമയം.
കൈകൾ ഉയർത്തണം റബ്ബിനോട്. തറാവീഹ് കഴിഞ്ഞ് ഇത്തികാഫ് ഇരിക്കുമ്പോ സുജൂദിൽ കിടക്കുമ്പോ നിങ്ങൾ കരഞ്ഞുകൊണ്ട് മുസല്ല നനയണം. കണ്ണിൽ നിന്ന് വെള്ളം വന്ന് മുസല്ല നമസ്കാരപ്പായ നനയണം. അള്ളാന്റെ റസൂല് പറഞ്ഞില്ലേ, അള്ളാഹിനെ കുറിച്ചോർത്ത് നരകത്തെ കുറിച്ചോർത്ത് ഭയപ്പെട്ട് കരഞ്ഞ കണ്ണ് അത് നരകത്ത് പോകൂല എന്ന് പറഞ്ഞില്ലേ. ഇതൊക്കെ നമുക്ക് പ്രതീക്ഷയുടെ വർത്തമാനങ്ങളാ. ഒന്ന് രണ്ട് കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കും. നമ്മൾക്ക് ഇത്തികാഫിന്റെ നിയ്യത്തിലാണല്ലോ എന്തായിരുന്നാലും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ റമദാനില്, ഈ റമദാൻ മാസത്തിൽ നോമ്പ് വെക്കാനുള്ള കാരണം നമുക്കറിയാലോ. വിശുദ്ധ ഖുർആൻ അവതരിച്ചു എന്നുള്ളതാ. ആ വിശുദ്ധ ഖുർആന്റെ ബന്ധം, ആ ഖുർആനുമായുള്ള നമ്മുടെ ബന്ധം അതെങ്ങനെയായിരുന്നു എന്നുകൂടി നമ്മളൊരു വിചാരണ നടത്തേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ഈ പറഞ്ഞതൊക്കെ ഒരാവേശത്തിൽ കേട്ടുപോകേണ്ടതല്ല. ഈ നിമിഷം മുതൽ സ്വന്തം നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഒറ്റയ്ക്ക് സ്വന്തത്തോട് ചോദിക്കണം, ഞാനടക്കം സ്വന്തത്തോട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങളും വിചാരണകളുമാണ്. വിശുദ്ധ ഖുർആൻ, ആ ഖുർആനുമായുള്ള നമ്മുടെ ബന്ധം എങ്ങനെയായിരുന്നു? ആ വിശുദ്ധ ഖുർആനെ വായിക്കാൻ, അതിനെ പഠിക്കാൻ, അതിനെ പാരായണം ചെയ്യാൻ, അതിനെ മനസ്സിലാക്കാൻ നമ്മൾ സമയം കണ്ടെത്തിയോ? അറബി അക്ഷരങ്ങൾ നാവ് കൊണ്ട് ഉച്ചരിക്കുന്നതിനപ്പുറം അതിലെ വചനങ്ങൾ നമ്മുടെ സ്വഭാവത്തിൽ എന്ത് മാറ്റമാണ് വരുത്തിയത് നമ്മൾ ആലോചിക്കണം. 24 ദിവസത്തിൽ ഖുർആനുമായുള്ള ബന്ധമുണ്ടാക്കിയപ്പോ നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ്, സത്യം മാത്രം പറയാൻ ഖുർആൻ എന്നെ പ്രേരിപ്പിച്ചോ? ദേഷ്യക്കാരനാണെങ്കിൽ എന്റെ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ ഖുർആൻ എന്നെ സഹായിച്ചോ? ഉമ്മനോട്, ഉപ്പനോട്, അയൽവാസികളോട്, മക്കളോട്, സഹപ്രവർത്തകരോട്, നാട്ടുകാരോട് കരുണ കാണിക്കാൻ എന്റെ റമദാൻ ഈ വിശുദ്ധ ഖുർആൻ എന്നെ പഠിപ്പിച്ചോ? വായിച്ചതിനും കത്തം തീർത്തതിനും അപ്പുറം ഇത്തരം ചില ചോദ്യങ്ങൾ കൂടി നമ്മുടെ മനസ്സിൽ വരേണ്ടതുണ്ട്. നമ്മുടെ വീടുകളിൽ ഒരു പക്ഷെ ഖുർആൻ മുഴങ്ങുന്നുണ്ടാകാം, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ആ ഖുർആനുമായുള്ള ബന്ധം എത്രമാത്രം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു, പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ 24 ദിവസങ്ങളിലൂടെ എന്നൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോ, നാദാ ഇവൻ എന്നെ സ്നേഹിച്ചിരുന്നു, ഇവൻ എന്നെ മുറുകെ പിടിച്ചിരുന്നു, അതുകൊണ്ട് ഞാൻ ഇവൻക്ക് വേണ്ടി ശുപാർശ ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന വിഭാഗത്തിൽ ഞാനും നിങ്ങൾ ഉൾപ്പെടുമോ? വിത്തറിന്റെ പ്രാർത്ഥനയിൽ നമ്മൾ വിട്ടുപോയൊരു പ്രാർത്ഥനയുണ്ട്. എന്തായിരുന്നു അറിയോ? അല്ലാഹുമ്മ ജഅൽ ഖുർആന ഹുജ്ജത്തൻ ലനാ വലാ ഹുജ്ജത്തൻ അലൈനാ. നെഞ്ചിൽ തട്ടി പറയേണ്ട പ്രാർത്ഥനയാണ് കേട്ടോ അത്. പടച്ച റബ്ബേ, ഈ ഖുർആനെ ഞങ്ങൾക്ക് നീ അനുകൂലമായി സാക്ഷിയാക്കണേ അല്ലാ. നാളെ പരലോകത്ത് ഈ വേദഗ്രന്ഥം വന്നിട്ട് ഞങ്ങൾക്കെതിരെ വിരൽ ചൂടുന്ന രംഗം പടച്ചോനെ ഉണ്ടാക്കല്ലേ. അല്ലാഹുമ്മ ജഅൽ റമദാന ഷാഹിദൻ ലനാ വലാ ഷാഹിദൻ അലൈനാ. പടച്ച റബ്ബേ, ഈ റമദാനിനെ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷിയാക്കണേ എന്നൊക്കെ ഉള്ള പ്രാർത്ഥനയുണ്ടല്ലോ. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നാളെ പരലോകത്ത് ഈ വിശുദ്ധ ഖുർആനും വിശുദ്ധ റമദാനും ഒക്കെ നമുക്കെതിരെ വിരൽ ചൂടുന്ന അവസ്ഥ വരുമോ എന്നൊക്കെ നമ്മൾ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടതുണ്ട്. സ്റ്റാറ്റസിൽ നിന്ന് സ്റ്റാറ്റസിലേക്ക്, വീഡിയോകളിൽ നിന്ന് വീഡിയോകളിലേക്ക്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വാട്സപ്പിൽ നിന്ന് ഇൻസ്റ്റയിലേക്ക്, ഇൻസ്റ്റയിൽ നിന്ന് FBയിലേക്ക്, FBയിൽ നിന്ന് യൂട്യൂബിലേക്ക്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ വിശുദ്ധ ഖുർആൻ ഒന്നെടുത്ത് വായിക്കാൻ, അതൊന്ന് കേൾക്കാൻ എന്തേ നമുക്ക് മനസ്സ് വരാതിരുന്നത് എന്ന് അത്തരം ആളുകളുണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. ഈ ഖുർആനും റമദാനും ഒക്കെ നാളെ പരലോകത്ത് നമ്മുടെ മുമ്പിൽ വന്നാൽ എന്ത് രീതിയിലാണ് നമ്മൾ രക്ഷപ്പെടുക എന്ന് കൂടി പ്രിയമുള്ളവരെ നമ്മൾ ആലോചിക്കേണ്ടതാ. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ് കേട്ടോ, ഇത് വെറും വർത്തമാനങ്ങളല്ല. ഈ പറഞ്ഞ രംഗങ്ങളൊക്കെയും അനുഭവിച്ചും കടന്നു പോകേണ്ടി വരുമാണ് മനുഷ്യരായ വിശ്വാസികളായ നമ്മൾ. അതുകൊണ്ട് ഇതിനൊക്കെ ഒരു മറുപടി നമ്മൾ സ്വയം കണ്ടെത്തിയേ പറ്റൂ. ആരെയും ബോധ്യപ്പെടുത്താനല്ല, നമ്മൾ സ്വന്തം മനസ്സാക്ഷിയോട് ഇതിനൊക്കെ ഒരു ഉത്തരം കണ്ടെത്തിയേ പറ്റൂ. അതുപോലെ തന്നെയാണ് തറാവീഹ് നമസ്കാരം. തറാവീഹ് നിൽക്കും തോറും പാപങ്ങൾ കൊഴിഞ്ഞുകൊണ്ടിരിക്കും എന്നൊക്കെ അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും എത്രയോ ചെറുപ്പക്കാര് അങ്ങാടികളിൽ, കവലകളിൽ ഇരുന്നിട്ട് ഗെയിം കളിച്ച് യൂട്യൂബിൽ കയറി നിരങ്ങിയിട്ട് സമയം തുലച്ച ചെറുപ്പക്കാരുണ്ട്. അറിയില്ലേ, മുഴുവൻ മനുഷ്യരെയും ഞാൻ പണയം തരാം റബ്ബേ, എന്നെ നീ രക്ഷപ്പെടുത്തുമോ എന്ന മനുഷ്യരാലോകത്തെ അവസ്ഥകളൊക്കെ മറന്നുപോയിട്ടാണോ? ആണെങ്കിൽ അവർ ഓർമ്മിപ്പിക്കാൻ നമുക്ക് കഴിയണം, സാധിക്കണം. റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നമ്മുടേതാക്കി എടുക്കണമെന്ന് ഞാൻ മുമ്പൊരിക്കൽ സൂചിപ്പിച്ചു. ആ കാര്യത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു? അർഹതപ്പെട്ട പലരും നമ്മുടെ മുമ്പിൽ കൈനീട്ടി വന്നപ്പോഴും നമ്മളവരെ അർഹതപ്പെട്ടത് കൊടുക്കാതെ തിരിച്ചയച്ചല്ലേ. ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ അടിവരയിടണം. ഞാനും നിങ്ങളുമൊക്കെ അർഹതപ്പെട്ടവർ നമ്മുടെ മുമ്പിൽ വന്നപ്പോഴും അർഹതപ്പെട്ടത് അവർക്ക് കൊടുക്കാതെ നമ്മളവരെ പുച്ഛഭാവത്തോടു കൂടിയിട്ട് തിരിച്ചയച്ചിട്ടില്ലേ? അത്താഴത്തിന് കഴിക്കാൻ ഒന്നുമില്ലാതെ നോമ്പെടുക്കാൻ കഴിയാത്ത ഒരു പെൺകുട്ടിയുടെ വീഡിയോ
കഴിഞ്ഞ വർഷം റമദാനില് നമ്മളൊക്കെ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാകും, സ്റ്റാറ്റസും വെച്ചിട്ടുണ്ടാകും. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അത് ഇറാനിലോ ഇറാഖിലോ ഫലസ്തീനിലോ ഗസയിലോ ഒന്നുമല്ല, അവിടെയൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ അവിടെയൊന്നുമല്ല. അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കേരളത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ഉണ്ട് പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴും നമ്മളൊക്കെ കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴും വയറ് നിറയ്ക്കുമ്പോഴും ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്ത പട്ടിണിപ്പാവങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത്. കഴിഞ്ഞ വർഷം റമദാനിൽ വന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു. അത്താഴത്തിന് കഴിക്കാൻ ഒന്നുമില്ലാത്തത് കൊണ്ട്, നോമ്പ് തുറക്കാനും ഒന്നുമില്ലാത്തത് കൊണ്ട് നോമ്പെടുക്കണമെന്നുണ്ട്, പക്ഷേ നോമ്പെടുത്തിട്ടില്ല എന്ന്. ഞാനും നിങ്ങളുമൊക്കെ പ്രതിക്കൂട്ടിൽ കയറൂലേ? നാളെ റബ്ബിന്റെ മുമ്പിൽ വന്നിട്ട് ഇത്തരം ബാലികമാരും പാവപ്പെട്ടവരുമൊക്കെ റബ്ബിനോട് പരാതി പറയുമ്പോൾ അവർക്ക് അവകാശപ്പെട്ടതും അർഹതപ്പെട്ടതും നമ്മുടെ ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ റബ്ബിനോട് നമ്മൾ മറുപടി പറയേണ്ടതില്ലേ? നമ്മൾ ആലോചിക്കണം. ഒരു വലിയ അഗ്നികുണ്ഡത്തെ പോലെ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ പാപങ്ങളൊക്കെയും കെടുത്തിക്കളയാനുള്ള വെള്ളമാണ് സ്വതക്ക എന്ന് പഠിപ്പിച്ചിട്ടും ആ പാപങ്ങളെ സ്വതക്ക കൊണ്ട് കെടുത്തിക്കളയാൻ കഴിഞ്ഞു എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മുടെ കറൻസിയും നമ്മുടെ സ്വർണവും നമ്മുടെ വാഹനങ്ങളും നമ്മുടെ ഫ്ലാറ്റും നമ്മുടെ എസ്റ്റേറ്റുകളും നമ്മുടെ വാടക വീടും ഇതെല്ലാം തന്നെ നരകത്തിയിലിട്ടിട്ട് ചുട്ട് കത്തിച്ചിട്ട് പഴുപ്പിച്ചിട്ട് മുതുകത്തും നെഞ്ചിലും ശരീരത്തിന്റെ പല ഭാഗത്തുമൊക്കെ പടച്ചവൻ ചൂട് വെക്കുമെന്ന് പറഞ്ഞല്ലോ. ഇതെന്റെ വർത്തമാനമല്ല കേട്ടോ, വിശുദ്ധ ഖുർആൻ പറയുന്ന വർത്തമാനമാണ്. എന്ത്? നിങ്ങൾ കെട്ടിപ്പൂട്ടി വെച്ച നിങ്ങളെ സമ്പത്തില്ലേ, അത് വാഹനമാകാം, ഫ്ലാറ്റുകളാകാം, എസ്റ്റേറ്റുകളാകാം, സ്വർണമാകാം, കറൻസിയാകാം, എന്തുമാകാം. അള്ളാഹ് നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളാകുന്ന സമ്പത്തില്ലേ, ആ സമ്പത്ത് നിങ്ങൾ അർഹതപ്പെട്ടവർക്ക് കൊടുക്കാതെ തടഞ്ഞ് കെട്ടിപ്പൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പാടെ നരകത്തിന്റെ തീയിലിട്ടിട്ട് ചുട്ടുപഴിപ്പിച്ചിട്ട് മനുഷ്യരെ നിങ്ങളുടെ നെറ്റിയിലും മുതുകത്തും കവിളിലും ശരീരത്തിൽ മുഴുവൻ പടച്ചിറപ്പ് ചൂട് വെക്കുമെന്ന് പറഞ്ഞില്ലേ? എന്നിട്ടും എന്തേ നമുക്ക് ബേജാറില്ലാതെ പോയത്? എന്തേ അസ്വസ്ഥതയില്ലാതെ പോയത്? അങ്ങനെ ചൂട് വെക്കുന്ന ഹതഭാഗ്യരിൽ നമ്മൾ ഉൾപ്പെടുമോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. എത്ര ഉള്ളവനും ഇല്ലാത്തവനും മരിച്ചു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകൂലല്ലോ. നിങ്ങൾ കണ്ടിട്ടില്ലേ? പുരുഷന്മാരെ നമ്മൾ കണ്ടിട്ടില്ലേ? മയ്യത്തിനെ കബറിൽ വെച്ചിട്ട് ഒരു തിരി മണ്ണെങ്ങാനും ആ മയ്യത്തിന് മേലേക്ക് വീണാല് വീണ്ടും ആ ജോലിക്കാരൻ താഴേക്ക് ഇറങ്ങിയിട്ട് ആ മണ്ണും കല്ലൊക്കെ പെറുക്കിയെടുക്കുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു ഇല പോലും അങ്ങോട്ട് വീഴാൻ സമ്മതിക്കൂലല്ലോ. ഇതാണല്ലോ നമ്മുടെയൊക്കെ അവസ്ഥ. കൊടുക്കാൻ കയ്യിലുണ്ടായിട്ടും കൊടുക്കാതെ പിശുക്ക് കാണിച്ചു എങ്കിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഞാൻ കച്ചവടക്കാരനാണ്, ഞാൻ ജോലിക്കാരനാണ്, ഞാൻ മറ്റു സമ്പാദ്യങ്ങളുള്ളവനാണ്, കൊടുക്കാൻ ഞാൻ പിശുക്ക് കാണിച്ചെങ്കിൽ നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യം, പടച്ചോൻ തീരുമാനിക്കാണ്, നിനക്കൊരുപാട് തന്നിട്ടും അത് കൊടുക്കാൻ നിനക്ക് പിശുക്കായിരുന്നു അല്ലേ? ആയിക്കോട്ടെ, നിന്റെ കച്ചവടത്തിൽ, നിന്റെ ബിസിനസ്സിൽ, നിന്റെ ശമ്പളത്തിൽ, നിന്റെ എസ്റ്റേറ്റില്, നിന്റെ കൃഷിയിൽ ഞാനും ചില പിശുക്കുകൾ വെക്കാൻ തീരുമാനിക്കുന്നെങ്ങാനും റബ്ബ് തീരുമാനിച്ചാൽ പടച്ച റബ്ബേ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? ഒറ്റക്കിരുന്ന് ആലോചിച്ചാൽ മതി. ഞാൻ പറഞ്ഞു വന്നത്, ഈ വിശുദ്ധ റമദാനിന്റെ അവസാന സമയങ്ങളിൽ നമ്മൾ ആരെയും അവഗണിക്കരുതേ. മുമ്പിൽ വരുന്നവരെ പുഞ്ചിരി കൊണ്ടെങ്കിലും തിരിച്ചയക്കാൻ നമുക്ക് കഴിയണം. അപ്പൊ സ്വതക്ക കൊണ്ട്, ദാനധർമ്മങ്ങളെ കൊണ്ട്, സകാത്ത് കൊണ്ട്, സകാത്ത് നിർബന്ധ ബാധ്യതയാണ്, അതോടൊപ്പം സ്വതക്കകളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. അതോടൊപ്പം തന്നെ ഇനി ഞാൻ ചോദിക്കുന്നത് നന്മകൾ അധികരിപ്പിച്ചവരോടാണ്. അവസാനമായിട്ട് ചോദിക്കുന്നത് നന്മകൾ അധികരിപ്പിച്ചവരോടാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ധാരാളം നമസ്കരിച്ചു, പള്ളിയിൽ വന്നു, സുന്നത്ത് നമസ്കരിച്ചു, തറാവീഹിന് വന്നു, ഇത്തികാഫിനിരുന്നു, അങ്ങനെ നന്മകൾ അധികരിപ്പിച്ചവരോട് ഞാൻ ചോദിക്കട്ടെ, ഈ പുണ്യമായ ദിനരാത്രങ്ങളിൽ സ്വന്തം കുടുംബത്തെ ഒപ്പം കൂട്ടാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? സ്വന്തം കുടുംബത്തെ ഒപ്പം കൂട്ടാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? നിങ്ങളിൽ പലരും ഇത്തികാഫ് ഇരുന്നപ്പോ നിങ്ങളുടെ മക്കൾ അവിടെ കിടന്നുറങ്ങായിരുന്നില്ലേ? നിങ്ങൾ പലരും പള്ളിയിൽ വന്ന് ഉറക്കമൊഴിച്ച് കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ട് റബ്ബിനോട് ചോദിക്കുമ്പോൾ നിങ്ങളുടെ പ്ലസ് ടുവിനും ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന മക്കൾ അവിടെ സുഖമായിട്ട് വീട്ടിലൊന്നില്ലെങ്കിൽ മൊബൈൽ ഫോണിലായിരുന്നു, സോഷ്യൽ മീഡിയയിലായിരുന്നു, അല്ലെങ്കിൽ അവര് സുഖമായി കിടന്നുറങ്ങുകയായിരുന്നു. ഞാൻ ചോദിക്കുന്നത്, കുടുംബത്തെ ഒപ്പം കൂട്ടാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? നാളെ കത്തിയാളുന്ന നരകത്തില് നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾ കത്തിയെരിയുന്ന നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയോ? ഞാൻ മുമ്പൊരിക്കൽ സൂചിപ്പിച്ചിട്ടില്ലേ, ഒരു സ്ത്രീയെയും ഒരു പുരുഷനെയും അനുഗ്രഹിക്കട്ടെ എന്ന് റസൂല് പറഞ്ഞില്ലേ? അത് ആരെക്കുറിച്ചാണെന്നറിയോ? രാത്രി നട്ടപ്പാതിരാക്ക് നമസ്കരിക്കാൻ എണിക്കുമ്പോ സ്വന്തം ഇണയെ വിളിച്ചിട്ട്
കിടന്നിട്ട് എഴുന്നേൽക്കാത്ത അവസ്ഥ വരുമ്പോ നാളെ നരകത്തില് നിങ്ങൾ കത്തിയെരിയുന്നത് കാണാൻ കഴിയില്ല പൊന്നെ. നിങ്ങൾ എഴുന്നേൽക്കണം കേട്ടോ. കാരണം ഇവിടെ നിങ്ങളുണ്ട്, സ്നേഹമുണ്ട്, എല്ലാം തരുന്നുണ്ട്, വാങ്ങിത്തരുന്നുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവനെ, നാളെ നരകാഗ്നിയിൽ വന്നിട്ട് ഞാൻ സ്വർഗത്തിൽ പോകുമ്പോ നിങ്ങൾ നരകത്തിൽ കത്തിയെരിയുന്നത് താങ്ങാൻ കഴിയില്ല എനിക്കെന്ന് പറഞ്ഞിട്ട് സ്വന്തം ഇണതുണയുടെ മുഖത്ത് വെള്ളം തെളിച്ച് എഴുന്നേൽപ്പിക്കുന്ന രണ്ട് വിഭാഗത്തെ കുറിച്ച് റസൂല് പറഞ്ഞില്ലേ? അതിലൊക്കെ പെടാൻ നമുക്ക് കഴിയണം, അതിലൊക്കെ പെടാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് റസൂലിനെ കുറിച്ച് പറഞ്ഞതുപോലെ അവസാന ദിവസങ്ങളാണ്, കുടുംബത്തെ കൂടി ഒപ്പം കൂട്ടണം. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിച്ചയച്ച മകൾ ഫാത്തിമ ബീവിയുടെ വീട്ടിൽ പോയിട്ട് വാതിൽ മുട്ടി വിളിക്കായിരുന്നു. ചില ഉമ്മമാരൊക്കെ പറയാറുണ്ട്, എന്താ കല്യാണം കഴിഞ്ഞപ്പോ മോള് മഫ്തൊന്നും ഇല്ലല്ലോ, ഹിജാബ് ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോ ഉമ്മമാരെന്താ പറയാറിയോ? നമ്മളുള്ളപ്പോഴൊക്കെ നോക്കിയില്ലേ, ഇപ്പൊ അവന്റെ കയ്യിലല്ലേ കാര്യം. ചില വാപ്പമാര് പറയാറുണ്ട്, +2 പഠിക്കണം മോനെ കുറിച്ചിട്ട്, ഡിഗ്രിക്ക് പഠിക്കണം മോനെ കുറിച്ചിട്ടൊക്കെ പല പരാതികളും നമ്മൾ പറയുമ്പോൾ, പല പ്രശ്നങ്ങളും നമ്മൾ കേട്ടിട്ടത് ചോദിക്കുമ്പോൾ ചില രക്ഷിതാക്കളൊക്കെ പറയുന്ന മറുപടി എന്താണെന്നറിയോ? കൈ കഴുകുന്ന മറുപടിയാണ്, ഈ നമ്മളെന്ത് കാട്ടാനാണ്, അവൻ +2 എത്തിയില്ലേ, ഡിഗ്രിക്ക് എത്തിയില്ലേ, ഞങ്ങൾക്ക് അവനും പടച്ചവനായില്ലേ. അങ്ങനെ രക്ഷപ്പെടാൻ പറ്റൂല പ്രിയമുള്ളവരെ. നമുക്ക് അള്ളാന്റെ ഹബീബ് കെട്ടിച്ചു വിട്ട മകളെ വീട്ടിൽ പോയിട്ട് പാതിരാക്ക് വാതിൽ മുട്ടുകയാണ്. വിളിക്കണം നമ്മൾ. കെട്ടിച്ചയച്ച മക്കളുണ്ടോ ഉമ്മമാരെ, നിങ്ങൾ വിളിക്കണം. പൊന്നുമോളെ, അവസാനത്തെ 10 ഉള്ളത്, ഉറക്കം കുറച്ച് കമ്മിയാക്കണട്ടോ, ഖുർആൻ ഓതണട്ടോ, വീട്ടിലെങ്കിലും ഇരുന്നിട്ട് ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷ നിങ്ങളുടെ മോളെ എന്ന് വിളിക്കണം. ഹോസ്റ്റലിൽ പഠിക്കണ മക്കളുണ്ടോ, വിളിക്കണം. മോളെ മോനെ, പറ്റുന്ന പോലെയൊക്കെ ചെയ്യണം കേട്ടടാ, നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ രക്ഷപ്പെടുത്താൻ പറ്റൂലാട്ടോന്ന്. അതല്ലേ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവിനോട് പറഞ്ഞൊരു മറുപടി എന്താണെന്നറിയോ? ഫാത്തിമ ബീവിയെ കുറിച്ച് എന്താ റസൂൽ പറഞ്ഞ വർത്താനം? ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ്, എന്റെ കരളിന്റെ കഷ്ണമാണ്. ആ കരളിന്റെ കഷ്ണം എന്ന് പറഞ്ഞ ഫാത്തിമ ബീവിയെ കുറിച്ച് റസൂൽ പറഞ്ഞ എന്താണെന്നറിയോ? മോളെ, ദുനിയാവിൽ എന്ത് വേണമെങ്കിലും ചോദിച്ചോ, ഉപ്പച്ചി തരാ, വാപ്പച്ചി മേടിച്ചു തരാ, സാധിപ്പിച്ചു തരാ. പക്ഷേ നാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ മോളെ ഈ വാപ്പാക്ക് പറ്റൂലാട്ടോ. നരകത്തിൽ നിന്ന് മോളെ നീ തന്നെ നോക്കിക്കോ എന്ന ഇങ്ങനെ പറയാൻ കഴിയണം. അതുകൊണ്ട് ഈ അവസാന സമയത്ത് കുടുംബത്തെ കൂടി ഒപ്പം കൂട്ടാൻ നമുക്ക് കഴിയണം. റമദാനിൽ അവസാന രാത്രിക്ക് ഏറെ പവിത്രതയുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ടല്ലോ. മനുഷ്യരുടെ നഷ്ടത്തെക്കുറിച്ച് കേൾക്കണം, ശ്രദ്ധയോടെ കേൾക്കണം. മനുഷ്യരുടെ നഷ്ടത്തെക്കുറിച്ചോർത്ത് ആകാശവും ഭൂമിയും മലക്കുകളും സർവ വസ്തുക്കളും കരയുന്ന രാത്രിയാണത്രേ റമദാനിൽ അവസാന രാത്രികൾ. മനസ്സിലായില്ല അല്ലേ? ഭൂമി ലോകത്ത് റമദാൻ ഉപയോഗപ്പെടുത്താനുള്ള അവസരം കിട്ടിയിട്ടേ അത് ഉപയോഗപ്പെടുത്താതെ ഉറങ്ങുകയും ചിരിച്ചും കളിച്ചൊക്കെ അത് നഷ്ടപ്പെടുത്തുമല്ലോ. അങ്ങനെ നഷ്ടപ്പെടുത്തുന്ന മനുഷ്യർക്ക് നാളെ വരാനിരിക്കുന്ന നഷ്ടത്തെക്കുറിച്ച് ഓർത്തിട്ട് ആകാശം, ഭൂമി, അതിലുള്ള മലക്കുകൾ, മുഴുവൻ വസ്തുക്കളും കരയുന്ന രാത്രികളാണ് റമദാനിന്റെ അവസാന രാത്രികൾ എന്ന് പറയുമ്പോ ആ നഷ്ടകാരികളിൽ നമ്മൾ പെടാൻ പാടില്ല. ഇങ്ങനെയൊക്കെയായിട്ടും നമ്മുടെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീര് വരുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ പിശാചിന് പിടുത്തം കൊടുത്തിട്ടുണ്ട് എന്നാണ്. മഹാനായ ഇബ്നുൽ ജൗസി പറഞ്ഞൊരു വർത്തമാനമുണ്ട്. ഖബറിൽ കിടക്കുന്നവരോട് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോ അങ്ങനെ ഉണ്ടെങ്കിൽ, ആഗ്രഹിക്കാൻ പറയുകയാണെങ്കിൽ എന്താത്ര അവര് പറയാറിയോ? റമദാനിലെ ഒരു ദിവസം തിരിച്ചു കിട്ടിയെങ്കിൽ നന്നായിരുന്നു എന്നാണത്ര ഖബറാളികൾ പറയുക. ഇതൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഏറ്റവും അവസാനമായിട്ട് ഞാൻ പറയട്ടെ, ചില കാര്യങ്ങൾ എണ്ണി പറഞ്ഞ് 12ാമത്തെ കാര്യം നിങ്ങളോട് പറയുന്നത്, നിരാശയുടെ ദുഃഖഭാരം തളം കെട്ടി നിൽക്കുന്ന മുഖങ്ങളുണ്ട് എൻ്റെ മുമ്പിൽ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എന്നെ മാറ്റിവെച്ചുകൊണ്ടല്ല, ഇവിടെ നിങ്ങളോട് എഴുന്നേറ്റ് നിൽക്കുന്നു എന്നുള്ളൂ. നമ്മോടാണ് പറയുന്നത്, ഞാൻ ഉൾക്കൊള്ളുന്ന നമ്മോടാണ് ഈ വർത്തമാനം. എൻ്റെ മുമ്പിൽ ഞാൻ അടക്കം നിരാശയുടെ ദുഃഖഭാരം തളം കെട്ടി നിൽക്കുന്ന മുഖങ്ങളുണ്ട് എൻ്റെ മുമ്പിൽ. കഴിഞ്ഞ 24 ദിവസത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ചില ആളുകളൊക്കെ ഇപ്പൊ ചിന്തിക്കുന്നത്, കൊടുക്കാമായിരുന്നു, ചെയ്യാമായിരുന്നു, പോകാമായിരുന്നു എന്നൊക്കെയുള്ള വല്ലാത്തൊരു കുറ്റബോധത്തിന്റെ ഭാരം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നഷ്ടപ്പെട്ട ദിവസങ്ങളെ കുറിച്ച് അല്ല, നഷ്ടപ്പെടുത്തിയ ദിവസങ്ങളെ കുറിച്ച് ഓർത്ത് മനസ്സ് തപിക്കുന്നുണ്ടോ? കണ്ടനാടി ഇടറുന്നുണ്ടോ? മനസ്സ് പിടക്കുന്നുണ്ടോ? കണ്ണുനിൽ വെള്ളം വരുന്നുണ്ടോ? നിങ്ങൾ നിരാശപ്പെടണ്ട. കാരണം അല്പം
മണിക്കൂറുകൾ കൂടി നമ്മുടെ മുമ്പിൽ ബാക്കിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 5 ദിവസം കിട്ടുകയാണെങ്കിൽ 120 മണിക്കൂറുകൾ എണ്ണി വെച്ചുകൊള്ളുക. ഇല്ല 4 ദിവസമാണെങ്കിൽ 96 മണിക്കൂറുകൾ. വെറും ചുരുങ്ങിയ സമയമാണത്. 96 മണിക്കൂറുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരുപക്ഷെ ഇത് നമ്മുടെ അവസാനത്തെ റമദാനായിരിക്കാം. അടുത്ത വർഷം ഞാനും നിങ്ങളും ഒരുപക്ഷെ ഇതുപോലെ ഒരുമിച്ചുണ്ടായിക്കൊള്ളണം എന്നില്ല. പടച്ചറബ് നമുക്ക് ആയുസ്സും ആരോഗ്യവും നീട്ടിത്തരുമാറാവട്ടെ. ഞാൻ പറയുന്നത് ഇനിയും കഴിഞ്ഞ ദിവസങ്ങളിലേക്ക്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു വിചാരണയാണ്. ഇത് തമാശ പറയേണ്ട വർത്തമാനമല്ല, ഗൗരവത്തോടുകൂടി നമ്മൾ കേൾക്കേണ്ടുന്ന ചിന്തിക്കേണ്ടുന്ന വർത്തമാനങ്ങളാണ്. കഴിഞ്ഞ ദിനരാത്രങ്ങളിലേക്ക് നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ, നിങ്ങൾ ഇന്നും നാളെയും ഒക്കെ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് പിടയ്ക്കുന്നുണ്ടെങ്കിൽ, തൊണ്ട ഇടറുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിരാശപ്പെടേണ്ട പ്രിയമുള്ളവരെ. കാരണം ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയുണ്ടല്ലോ. ആ ദിവസങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കാരുണ്യവാനായ റബ്ബിനോട് ഇനിയും പൊട്ടിക്കരഞ്ഞ് പറയാൻ നമ്മൾ മടി കാണിക്കരുത്. നാഥൻ, കാരുണ്യവാനായ നാഥൻ നമ്മളെ കാത്തുകൊണ്ട് ഇപ്പോഴും ഈ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഞാൻ കാണുന്നുണ്ട് ചില ആളുകളൊക്കെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹ് സ്വീകരിക്കുമാറാവട്ടെ. പ്രാർത്ഥിക്കാമല്ലോ. ഈ മഹത്തായ സദസ്സിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നവന്റെ ഭവനത്തിൽ ആ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുകൊള്ളൂ. അങ്ങനെയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. പടച്ചറബ് സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ പറയുന്നത് ഈ സമയത്തും പടച്ചറബ് നമ്മളെ കാത്തിരിക്കുകയാണ്. ആ കാത്തിരിപ്പ് നമ്മൾ വേസ്റ്റ് ആക്കരുത് പ്രിയമുള്ളവരെ. റബ്ബിലേക്ക് കൈകൾ പൊക്കിക്കൊണ്ട് പറയാൻ നമുക്ക് കഴിയണം, നമുക്ക് സാധിക്കണം. മഹാനായ സുഫിയാൻ സൗരി റഹിമഹുല്ലാ പറഞ്ഞതുപോലെ, എന്റെ ഇന്നലകൾ പിശാചെന്നെ നശിപ്പിച്ചെങ്കിൽ എന്റെ നാളുകളെ കൊണ്ട് ഞാൻ അവനെ തോൽപ്പിക്കുമെന്നാണ്. എന്റെ ഇന്നലകളെ, എന്റെ 24 ദിവസങ്ങളെ പിശാച് കീഴടക്കിയെങ്കിൽ, എന്നെ പരാജയപ്പെടുത്തിയെങ്കിൽ, എന്നെ നശിപ്പിച്ചെങ്കിൽ, ഇനിയുള്ള 4-5 ദിവസങ്ങളെ കൊണ്ട് ഞാൻ ആ പിശാചിനെ തോൽപ്പിക്കുമെന്ന് ഈ നിമിഷം തീരുമാനിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ മലക്കുകൾ പ്രാർത്ഥിക്കുകയും റസൂൽ ആമീൻ പറയുകയും ചെയ്ത ദൗർഭാഗ്യവാന്മാരിൽ നമ്മളും നമ്മുടെ കുടുംബാംഗങ്ങളും ഉൾപ്പെടാൻ പാടില്ല. നമ്മൾ മനസ്സിലാക്കണം, വിട പറയുന്നത് റമദാൻ എന്ന മാസമല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുതേ. റമദാൻ ഒരു മാസത്തിന്റെ മാത്രം പേരാണ്. വിട പറയുന്നത്, യാത്ര പോകുന്നത്, തിരിച്ചു പോകാൻ തയ്യാറെടുക്കുന്നത് റമദാൻ എന്ന് പറയുന്ന ഒരു മാസമല്ല. പിന്നെ പടച്ച റബ്ബിലേക്ക് അടുക്കാൻ, സ്വർഗം നേടാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് ലഭിച്ച അസുലഭ അവസരങ്ങളാണ് നമ്മിൽ നിന്ന് വിട പറയാൻ കാത്തിരിക്കുന്നത് എന്ന ഒരു ദുഃഖഭാരം നമ്മുടെ മനസ്സിലുണ്ടാകണം. പിഴവുകൾ പരിഹരിക്കേണ്ട അവസാന സമയത്താണ് നമ്മളുള്ളത്. ഫിത്ർ സക്കാത്ത് ഭാഗമാണ്. അതൊക്കെ കൃത്യമായി നമ്മൾ നിർവഹിക്കുകയും കൊടുക്കുകയൊക്കെ ചെയ്യണം. അങ്ങനെ ഫിത്ർ സക്കാത്തൊക്കെ കൊടുത്ത്, എന്തിനാ ഫിത്ർ സക്കാത്ത്? ഈ റമദാൻ നന്നാവാനുള്ളതാണ്. ഇനിയും റമദാനിൽ വല്ല പിഴവുകളും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതുകൂടി കഴുകി വൃത്തിയാക്കാനാണ് ഫിത്ർ സക്കാത്ത്. എല്ലാം ചെയ്ത് എല്ലാ കണക്കും ശരിയാക്കി എല്ലാ കണക്കും തീർത്ത് റമദാൻ എന്ന വിരുന്നുകാരനെ തൃപ്തിയോടെ സന്തോഷത്തോടെ പറഞ്ഞയക്കാൻ പ്രിയമുള്ളവരെ എനിക്കും നിങ്ങൾക്കും കഴിയണം. അതോടൊപ്പം നമ്മൾ ചെയ്ത കർമ്മങ്ങളൊക്കെയും സ്വീകരിക്കാൻ റബ്ബിനോട് പ്രാർത്ഥിക്കണം. മദീന പള്ളിയിൽ ഒരു ചിത്രം നമുക്ക് വായിക്കാൻ കഴിയും. വിശുദ്ധ റമദാന്റെ അവസാന ദിവസം പിന്നെ നിലാവ് കണ്ട സമയത്ത് സ്വഹാബികളെല്ലാം ഫിത്ർ സക്കാത്തിന്റെ വിതരണത്തിലാണ്. ഫിത്ർ സക്കാത്തിന്റെ ഭക്ഷ്യധാന്യം വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് മദീന പള്ളിയുടെ മൂലക്കിരുന്നിട്ട് ഒരാളിങ്ങനെ പൊട്ടിക്കരണ്ട് കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നോക്കുമ്പോ ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ആളുകൾ ബേജാറോടുകൂടി പോയി ചോദിക്കുന്നു, എന്താണ് പറ്റിയത്? അപ്പൊ ചോദിക്കുന്ന ചോദ്യത്തിന്റെ മറുപടി എന്താണെന്നറിയോ? ഈ റമദാനിലൂടെ ചെയ്ത കർമ്മങ്ങൾ പടച്ച റബ്ബേ സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കാന്ന. അത് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. ചെയ്താൽ മാത്രം പോരാ പ്രിയമുള്ളവരെ. ഈ ഉറക്കമൊഴിക്കൽ അല്ലാഹ് സ്വീകരിക്കണ്ടേ? ഈ പറയലും ഇരിക്കലും അല്ലാഹ് സ്വീകരിക്കണ്ടേ? ചെയ്തതൊക്കെയും റബ്ബ് സ്വീകരിക്കണ്ടേ? ഇതൊക്കെയും അങ്ങ് വലിച്ചിട്ട് വേസ്റ്റ് കൊട്ടയിലേക്ക് ഇട്ടാൽ അതിലും വലിയ ഗതികേടെന്താ?
അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇനി മുതൽ കരഞ്ഞുകൊണ്ട് റബ്ബിനോട് പറയേണ്ടുന്ന മറ്റൊരു പ്രാർത്ഥന എന്താണെന്നറിയോ? റബ്ബനാ തഖബ്ബൽ മിന്നാ, റബ്ബേ പടച്ച റബ്ബേ, റബ്ബനാ സ്വീകരിക്കണേ അല്ലാ ഞങ്ങൾ ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങളും, ഞങ്ങളുടെ ഉറക്കമൊഴിക്കലുകൾ, ഞങ്ങളുടെ സ്വതക്കകൾ, ഞങ്ങളുടെ ദിക്റുകൾ, ഞങ്ങളുടെ തസ്ബീഹുകൾ, ഞങ്ങളുടെ നമസ്കാരങ്ങൾ, ഞങ്ങളുടെ സുജൂദുകൾ, ഞങ്ങളുടെ പൊട്ടിക്കരച്ചിലുകൾ, ഞങ്ങളുടെ സഹായങ്ങൾ എല്ലാം റബ്ബേ നീ സ്വീകരിക്കണേ എന്ന് നിരന്തരം റബ്ബിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കണം. നമുക്കറിയാം ഗസയും ഇറാനും ഒക്കെ അങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്തും വിശ്വാസി സമൂഹം നോമ്പെടുക്കാൻ പോലും കഴിയാതെ, അത്താഴമില്ലാതെ, പച്ചവെള്ളം പോലും നോമ്പ് തുറക്കാൻ കിട്ടാതെ, ഒന്ന് സുജൂദ് ചെയ്യാനുള്ള അവസരമില്ലാതെ, മിസൈലുകളും ബോംബർ വിമാനങ്ങളെയും നോക്കിക്കൊണ്ട് പേടിച്ച് ബേജാറിലൂടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന, പരീക്ഷിക്കപ്പെടുന്ന, പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ എനിക്കും നിങ്ങൾക്കുമൊക്കെ കാരുണ്യവാനായ നാഥൻ തന്ന അവസരം നമ്മൾ തിരിച്ചറിയണം. ഇങ്ങനെ സുന്ദരമായിട്ടിരുന്ന് നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് വല്ലാത്ത ഫദ്ലാണ് കൂട്ടരെ, നമ്മൾ മറക്കാൻ പാടില്ല. ഇറാനിലേക്ക് ശ്രദ്ധ പോകണം. നേരത്തെ ക്ലാസ്സിൽ സൂചിപ്പിച്ചല്ലോ, ഷിയ സുന്നി ആരുമാകട്ടെ അവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരാണല്ലോ. ഗസയുടെ മണ്ണിൽ പിടഞ്ഞു മരിച്ചുകൊണ്ടിരിക്കുന്നത് പിഞ്ചു മക്കളല്ലേ? ലോകത്തിന്റെ പല ഭാഗത്തും അങ്ങനെ തന്നെയാണല്ലോ. അവരൊക്കെ അങ്ങനെയാകുമ്പോൾ നമ്മളും നമ്മുടെ മക്കളൊക്കെ സുരക്ഷിതരാണെങ്കിൽ അത് വല്ലാത്തൊരു സൗഭാഗ്യമാണെന്ന് കൂടി നമ്മൾ തിരിച്ചറിയണം. അതിനുകൂടി റബ്ബിനോട് നമ്മൾ നന്ദി കാണിക്കണം. അവസാനിപ്പിച്ചുകൊണ്ട് പറയട്ടെ, വിശുദ്ധ റമദാൻ അത് സ്വർഗം കിട്ടാനുള്ളതാണ്. കുറെ ആളുകള് ഈ റമദാനിലൂടെ സ്വർഗത്തിലേക്ക് പോകും, അതേസമയം വേറെ കുറെ ആളുകൾ ആ റമദാനിലൂടെ നരകത്തിലേക്കും പോകും. ഒരു സംശയമില്ല, ആ നരകത്തിലേക്ക് പോകുന്നവരിൽ നമ്മളും നമ്മുടെ കുടുംബങ്ങൾ ഉൾപ്പെടാൻ പാടില്ല. ആ റമദാനിലൂടെ തന്നെ സ്വർഗത്തിലേക്ക് എത്തുന്ന, റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് എത്തുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഉൾപ്പെടണം. അതിന് പ്രചോദനവും സഹായവും ആകട്ടെ ഈ ഇരുത്തവും ഈ പറച്ചിലും ഈ കേൾക്കലുമെല്ലാം. റബ്ബേ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. പടച്ച റബ്ബേ, നീ ഓഫർ നൽകിയ, വാഗ്ദാനം നൽകിയ ആ ലൈലത്തുൽ ഖദർ എന്ന മഹാരാത്രിയെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് റബ്ബേ ഞങ്ങൾ അവശതയുള്ളവരുണ്ട്, പ്രായമുള്ളവരുണ്ട്, രോഗങ്ങളുള്ളവരുണ്ട്, ചെറിയ കുട്ടികളുള്ളവരുണ്ട്, എല്ലാം സഹിച്ചിട്ട് ഞങ്ങളോട് വന്നിരിക്കുന്നത്. പടച്ച റബ്ബേ, ജീവിതത്തിൽ ആ ലൈലത്തുൽ ഖദർ എന്ന മഹാഭാഗ്യം കിട്ടാനാണ് റബ്ബേ. അത് അനുഭവിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണേ തമ്പുരാനെ, അനുഭവിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണേ തമ്പുരാനെ. ഞങ്ങളുടെ കർമ്മങ്ങൾ നീ സ്വീകരിക്കണേ തമ്പുരാനെ. വിശുദ്ധ റമദാനിലെ രാപ്പകലുകളിൽ ഞങ്ങൾ ചെയ്ത മുഴുവൻ കർമ്മങ്ങളും ഞങ്ങൾ നീ സ്വീകരിക്കണേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്ക് സംഭവിച്ച പിഴവുകളുടെ പേരിൽ ഞങ്ങളുടെ കർമ്മങ്ങളെ നീ തട്ടിക്കളയല്ല അല്ലാ. റബ്ബേ, ഒരുപാട് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് റബ്ബേ, പലതും നിന്റെ മുമ്പിൽ ഞാൻ തുറന്നു സമ്മതിച്ചിട്ടുമുണ്ട് റബ്ബേ, ഞങ്ങൾ തുറന്നു സമ്മതിച്ചിട്ടുണ്ട് റബ്ബേ. ആ സമ്മതിക്കൊലക്കയും നീ സ്വീകരിക്കണേ അല്ലാ. ആ പിഴവുകളുടെ പേരിൽ ഞങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ നീ തട്ടിക്കളയല്ലേ അല്ലാ. പടച്ച റബ്ബേ, നന്നാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിന്നിലേക്ക് മടങ്ങിയ ഞങ്ങളുടെ തിരിച്ചുവരവിനെ നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് നീ മുഖം തിരിച്ചു കളയല്ലേ അല്ലാ. പടച്ച റബ്ബേ, ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ഞങ്ങൾക്ക് നീ അകറ്റിത്തരണേ തമ്പുരാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങൾ, ശാരീരിക പ്രശ്നങ്ങൾ, കടബാധ്യതകൾ, അങ്ങനെ പലതും. പടച്ച റബ്ബേ, ഞങ്ങൾ പച്ച മനുഷ്യരാണ് റബ്ബേ. താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമുള്ള പ്രയാസങ്ങളെ കൊണ്ട് ഞങ്ങൾ നീ പരീക്ഷിക്കല്ല അല്ലാ. പടച്ച റബ്ബേ, പലപ്പോഴും ചെറിയ ചെറിയ തിന്മകൾ ജീവിതത്തിൽ കൂടുകൂട്ടിയിരിക്കുകയാണ് ഞങ്ങളിൽ പലരിലും. ആ കൂടുകൂട്ടിയിരിക്കുന്ന തിന്മകളെ ഒഴിവാക്കാനുള്ള കഴിവ് ഞങ്ങൾക്ക് തരണേ തമ്പുരാനെ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും ഒക്കെ വിചാരണ നീ എളുപ്പമാക്കി തരണേ തമ്പുരാനെ. അല്ലാഹുവേ, ദിവസവും നരകത്തിൽ നിന്ന് നീ മോചിപ്പിക്കുന്ന അപൂർവം ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. റഹ്മാനായ നാഥാ, ഞങ്ങളുടെ മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് യാതനകൾ അനുഭവിച്ചവരാ റബ്ബേ ഞങ്ങളുടെ മാതാപിതാക്കൾ. അവരിൽ പലരും ഇന്ന് 6 അടി മണ്ണിനടിയിലാണ് റബ്ബേ. അവർക്ക് നീ ജന്നാത്തുൽ ഫിർദൗസ് കൊടുക്കണേ അല്ലാ. അവരുടെ തെറ്റുകുറ്റങ്ങൾ അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ഒരു പങ്ക് നീ അവർക്ക് നൽകണേ അല്ലാ. ഞങ്ങളെ ഈ കോലത്തിലേക്ക് എത്തിക്കാൻ ഒരുപാട് വിഷമങ്ങൾ സഹിച്ചവർ അവരുടെ കൂട്ടത്തിലുണ്ട് റബ്ബേ. അവരെ നീ അനുഗ്രഹിക്കണേ നാഥാ, അവരെ സഹായിക്കണേ അല്ലാ, അവർക്ക് സ്വർഗം നൽകണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഉമ്മാക്കും ഉപ്പാക്കും മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അവരുടെ
അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാ. പടച്ച റബ്ബേ, ഞങ്ങളിൽ പലരുടെയും ഉപ്പമാര് വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങൾ കാരണം നമസ്കരിക്കാൻ കഴിയാത്തവരുണ്ട്, തറാവീന് പോകാൻ കഴിയാത്തവരുണ്ട്, നോമ്പെടുക്കാൻ കഴിയാത്തവരുണ്ട്. റബ്ബേ, അവരുടെ മനസ്സ് നോക്കി നീ പുണ്യം കൊടുക്കണേ അല്ലാ. ഞങ്ങൾ തെറ്റുകൾ പുറത്തു തന്ന് പിഞ്ചു കുഞ്ഞിനെ പോലെ ജീവിതം ശുദ്ധിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെ സഹായിക്കണേ അല്ലാ. ഞങ്ങളുടെ കർമ്മരേഖകളിൽ നിന്ന് തിന്മകളെ നീ മായ്ച്ചു കളയണേ അല്ലാ. റഹ്മാനായ റബ്ബേ, കാരുണ്യവാനായ അല്ലാ, 38 39 ഡിഗ്രി ചൂട് പോലും സഹിക്കാൻ കഴിയാത്ത ഞങ്ങൾക്ക് നരകത്തെ തരല്ലേ അല്ലാ. ആ നരകാഗ്നി അനുഭവിക്കേണ്ടി വരുന്ന ദൗർഭാഗ്യവാന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ അല്ലാ. പടച്ച റബ്ബേ, നാളെ മഹ്ശറാ ലോകത്ത് നിന്റെ തണൽ ലഭിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. നാളെ നിന്നെ നേരിൽ കാണാനുള്ള മഹാസൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. പടച്ച റബ്ബേ, സ്വർഗം ഞങ്ങളുടെ പ്രതീക്ഷയാണ്, ഞങ്ങളുടെ ആഗ്രഹമാണ്, ഞങ്ങളുടെ കിനാവാണ് റബ്ബേ സ്വർഗം. ആ സ്വർഗത്തിലൊരിടം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഞങ്ങളുടെ ഖബറുകൾ നീ വിശാലമാക്കണേ അല്ലാ. മരണപ്പെട്ട മാതാപിതാക്കൾക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. പടച്ച റബ്ബേ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തും ആരോഗ്യവും ആയുസ്സും കൊടുക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഈ റമദാനും ഖുർആനും ഒക്കെ നാളെ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. കഠിനമായ വിചാരണയിൽ നിന്ന് ഞങ്ങളുടെ മാതാപിതാക്കളെ, മക്കളെ, ഇണകളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. വലതു കൈയിൽ ഗ്രന്ഥം കൊടുക്കുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഇടത്തെ കൈയിൽ ഗ്രന്ഥം കൊടുക്കേണ്ടി വരുന്ന, മേടിക്കേണ്ടി വരുന്ന ദൗർഭാഗ്യവാന്മാരിൽ ഞങ്ങളെ ചേർക്കല്ല അല്ലാ. പടച്ച റബ്ബേ, സിറാത്ത് എന്ന് പറയുന്ന പാലത്തിലൂടെ ഇടിമിന്നലിന്റെ വേഗത്തിൽ ആ മറുപുറത്തുള്ള സ്വർഗത്തിലേക്ക് എത്താൻ ഞങ്ങളെ സഹായിക്കണേ അല്ലാ. പടച്ച റബ്ബേ, ഞങ്ങൾ ജോലിക്കാരാണ്, കച്ചവടക്കാരാണ്, പല ജോലിയിലും ഏർപ്പെടുന്നവരാണ്. ഈ കഠിനമായ ചൂടിലും ക്ഷീണത്തിലും തളർച്ചയിലും വയ്യാതിരുന്നിട്ടും ഞങ്ങൾ ചെയ്ത ഇബാദത്തുകളുണ്ട് റബ്ബേ. ആ ഇബാദത്തുകളെ നീ സ്വീകരിക്കണേ അല്ലാ. ആ ഇബാദത്തുകളെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ തറാവീഹ്, ഞങ്ങളുടെ പള്ളിയിലെ ഇരുത്തം എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. നാളെ മഹ്ശറാ ലോകത്ത് ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളുടെ പേരിൽ ഞങ്ങളെ നീ വഷളാക്കല്ലേ അല്ലാ. ഈ മുസ്ലിം സമൂഹത്തെ നീ സഹായിക്കണേ അല്ലാ. ജൂത പരീക്ഷകളെ നീ നിലക്ക് നിർത്തണേ അല്ലാ. പടച്ച റബ്ബേ, ഞങ്ങളുടെ രാജ്യത്തും ലോകത്തുമൊക്കെ നീ സ്വസ്ഥതയും സമാധാനവും തരണേ അല്ലാ. ജന്നാത്തുൽ ഫിർദൗസ് ലഭിക്കണേ എന്നതാണ് റബ്ബേ ഞങ്ങളുടെ കൊതിയും പ്രാർത്ഥനയും. അതിന്റെ പരിമളമെങ്കിലും ഞങ്ങൾക്ക് നീ തരണേ തമ്പുരാനെ. മാറാ രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കല്ല അല്ലാ. ദുനിയാവിലെയും പരലോകത്തെയും മുസീബത്തുകൾ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളോട് വിട്ടുവീഴ്ച കാണിക്കണേ അല്ലാ. പടച്ച റബ്ബേ, നീ ഞങ്ങളെ കൈയൊഴിഞ്ഞാൽ പിന്നെ ആരാണ് റബ്ബേ ഞങ്ങളെ ചേർത്ത് നിർത്തുക? ഞങ്ങളെ നീ ചേർത്ത് നിർത്തണേ അല്ലാ. ഞങ്ങളോട് നീ വിട്ടുവീഴ്ച കാണിക്കണേ അല്ലാ. പടച്ച റബ്ബേ, ഞങ്ങൾ കേട്ടുമാത്രം പരിചയമുള്ള ആ സ്വഹാബെ കിറാമിന്റെ കൂട്ടത്തിൽ ഒരിടം സ്വർഗത്തിൽ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളെ സഹോദരിമാർക്കും നീ പുറത്തു തരണേ തമ്പുരാനെ. പടച്ച റബ്ബേ, സ്വന്തം ശരീരത്തിലെ അവയവങ്ങൾ സ്വന്തത്തിനെതിരെ സാക്ഷി പറയുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ അല്ലാ. പടച്ച റബ്ബേ, വേദനയും കാഠിന്യവുമില്ലാതെ റൂഹിനെ പിടിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. പടച്ച റബ്ബേ, ഞങ്ങളുടെ കർമ്മങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാ. ലൈലത്തുൽ ഖദറിനെ ഉപയോഗപ്പെടുത്താനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ തരണേ തമ്പുരാനെ. അവസാനിപ്പിച്ചുകൊണ്ട് പടച്ചവനായ നാഥാ, ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന നാഥാ, ഞങ്ങളുടെ കൈകളെ നീ തട്ടിക്കളയല്ലേ റബ്ബേ. നിന്നിലേക്ക് പ്രതീക്ഷയോടുകൂടി ഉയർത്തുന്ന നിന്റെ കൈകളെ നീ തട്ടിക്കളയല്ലേ തമ്പുരാനെ. പടച്ച റബ്ബേ, ഈ പള്ളി, ഈ സംവിധാനങ്ങൾ, ഈ സെന്ററുകൾ, ഈ ക്ലാസ് സംവിധാനങ്ങൾ ഇതൊക്കെ നടത്തിക്കൊണ്ടുപോകുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. പലരും കച്ചവടത്തിൽ നിന്ന് മാറി നിന്നിട്ട് സ്റ്റാഫ് ഏൽപ്പിച്ചിട്ട് വന്ന ആളുകളുണ്ട്. അങ്ങനെ വരുന്നവരുണ്ട്, സാമ്പത്തികമായി ഇതിനെ സഹായിക്കുന്നവരുണ്ട്. റബ്ബേ, നീ സഹായിക്കണേ അല്ലാ. അവരെ അനുഗ്രഹിക്കണേ അല്ലാ. നിന്റെ പള്ളിക്ക് വേണ്ടി, നിന്റെ ദീനിന് വേണ്ടി രാവും പകലും ഇറങ്ങി നടക്കുന്ന ഞങ്ങളെ സഹോദരങ്ങളെ നീ ചേർത്ത് നിർത്തണേ അല്ലാ. അവരുടെ കച്ചവടത്തിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. കുടുംബത്തിൽ ഐശ്വര്യം കൊടുക്കണേ അല്ലാ. റഹ്മത്ത് കൊടുക്കണേ അല്ലാ. ബർക്കത്ത് കൊടുക്കണേ അല്ലാ. റബ്ബനാ റബ്ബനാ തഖബ്ബൽ മിന്നാ സ്വലാത്തനാ വസുജൂദനാ വസിയാമനാ وسائر أعمالنا وتراويحنا واعتكافنا يا رب العالمين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. لنكونن من الخاسرين. اللهم اغفر لنا. اللهم اغفر لنا.
ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم واعف عنا واغفر لنا خطايانا يا رب العالمين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين. اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين. اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين. اللهم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. إن عذابها كان غراما. ربنا لا تشبهلتنا بالنار ولا تجعلنا من حطب النار ولا تجعلنا من حطب النار. اللهم اغفر لنا ولوالدينا ولأزواجنا ولأولادنا يوم يقوم الحساب. اللهم يسر علينا حسابنا. اللهم يسر علينا حسابنا. اللهم سهل أمورنا. اللهم سهل أمورنا. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين آمين برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.